നമ്മുടെയൊക്കെ ജീവിതം ഒരു കടൽ പോലെയാണ്. കടൽ തീരത്ത് പതിഞ്ഞ കാൽപ്പാടുകൾ നമ്മളും. കടൽ ഒരു കവിതയാകുമ്പോൾ ഈ തീരവും തിരമാലകളും എല്ലാം സൗന്ദര്യമാകുന്നു. ഇങ്ങനെ ആ ഒരു സൗന്ദര്യത്തിൽ അലിയുകയാണ് നമ്മുടെ എല്ലാവരുടെയും ജീവിതം. ഇങ്ങനെ സൗന്ദര്യമേറിയ ജീവിത കാഴ്ചകളുമായി ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. മൈൽസ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. ടൈറ്റിൽ സ്പോൺസർ വൈറ്റ് ഹോംസ് ഫോർ പവേർഡ് ബൈ ഹാർവിയോറ. പ്രേക്ഷകരുടെ മനസ്സ് മനസ്സിലാക്കി, നിങ്ങളുടെ ആ ഇഷ്ടം മനസ്സിലാക്കി ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ അവതരിപ്പിക്കുകയാണ്. ഇതിന്റെ സീസൺ 3യുടെ ആദ്യത്തെ എപ്പിസോഡാണ് ഇന്ന് ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത്. ആ ആദ്യ എപ്പിസോഡിൽ നമ്മളോടൊപ്പം സൗന്ദര്യമേറെ ജീവിതകഥയുമായി തരുൺ മൂർത്തി. ഹായ് തരുൺ, വെൽക്കം ടു ദ ഷോ. എവിടെ നോക്കിയാലും എവിടെ തിരിഞ്ഞാലും ഫോൺ നോക്കിയാൽ തരുൺ 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 തരുൺ. ഈ തരുൺ മയമാണ് എല്ലായിടത്തും. ആ തരുൺ മയത്തിലേക്കും ആ വിശേഷങ്ങളിലേക്ക് ഒക്കെ പോകുന്നതിന് മുമ്പേ എനിക്ക് ആദ്യം അറിയേണ്ടത് ഈ ഒരു സ്റ്റേറ്റ്മെന്റ്, ഇതിനോട് തരുണിന്റെ കാഴ്ചപ്പാട് എന്താണ്? Right now my life is very beautiful. Only right now? അല്ല, ഇപ്പം ഭയങ്കര സൗന്ദര്യം കൂടിയ പോലെ. കാരണം നമ്മൾ വിചാരിക്കാത്ത കുറേ നിമിത്തങ്ങളാൽ വന്ന് സംഭവിച്ചത് അങ്ങനെയാണല്ലോ. ഇപ്പം മറ്റേന്ന് വെച്ചാൽ നമ്മളെല്ലാം പ്ലാൻ ചെയ്ത്, സൗദി ആണെങ്കിലും അല്ലെങ്കിൽ ഓപ്പറേഷൻ ആവുകയാണെങ്കിലും എൻ്റെ ഈവൻ മൈ മാരേജ് ആണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് അല്ലെങ്കിൽ കരിയർ ഒക്കെ നമ്മൾ വളരെ പ്ലാൻ ചെയ്ത് ബ്യൂട്ടിഫുൾ ആക്കിയതാണ്. ഇതങ്ങനെയല്ല. ഇത് വേറെ ആരൊക്കെയോ പ്ലാൻ ചെയ്ത് ഒരു നിമിത്തം പോലെ വന്ന് ഞാൻ അതിൻ്റെ പാർട്ടായി മോർ ബ്യൂട്ടിഫുൾ ആയതാണ്. അപ്പം എനിക്ക് എന്താ പറയുക, നമ്മൾ ദൈവം അനുഗ്രഹിച്ച് തന്നൊരു മൊമെന്റ് ആയിട്ട് തോന്നുന്നത്. ആ പേര് പോലെ തന്നെ തുടർന്നുകൊണ്ടേ ഇരിക്കട്ടെ ആ ഒരു ബ്യൂട്ടിഫുൾ ആ ഒരു ജേർണി അല്ലേ. ശരിക്കും അർത്ഥവത്തായ വളരെ ഐശ്വര്യമായ ഒരു പേരും കൂടിയാണ് അത്. ഈ പേരിൽ തന്നെ ഞാൻ കേട്ടിട്ടുണ്ട്, നിങ്ങൾ ആദ്യം വിചാരിച്ചത് വിന്റേജ് എന്നുള്ളൊരു പേര് അങ്ങനെ വേണോ? ആദ്യം ഈ സിനിമയുടെ പേര് ബെൻസ് എന്നായിരുന്നു. ആണോ? ഓക്കെ. അങ്ങനെയാണ് നമ്മൾ വർക്കിംഗ് ടൈറ്റിലൊക്കെ ചെയ്തു വന്നത്. പിന്നെ അത് ഞാൻ പറഞ്ഞില്ല, ഒരു കുറേ വർഷങ്ങൾക്ക് മുമ്പ് വർക്ക് ചെയ്ത് തുടങ്ങിയ ഒരു സിനിമയാണിത്. അന്ന് ഫാൻസ് ഇന്നിട്ട പേര് ബെൻസ് വാസു എന്നാണ്. അപ്പൊ ആളുകൾ ഇത് ജനങ്ങൾക്കിടയിൽ ഈ പ്ലോട്ടും ഈ സിനിമയുടെ ഒരു അനൗൺസ്മെന്റും ഒക്കെ 12 വർഷമായിട്ട് കറങ്ങി നടന്നുകൊണ്ടിരുന്നതാണ്. എൻ്റെ ഏറ്റവും അത്ഭുതം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ സിനിമയൊക്കെ ചിന്തിക്കുന്നതിന് മുൻപ്, അപ്പം ഞാൻ എന്താ പറയുക, സിനിമാ സംവിധായകൻ എഴുത്ത് അല്ലെങ്കിൽ സിനിമയിലേക്ക് എത്തും എന്നൊക്കെ 2015, 14, 16 സമയത്തൊന്നും എൻ്റെ തലയിൽ പോലും ഞാൻ അന്ന് ആക്ട് ചെയ്യാൻ നടക്കുക, ഓഡീഷൻസ് അറ്റൻഡ് ചെയ്യാൻ നടക്കുകയാണ്. അപ്പോൾ അന്ന് എങ്ങനെയെങ്കിലും സിനിമയിൽ എത്തണം എന്ന് പറയുമ്പം ഇവൻ കടുകട്ടിയായിട്ടൊരു മോഹൻലാൽ ഫാനാണ്. അപ്പോൾ ഈ ലാലേട്ടൻ്റെ എല്ലാ അപ്ഡേറ്റുകളും നമ്മൾ ഫോളോ ചെയ്യാറുള്ളതാണ്. അന്ന് ഞാൻ ഈ പടത്തിൻ്റെ അനൗൺസ്മെൻറ്റ് കണ്ടിട്ടുണ്ട്. ആളുകൾ അനൗൺസ് ചെയ്തതും ഈ പറയുന്ന ബെൻസ് വാസു എന്ന് പറയുന്നത് ഒരു സിനിമ നടക്കാൻ പോകുന്നു, സുനിൽ എന്ന് പറഞ്ഞ റൈറ്ററിൻ്റെ ആദ്യ സിനിമയാണെന്നും രജപുത്രയുടെ സിനിമയാണെന്നും ഇവരുടെ ഒരുമിച്ചുള്ള ഫോട്ടോസും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഞാനത് ലൈക്ക് അടിച്ചിട്ടുണ്ട്, ഞാനത് കമൻറ്റ് അടിച്ചിട്ടുണ്ട്. ഞാൻ ലാലേട്ടൻ്റെ അങ്ങനെ ഒരു പടം വരുന്നുള്ള എൻ്റെ എക്സൈറ്റ്മെൻറ്റ് കാണിച്ചിട്ട് അന്നൊന്നും ഇത് എൻ്റെ കയ്യിലോട്ട് വരുമെന്ന് എനിക്കറിയില്ല. എന്റെ കയ്യിലോട്ട് ഞാൻ സിനിമ സംവിധായകനാകുന്ന പോലും എനിക്കറിയില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ലൈഫ് ഈസ് വെരി ബ്യൂട്ടിഫുൾ എന്നുള്ളത് എന്റെ ഏറ്റവും അന്വർത്ഥമായ വൈക്കത്തപ്പൻ റിലീജിയസ് ആണല്ലോ അല്ലേ. വൈക്കത്തപ്പൻ എങ്ങനെയൊക്കെയോ ഇതൊരു നിയോഗമാക്കി ഇത് ആ ലൈക്ക് അടിച്ചപ്പോ വിചാരിച്ചിട്ടേ ഇല്ല ഇത് ഞാൻ നാളെ ചെയ്യാൻ പോകുന്ന സിനിമ. അങ്ങനെ ചിന്തിക്കാനുള്ള ഒരു കാര്യവും എന്റെ ചുറ്റിനുമില്ലല്ലോ. തരുൺ, ശരിക്കും ഐ എം ഫീലിംഗ് ഭയങ്കര ഒരു ഇങ്ങനെയൊക്കെ സംഭവിക്കും അല്ലെ, ഇത്രത്തോളം ഒക്കെ നമ്മുടെ ജീവിതത്തിൽ മാജിക് സംഭവിക്കും. ഇതിലൊരു നിമിത്തമാണ്. ഞാൻ പറഞ്ഞപ്പോ നമ്മള് 2019 ഒരു സിനിമ സംവിധാനം ചെയ്യാൻ തീരുമാനിക്കുന്നത്. 2019 ജാവ എന്ന് പറഞ്ഞ സിനിമയ്ക്ക്, ഓപ്പറേഷൻ ജാവ എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങളെല്ലാം ഒരു കൂട്ടം ആളുകൾ ഇറങ്ങുന്നത്. അത് 21 കോവിഡിന് ശേഷം 21 റിലീസ് ചെയ്യുന്നത്. അത് എൻ്റെ എല്ലാ സിനിമയുടെ മുമ്പിലും ഞാൻ നന്ദി പറയുന്ന വൈക്കത്തപ്പനാണ്. നിയോഗിച്ച വൈക്കത്തപ്പന്, വീണ്ടും രണ്ടാം സിനിമ വീണ്ടും നിയോഗിച്ച വൈക്കത്തപ്പന്, ഇത് വീണ്ടും നിയോഗിക്കുന്ന. അപ്പം ഞാൻ പറഞ്ഞില്ല, അത് ഓപ്പറേഷൻ ജാവയൊക്കെ ചിന്തിക്കുന്ന സമയത്ത് പോലും ഞാൻ ഇതുവരെ ലാലേട്ടനെ ഈ സിനിമയ്ക്ക് മുമ്പ് നേരിട്ട് കണ്ടിട്ടില്ല. നമുക്ക് അതിന് തൊട്ട് മുമ്പ് ഇനി നമ്മളെ അതിശയിപ്പിക്കുന്ന അമ്പരിപ്പിക്കുന്ന വിശേഷങ്ങളാണ് തരുണിൽ നിന്നും നമ്മൾ കേൾക്കാൻ പോകുന്നത്. ആ വിശേഷങ്ങളിലേക്ക് എല്ലാം പോകുന്നതിന് മുമ്പേ ഈ തരുൺ മൂർത്തി ആരാണ്? തരുൺ മൂർത്തിയുടെ ഒരു പ്രൊഫൈൽ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഞാൻ അത് ആദ്യം കാണിച്ചു തരാം. ചിരിക്കുന്ന ലാലേട്ടൻ, 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 വേദനിക്കുന്ന ലാലേട്ടൻ, പ്രേക്ഷകർ കാണാൻ ആഗ്രഹിക്കുന്ന ലാലേട്ടനെ പാകത്തിൽ തൊട്ടുണർത്താൻ തരുൺമൂർത്തി എന്ന സംവിധായകന് സാധിച്ചു. നമ്മൾ വീണ്ടും വീണ്ടും കാണാൻ ആഗ്രഹിക്കുന്ന ലാലേട്ടനെയാണ് തരുൺമൂർത്തി കാണിച്ചു തന്നിരിക്കുന്നത്. സ്പ്ലെൻഡർ പറപ്പിക്കുന്ന ലാലേട്ടൻ, ബിവറേജസിൽ ക്യൂ നിൽക്കുന്ന ലാലേട്ടൻ,
ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി വേദന സഹിക്കുന്ന ലാലേട്ടൻ, അവർക്ക് വേണ്ടി മഴ നനയുന്ന ലാലേട്ടൻ, പ്രിയപ്പെട്ടവരെ ഉപദ്രവിച്ചാൽ കലി കയറുന്ന കാട് കയറുന്ന ലാലേട്ടൻ. പുതിയ ലാലേട്ടനെ കണ്ടെത്തുകയല്ല, പഴയ ലാലേട്ടനെ വീണ്ടെടുക്കുകയാണ് തരുൺമൂർത്തി ചെയ്തിരിക്കുന്നത്. ഓക്കെ, പഴയ ലാലേട്ടനെ നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചു തന്നിരിക്കുന്നു തരുൺ മൂർത്തി. ശരിക്കും തരുൺ പോലും വിചാരിക്കാത്ത അത്രയും അപ്രിസിയേഷൻ ആണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കണേ. ഞാൻ ആദ്യം ഓർത്ത് ഓപ്പറേഷൻ ജാവക്ക് കിട്ടിയതാണ് ഏറ്റവും വലിയ അപ്രീസിയേഷൻ എന്ന് പറഞ്ഞത്. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് സൗദി വെള്ളയ്ക്ക് വന്നത്. സൗദി വെള്ളയ്ക്കുള്ള സമയത്ത് കിട്ടുന്നതെന്ന് വെച്ചാൽ ഓപ്പറേഷൻ ജാവ കുറച്ചും കൂടി കേരള സൗത്ത് ഇന്ത്യയിലുള്ള ആക്ടേഴ്സ്, പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ ഡയറക്ടേഴ്സിന്റെ പേര്. അപ്പൊ ഞാൻ ഓർത്ത് ഓക്കെ ഇതായിരിക്കും എന്റെ എക്സ്ട്രീം എന്ന് വിചാരിച്ചു. സൗദി വെള്ളയ്ക്ക് അങ്ങനെയല്ല, കുറച്ചും കൂടി ഇത് കിട്ടി പ്ലസ് നോർത്തിൽ നിന്ന് കിട്ടിയത്. ഇത് അങ്ങനെയല്ല, ഇത് അതിനും മുകളിൽ ഇന്റർനാഷണൽ. എനിക്ക് വരുന്ന UK കോളുകൾ അല്ലെങ്കിൽ ഈ പറയുന്ന അയർലൻഡിൽ നിന്നുള്ള കോളുകൾ, കാനഡ കോളുകൾ, അപ്പൊ അതൊന്നും എനിക്ക് മറ്റു സിനിമകൾക്കൊന്നും കിട്ടിയിട്ടില്ല. ഇതാ എന്താ പറയാ, ഞാൻ എൻ്റെ ഏതോ ഒരു ഇന്റർവ്യൂവിൽ ഞാൻ യൂസ് ചെയ്ത വേർഡാണ് സ്ലീപ്പർ സെൽ എന്നുള്ള വേർഡ്. അതിന്റെ വായിന്ന് അബദ്ധത്തിൽ വന്ന വീട്. പക്ഷെ ആ സ്ലീപ്പർ സെൽസ് ഇറങ്ങിയതിന്റെ അല്ലെങ്കിൽ എന്താ പറയാ, നമ്മൾ എന്നേക്കാൾ ഉപരിയായിട്ട് മോഹൻലാൽ എന്ന് പറഞ്ഞ ഇമോഷൻ ഇത്രയേറെ ആഴത്തിലായിരുന്നു എന്ന് എനിക്കും അല്ലെങ്കിൽ ലാലേട്ടന്റെ റിയൽ ഫാൻസിനും ഒക്കെ ഇങ്ങനെ ഒരു ആഴം ഈ മനുഷ്യന് ഉണ്ട് എന്ന് മനസ്സിലാക്കി തന്നത് ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയാണ്. അപ്പൊ അതിന്റെ എന്ന് വെച്ചാൽ എത്രയോ ഇപ്പൊ നമ്മുടെ ആവറേജ് എന്ന് വെച്ചാൽ ജാവയൊക്കെ വിളിക്കുമ്പോൾ നമുക്ക് വളരെ യങ് ഏജ് ഗ്രൂപ്പാണ്. ഇത് അങ്ങനെയല്ല. നമ്മൾ സാധാരണ വീട്ടമ്മമാര് അല്ലെങ്കിൽ ഫോണൊന്നും ഇതിനെ വിളിക്കാതെ അമ്മാമ്മമാരൊക്കെ ഉണ്ടല്ലോ, അത് കൊച്ചുമോനെ കൊണ്ട് വിളിപ്പിച്ചിട്ട് അമ്മാമ്മമാരൊക്കെ സംസാരിക്കും. ലാലുമോനെ തന്നല്ലോ, ലാലുമോൻ ഇങ്ങനെ അഭിനയിച്ചല്ലോ, ലാലുമോൻ ഇങ്ങനെ കാണാൻ പറ്റിയല്ലോ എന്നൊക്കെ പറയുന്ന. അപ്പം ഈ ഒരു യൂത്ത് അല്ലെ സിനിഫൈൽസിനിടയിൽ മാത്രം ഉണ്ടായിരുന്നൊരു എൻ്റെ പേരിനെ കുറച്ചും കൂടി കുടുംബങ്ങളിലേക്ക് എത്തിയെന്നൊരു ഫീൽ എനിക്ക് കിട്ടുന്നുണ്ട്. ഈ ഇത്രയും അപ്രീസിയേഷനും ഈ ലോകം മുഴുവൻ ഒരാൾ പോലും ഒരു നെഗറ്റീവ് കമന്റ് പോലും ടിൽ ഡേറ്റ് പറയാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു സന്തോഷത്തിൽ ഇങ്ങനെ ആറാടിക്കൊണ്ടിരിക്കുമ്പോ ശരിക്കും തരുണിന്റെ അടുത്ത് ലാലേട്ടൻ വിളിച്ചിട്ട് എന്താ പറഞ്ഞിട്ടുണ്ടാവുക? ലാലേട്ടൻ പടത്തിന്റെ തലേദിവസം വിളിച്ചിട്ട് മോനെ നമ്മൾ എല്ലാം ഓക്കെയാണ്, എല്ലാം നമ്മൾ നന്നായിട്ടാണ് ചെയ്തിരിക്കുന്നത്, നല്ലൊരു പോസിറ്റീവ് ഓറ ചുറ്റിലും ഉണ്ട്, അപ്പൊ അത് നല്ലതിനാണ് എന്നുള്ളൊരു ആത്മവിശ്വാസം തന്നു. പിന്നെ പടം റിലീസ് ചെയ്തതിൻ്റെ അന്ന് രാവിലെ ഒരു ഓൾ ദ ബെസ്റ്റ് മെസ്സേജ് വന്നു. അത് കഴിഞ്ഞിട്ട് റിലീസ് ചെയ്ത് ഞാൻ തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു വീഡിയോ കോളിൽ ലാലേട്ടൻ വന്നിട്ട്, ലാലേട്ടൻ പടം കണ്ടിട്ടില്ല പക്ഷെ എന്നാലും ഗെറ്റിംഗ് ഗുഡ് റെസ്പോൺസ് എന്ന് പറയുന്നൊരു അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം പുള്ളിയുടെ ഫേസിൽ കാണാനുണ്ടായിരുന്നു. പിന്നെ അന്ന് വൈകുന്നേരം ലാൽ സാർ പടം കണ്ടത്. പടം കണ്ടതിന് ശേഷവും ഹാപ്പി ആയിട്ട് വിളിച്ചു. എനിക്ക് എൻ്റെ അത് വിളിനേക്കാൾ ഉപരിയായിട്ട് സാറിന് എനിക്ക് ഭയങ്കര പ്രൗഡ് തോന്നുന്നു, അല്ലെങ്കിൽ സാറിൻ്റെ വലിപ്പം മനസ്സിലാകുന്നതെന്ന് പറയുന്നത്, സാറിന് ഇങ്ങനെ ഒരുപാട് റിവ്യൂസ് ആളുകൾ എഴുതിയൊക്കെ കൊടുക്കും. സാറിൻ്റെ സുഹൃത്തുക്കളാണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ള വരുന്ന വീഡിയോസും ഒക്കെ സാറിന് ഷെയർ ചെയ്ത് വാട്സപ്പിലൊക്കെ കൊടുക്കും. അപ്പം അങ്ങനെ കൊടുത്ത ഒരു റിവ്യൂ സാറിനെ അയച്ചു കൊടുത്തിട്ട് സാർ അതെനിക്ക് ഫോർവേഡ് ചെയ്തു. അപ്പം എൻ്റെ മോഹൻലാൽ എന്ന് പറഞ്ഞ ആക്ടറിനെ പറ്റി ഉള്ളൊരു ഭയങ്കരമായൊരു വർണ്ണനയാണ് അതിൻ്റെ അകത്തുള്ളത്. അപ്പം അത് പുള്ളി എനിക്ക് അയച്ചു തന്നു. ഗോഡ് ബ്ലെസ് യു, താങ്ക് യു, ലവ് യു എന്ന് വെച്ചു. അതെനിക്ക് ഭയങ്കര പ്രൗഡായിട്ട് തോന്നി. കാരണം ഒരു അത്രയും ലെജൻഡറി ആയിട്ടൊരു ആക്ടർ നമ്മളോടൊരു ലവ് യുവും ഒരു താങ്ക് യുവും പറയണമെന്നുണ്ടെങ്കിൽ അത് അത്രയേറെ ആ മനുഷ്യൻ ഹാപ്പി ആയിട്ടിരിക്കണുണ്ടാന്നുള്ളൊരു ഫീൽ വന്നു. അപ്പം അതിന് ശേഷം ലാലേട്ടൻ എന്നെ വിളിച്ച് അപ്പം ലാലേട്ടൻ്റെ വെഡിങ് ആനിവേഴ്സറി ആണ് ഈ പറയുന്ന കഴിഞ്ഞ 2 ദിവസം മുമ്പ്. അപ്പം അതിൻ്റെ ഹാപ്പിനെസ് ഒക്കെ വിളിച്ച് സംസാരിക്കുന്ന ഇടയിൽ, അപ്പം ഒരു യാത്ര പോയിക്കൊണ്ടിരിക്കുന്ന ഇടയിൽ എന്തൊക്കെയോ സംസാരിച്ച കൂട്ടത്തിൽ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുവാണ്. മോൻ്റെ ഫാമിലിയൊക്കെ ഹാപ്പി അല്ലേ, വൈഫ് ഹാപ്പി അല്ലേ, അമ്മ ഹാപ്പി അല്ലേ, അച്ഛൻ ഹാപ്പി അല്ലേ, അങ്ങനെയാണ് ഹാപ്പി ആയിട്ടിരിക്കണം. മോൻ ഹാപ്പിയാണോ, ഇനി എന്താണ് മോന് വേണ്ടത്? എനിക്കൊരു ഒരു ഉമ്മ കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. കാരണം അതിപ്പോൾ എത്ര വേണമെങ്കിലും തരാമല്ലോ മോനെ, ഞാനിപ്പോൾ എന്താണെന്ന് ഫോണിൽ കൂടി ഒരു ഉമ്മ വന്ന്. ഞാൻ അതല്ല സാർ, നിങ്ങൾ നേരിട്ട് വരുമ്പോൾ അത് ഞാൻ നേരിട്ട് വന്നു കഴിഞ്ഞാൽ അപ്പം നമ്മൾ കാണുന്നു, കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ വെക്കുന്നു. അപ്പം അത് കഴിഞ്ഞ ദിവസം അതും സംഭവിച്ചു. തരുണിന്റെ നല്ല കാലം ഇപ്പൊ എല്ലാരും തരുണിന്റെ തലയിൽ എഴുതിയതിന്റെ ഒരു ഇത്തിരി ഞങ്ങളുടെയൊക്കെ തലയിലൊന്നും എഴുതിയിരുന്നെങ്കിൽ എത്രയോ പേര് ആഗ്രഹിക്കുന്നുണ്ടോ? കടന്നു വന്ന സ്ട്രഗിൾസിനും അല്ലെങ്കിൽ ഞാൻ എൻ്റെ ടീമിനെ കൂടെ നിർത്തുന്നതിൻ്റെ അവരുടെ തരുന്ന സ്നേഹത്തിൻ്റെ അങ്ങനെയാണല്ലോ, ടീം വർക്കാണ് എപ്പോഴും. നമ്മൾ എല്ലാം ഒറ്റക്കൊണ്ടാക്കുക എന്നുള്ളതല്ല, അല്ലെങ്കിൽ എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ ശേഷം എല്ലാം ഞാൻ ഉണ്ടാക്കിയ എന്ന് പറയുന്നതിൻ്റെ അകത്തല്ല കാര്യം. അത്
ഓരോ ടീമും എനിക്ക് എന്താണ് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നതെന്നും അവരില്ലെങ്കിൽ ഈ സിനിമ എന്താണെന്നും കൃത്യമായ ബോധ്യം എനിക്കുണ്ട്. അപ്പം ഒരു ഗീവ് ആൻഡ് ടേക്ക് ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. അല്ലാണ്ട് ഓക്കെ ഇത് കംപ്ലീറ്റ് തരുൺമൂർത്തി ഒറ്റയ്ക്കിരുന്ന് ഉണ്ടാക്കിയാന്ന് ഒരിടത്തും പറയാൻ പാടില്ല എന്നുള്ളതല്ല, അങ്ങനെ അല്ല എന്നുള്ള ബോധ്യം എനിക്കുണ്ട്. കാരണം ഇതിനകത്തൊരു വിഷനുണ്ട്, അതാണ് എന്നെ സംബന്ധിച്ചത്. അപ്പോൾ ആ വിഷൻ ഒക്കെ കാരണം, ഒരു നല്ല ടീമുള്ളത് കാരണം, ഒരു നല്ല പ്രൊഡ്യൂസർ ഉള്ളത് കാരണം, അല്ലെങ്കിൽ ഒരു നല്ല ആർട്ടിസ്റ്റിൻ്റെ ഒരു സംഘമുള്ളത് കാരണം ഉണ്ടായി വന്നൊരു മാജിക്കാണ്. അപ്പോൾ അതിൻ്റെ റിസൾട്ടാണ് മോർ ദാൻ ആ തലവര ഭാഗ്യം എന്നുള്ളതിനെ അങ്ങനെ വിശേഷിപ്പിക്കാനാണ് ആഗ്രഹം. ഓക്കെ, ശരി. ഇപ്പോ ഈ ഒരു സിനിമയെ കുറിച്ച് തന്നെ പറഞ്ഞാൽ ഇതിനകത്ത് ലാലേട്ടന്റെ ഒരു ജമ്പുണ്ട്. ആ ഒരു സീൻ എല്ലാവരും ശ്രദ്ധിച്ച് എല്ലാവർക്കും ഭയങ്കര എല്ലാരും വല്ലാത്തൊരു ഫീൽ ചെയ്യിപ്പിച്ച ഒരു സീൻ തന്നെയാണത്. ആ ഒരു സീനിന്റെ പിന്നിലുള്ള കഥകൾ എന്തൊക്കെയാണ്? അല്ല, അതങ്ങനെ ഒരു ജമ്പ് നമ്മുടെ മൈൻഡിലുണ്ട്. കാരണം ആ പോലീസ് സ്റ്റേഷൻ ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ ഈ ജമ്പിന് വേണ്ടിയിട്ട്. അത് നമ്മൾ ഓൾറെഡി ആ ഗോകുലേട്ടനാണ് ആർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഗോകുലേട്ടൻ്റെ ഇടയ്ക്ക് നമ്മളൊരു പോലീസ് സ്റ്റേഷൻ്റെ ഒരു മാപ്പ് നമ്മൾ വരച്ചു കൊടുക്കും. ചേട്ടാ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ പരിപാടികൾ നടക്കാൻ പോകുന്നത്. അപ്പം അതിനകത്ത് മോർ ദാൻ ഈ ഫൈറ്റ് ഇങ്ങനെ ആയിരിക്കും. അകത്തെ റൂമിൽ നിന്ന് അടിയുണ്ടാക്കി പുറത്തേക്ക് ചാടി ഈ ഏരിയ മൊത്തം തല്ലി തകർത്ത് ഈ കോറിഡോർ വഴി വന്നിട്ട് ഇവിടെയുള്ള ചില്ലുകൾ മൊത്തം തല്ലി പൊട്ടിച്ച് അതുവഴി വലിച്ചെടുത്തുകൊണ്ട് പോകുന്നു എന്നുള്ളതാണ് നമ്മുടെ കോറിയോഗ്രാഫി പറഞ്ഞിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ചില്ല് പൊട്ടിക്കുക എന്ന് പറയുന്ന ഏരിയ ഓൾറെഡി ഡിസൈൻഡ് ആണ്. അതുകൊണ്ടാണ് അവിടെ അങ്ങനെ ഒരു ചില്ല് നമ്മൾ പ്ലേസ് ചെയ്തതും പുള്ളി ഇങ്ങനെ ചാടി പുറത്തേക്ക് വരും എന്നുള്ളതൊക്കെ ഓൾറെഡി നമ്മൾ ആ പോലീസ് സ്റ്റേഷൻ ഷൂട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ, അതായത് പോലീസ് സ്റ്റേഷൻ്റെ ഫുൾ കോറിയോഗ്രാഫി ഈ ഫൈറ്റ് അല്ലാണ്ട് തന്നെ ബാക്കിയുള്ള പോലീസ് സ്റ്റേഷൻ എപ്പിസോഡ് ഷൂട്ട് ചെയ്യണ മുമ്പേ തന്നെ ഇത് ഉറപ്പിച്ചു. അപ്പം അതുകൊണ്ട് തന്നെ അവിടെ ഇരിക്കുന്ന എല്ലാ പ്രോപ്പർട്ടീസിനും ഡ്യൂപ്പുകളുണ്ടായിരുന്നു. ചില്ലാണെങ്കിലും ലാത്തികളാണെങ്കിലും മേശകളാണെങ്കിലും ഒക്കെ. ഇത് ഇപ്പം നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ അടുത്ത സീന് പൊട്ടിക്കാനുള്ളത് അന്ന് മുതൽ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് ഇപ്പം ലാൽ സാർ ചില്ല് പൊട്ടിച്ച് ചാടുന്നു എന്നുള്ളതാണ് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ. ഫൈറ്റ് കോറിയോഗ്രാഫർ ഇപ്പം സ്റ്റൺസിൽ വരുമ്പോഴും ബിനുവിനെ എടുത്ത് പുറത്തേക്ക് എറിഞ്ഞിട്ട് അതുവഴി പുള്ളി ചാടി വരും. അപ്പം അതിൻ്റെ അകത്തൊരു പുള്ളി വന്ന് നിൽക്കുമ്പോൾ പുള്ളി ഒരു ആന വന്ന് നിൽക്കും പോലെ ഫീൽ ചെയ്യണം. അതാണ് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ. അത് ഞാൻ ഓർക്കുന്നുണ്ട്, ഞാനത് ലാൽ സാറിന് ഭയങ്കര പനി പിടിച്ച് നിൽക്കുന്ന ദിവസമാണ്. 2-3 ദിവസമായിട്ട് ലാൽ സാറിൻ്റെ ഹെൽത്ത് അത്ര ഓക്കെ അല്ല. അപ്പം അതിൻ്റെ ഒരു എന്താ പറയുക, എൻ്റെ ഒരു ഭയങ്കരമായ കുറ്റബോധം നമുക്കുണ്ട്. ഒരു പനി പിടിച്ച് വയ്യാത്തൊരു ആളെ, അതും സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള ആളെ. പക്ഷെ ലാൽ സാർ അതൊട്ടും കാണിക്കുന്നില്ല. മോനെ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിങ്ങനെ ഭയങ്കര ഹൈയിൽ തന്നെ നിൽക്കുവാണ്. അപ്പം അങ്ങനെ റോപ്പൊന്നും ഇല്ല ആ സീനിന്. സാധാരണ റോപ്പും പരിപാടികളൊക്കെ കെട്ടിയിട്ടാണ്, ഇത് റോപ്പും ഇല്ല. അപ്പം ഞാൻ ആക്ച്വലി റോപ്പ് യൂസ് ചെയ്യും എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ഐഡിയ. സാറ് അങ്ങനെ ചിലപ്പം റോപ്പ് യൂസ് ചെയ്തിട്ട് ചിലപ്പം അത് നമ്മൾ റബ്ബ് ചെയ്ത് കളയും. ഞാൻ ആ സീൻ എടുക്കാൻ നേരത്ത് സ്റ്റൺസിൽ അവർ പണുങ്ങ സാർ പറയില്ല, അവർ എവ്വളോ പണിയിருக்கு, ഇത് കണ്ടിപ്പോൾ പണുങ്ങ സാർ. ഞാൻ സേഫായിട്ട് ചെയ്യണം. എന്നാ സാർ അപ്പം സിൽവ ഒരുപാട് നാളായിട്ട് സാറുമായിട്ട് വർക്ക് ചെയ്യുന്ന സാറിന് ഒരു പൾസ് അറിയാം. അപ്പം ഞാൻ ആദ്യത്തെ ഇത് ബിനുവിനെ ബ്രേക്ക് ചെയ്ത് പുറത്തേക്ക് എറിഞ്ഞു. അപ്പം ചില്ലൊക്കെ പൊട്ടിച്ച് അവിടെ മൊത്തം ചില്ലും കാര്യങ്ങളൊക്കെ ആയി. അപ്പം അടുത്ത സാറിന് ജമ്പാണ്. അപ്പം അതിനു മുമ്പ് ഞാൻ പറഞ്ഞു അത് ക്ലീൻ ചെയ്ത് സാറ് ചാടി നിൽക്കുമ്പോൾ സാറിൻ്റെ കാലിലൊന്നും വരാൻ പാടില്ല. അപ്പം അതെല്ലാം ക്ലീൻ ചെയ്ത് ഞാൻ മോണിറ്ററിൻ്റെ ബാക്കിൽ പോയി നിന്ന് ജമ്പ് നമ്മളെന്താ ഇത് ഒന്നേ പുള്ളി ഇത് കുത്തി ചാടി പുറത്തേക്ക് വരും എന്നുള്ളതല്ലേ ഉള്ളൂ. ഇത് അതിനപ്പുറത്തേക്ക് ഒരു കൈ കൊണ്ട് കുത്തി ഒരു കാലിങ്ങനെ പൊക്കുമ്പോൾ മുണ്ടടക്കം പുള്ളിക്ക് സപ്പോർട്ട് ചെയ്യുന്നൊരു ഫീൽ ഉണ്ട്. ഇങ്ങനെ റാ പോലെ കറങ്ങുന്ന ഫീൽ. അതൊന്നും നമുക്ക് ഒരു ഡയറക്ടർക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നല്ലോ. അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു ആക്ടർക്കും അങ്ങനെ മുണ്ടൊന്നും അങ്ങനെ റാ പോലെ വരാനൊന്നും ഇതങ്ങനെയല്ല. നമ്മൾ ഫാൻറ്റം ക്യാമറ ഷൂട്ട് ചെയ്യുമ്പം എത്ര വട്ടം ഞാൻ ഷൂട്ട് ചെയ്തിട്ട് ഞാൻ റിപ്പീറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ടെന്ന് പറയാം. കാരണം കൈ കുത്തി ഒരു കാലെടുത്ത് അപ്പുറത്തേക്ക് ചാടുമ്പോൾ ഈ മുണ്ടടക്കം ഇങ്ങനെ പറന്ന് വന്ന് റാ ഷേപ്പിൽ ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ ഫ്രെയിമായിട്ട് വന്ന് ലാൽ സാർ വന്ന് ഇങ്ങനെ നിന്നതും ഷാഹിദ് ചേട്ടൻ ക്യാമറ കൊണ്ടൊരു ചാർജ് കൂടി കൊടുക്കുകയും ആ ഒരു ബ്ലോവറിൽ നിന്ന് വന്നൊരു ചെറിയ കാറ്റിൻ്റെ ഇതിൽ ലാൽ സാറിൻ്റെ മുടിയടക്കം ഇളകി ആ നിൽക്കുന്ന നിപ്പിൽ അതാണ് ഓറ. അപ്പൊ ഞാൻ ഇപ്പൊ നമ്മൾ ആക്ഷൻ വിളിച്ചിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ സാറ് ജമ്പ് ചെയ്ത് നിൽക്കുമ്പോൾ നമ്മൾ അതായത് നമ്മളൊന്ന് ഒരു ഷോട്ട് എക്സ്പെക്ട് ചെയ്തു, നമ്മളൊരു ബെഞ്ച് മാർക്ക് ഷോട്ടായിട്ട് അല്ലെങ്കിൽ നമ്മൾ തിയേറ്റർ ക്ലാപ്പിന് വേണ്ടിയിട്ടൊരു സീൻ ഉണ്ടാക്കുന്നു. ഞാൻ ലിറ്ററലി ഇത് മാർക്ക് ചെയ്തത്, ഇത് തിയേറ്ററിൽ ആളുകൾ ബ്ലാസ്റ്റ് ചെയ്യണം എന്നാണ് നമ്മൾ സിൽവയോട് പറയുന്നത്. അത് തന്നെയായിരിക്കും സിൽവ ലാൽ സാറിൻ്റെ അടുക്കലും പറഞ്ഞത്. വൺസ് ലാൽ സാർ ഇത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാനൊരു തിയേറ്റർ ബ്ലാസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നതിന് എത്രയോ 10 ഇരട്ടി മേളിൽ ലാൽ സാറെ ജമ്പ് ചെയ്തിരിക്കുന്നത്. അതാണ് ഈ ലെജൻഡറി
അതുകൊണ്ടാണ് അവരിവിടെ 10-40 വർഷമായിട്ട് ആര് ഇപ്പം ലാലേട്ടനാണെങ്കിലും മമ്മൂക്കയാണെങ്കിലും ഒരു മറ്റ് കമ്പാരിസണിനോട് നിൽക്കാത്ത രീതിയിൽ അവർ ചെയ്യുന്ന അവരുടെ ഓറ കൊണ്ടാണ്. അപ്പോൾ അവരങ്ങനെ ആ ജമ്പ് ചെയ്ത് വന്ന് നിന്നപ്പോൾ ഞാൻ എന്ത് എക്സ്പെക്ട് ചെയ്തോ അതിന് 10 ഇരട്ടി മേളിൽ തരുമ്പോൾ ഒരു ഓൾ സെറ്റ് ക്ലാപ്പ് ചെയ്തു. വാവ്, നമ്മൾ വിചാരിച്ചതിനേക്കാൾ മേളിലൊരു ഷോട്ട് കിട്ടിയെന്നുള്ള ഭയങ്കര ഒരു ക്ലാപ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ സാറ് വന്ന് ജസ്റ്റ് മോണിറ്ററിൻ്റെ ബാക്കിൽ വന്ന് എൻ്റെ തോളത്തിങ്ങനെ പിടിച്ച് നിൽക്കും. ഒരു സാർ സൂപ്പർ സാർ ഓക്കെ മോനെ എന്ന് പറഞ്ഞാൽ വളരെ ലൈറ്റായിട്ട് നടന്നു പോകും. ഇതെല്ലാം സംഭവിച്ചിരിക്കുന്നത് പനി പിടിച്ച് നിൽക്കുന്ന ഒരു മനുഷ്യനാണെന്നും കൂടി ഓർക്കുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞത് പനിയുണ്ടോ, ഡയറക്ടർ വയ്യാത്തതാണോ, ക്യാമറാമാന് വയ്യായിരുന്നോ, ആക്ടറിന് വയ്യാന്നൊന്നും പ്രേക്ഷകൻ പറയേണ്ട കാര്യമില്ല. ഇതൊക്കെ നമ്മളിപ്പം പറയുന്നതാണ്. പക്ഷേ അദ്ദേഹം നല്ല ടെമ്പറേച്ചറിലാണ് ആ ജമ്പ് ചെയ്തത്. സിംഗിൾ ഒറ്റ അതിനപ്പുറത്തേക്ക് ഇനി ടേക്ക് ഇല്ല. തരുൺ, ഇത് ഞാൻ വേറെ ഇന്റർവ്യൂസിലൊക്കെ തരുൺ പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ വീണ്ടും തരുൺ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അത് കേൾക്കുമ്പോൾ വരുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ. കാരണം നമ്മളിത് കണ്ട കാഴ്ചയാണ് പറയുന്നത്. ഞാൻ ഇങ്ങനെ അനുഭവിച്ച അനുഭവങ്ങളാണ്. അപ്പൊ ഞാൻ എൻ്റെ എല്ലാ ഇന്റർവ്യൂവിലും പറയും, ഇത് ഇയാൾ എങ്ങനെയാണ് ഇത് ഇത്രയും ക്ലിയർ. ഇത് നമ്മൾ കൺമുന്നിൽ കണ്ട, നമ്മൾ കൺമുന്നിൽ അനുഭവിച്ച, നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത കാര്യങ്ങളെ ഈ പറയണം. അതുകൊണ്ടാണ് ഇത്രയും ക്ലാരിറ്റി ഞാൻ പറയുന്നത്. സത്യം, അതുകൊണ്ട് തന്നെയായിരിക്കും ആ പറയുമ്പോൾ കേൾക്കുന്ന ആൾക്കാർക്കും അതുപോലെ ആ ഒരു ഫീൽ കിട്ടുന്നത് തന്നെ. ഇത്രയും ലാലേട്ടന്റെ ഇങ്ങനത്തെ ഒരു സ്റ്റണ്ടും കാര്യങ്ങളും ഈ ഒരു ഫൈറ്റ് സീനൊക്കെ നമ്മൾ സ്ഫടികത്തിൽ കണ്ട്, സ്ഫടികത്തിൽ എല്ലാവരും ഭയങ്കരമായിട്ട് അങ്ങ് എൻജോയ് ചെയ്തതാണ് ലാലേട്ടന്റെ ഫൈറ്റ് സീന് കാര്യം. അതിനുശേഷം ഇതേപോലെ ആ ഒരു ഫീലോട് കൂടി എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ തുടരുമെന്ന് പറഞ്ഞ സിനിമയിലൂടെയാണ് ഇത്രയധികം ആ ഒരു സീനിന്റെ ബ്യൂട്ടി ആൾക്കാർക്ക് ഇത്രയധികം. ഞാനും സുനിലും കൂടിയാണ് എൻ്റെ സ്ക്രീൻ പ്ലേ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളെ നിർബന്ധം ഇതായിരുന്നു, ഏത് ഫൈറ്റിന് മുന്നേയും ഇമോഷൻ കറക്റ്റ് ആയിരിക്കണം. അപ്പം ഞാനിപ്പം ചിലപ്പോൾ ഇത് കാണുന്ന ഒരുപാട് സ്ക്രീൻ പ്ലേ റൈറ്റ് ചെയ്യുന്ന ഒരുപാട് വെൽ വിഷേഴ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ സിനിമയിൽസ് ആയിട്ട് ആളുകൾ കാണുന്നുണ്ടായിരിക്കും. നമുക്ക് എവിടെയും ഫൈറ്റ് കൊണ്ട് പ്ലേസ് ചെയ്യാം. പക്ഷേ തിയേറ്ററിൽ ഇരിക്കുന്ന ആളുകൾ പറയണം അടികടാവനെന്ന് പറയണം. ആ മൊമെന്റിൽ വേണം നമ്മൾ അടി കൊടുക്കാൻ. ഇപ്പോൾ ഈ സ്ക്രിപ്റ്റ് നിങ്ങളൊരു എന്താ പറയുക, ഒരു പഠിക്കാനായിട്ട് ഞാൻ പറഞ്ഞത് ഭയങ്കര അതിഗംഭീരമായിട്ടുള്ള അൾട്ടിമേറ്റ് ഇതാണ് മലയാള സിനിമയുടെ സ്ക്രിപ്റ്റ് എന്നല്ല ഞാൻ പറയണത്. ജസ്റ്റ് സിനിമയിലേക്ക് എത്താൻ വേണ്ടി കൊതിക്കുന്ന ആരെങ്കിലും ഇതൊരു സ്റ്റഡി മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ ക്ലിയർ ആണ്. ഓരോ ഫൈറ്റിന് മുന്നേയും കൃത്യമായ ഇമോഷൻ ഉണ്ട്. അങ്ങനെ ഒരു ഇമോഷണൽ, ഇപ്പം ഞാൻ സ്റ്റൺ സിൽവയോടൊക്കെ സംസാരിക്കുമ്പോൾ പറയും, சார் நீங்கள் ஃபைட்டுக்கு முன்னாடி இமோஷன்ஸ் சூப்பராக பண்ணி வச்சுருக்கு. அப்போ இன்னைக்கு பிரச்சனை இல்லை சார், ഞങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കാണിക്കാം. നമുക്ക് ക്യാമറ ഇട്ട് കറക്കാം, റോപ്പിട്ട് പൊക്കാം, അല്ലെങ്കിൽ തല കുത്തി മറിയിക്കാം. ഇതൊക്കെ അഭ്യാസമേ ആവുള്ളൂ. അപ്പം ഇത് പ്രോപ്പർലി വർക്കൗട്ടായത് ഇപ്പം സുനിലിൻ്റെയും ഞാനടക്കമുള്ള എൻ്റെ ഒരു സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ടീമിൻ്റെയും ഒക്കെ കൃത്യമായ ഒരു വിഷൻ വർക്കൗട്ട് ആയതുകൊണ്ടാണ് അതിന് അത്രയേറെ ഇമ്പാക്ട്. ഇനി തരുണിന്റെ അടുത്ത് നേരിട്ടല്ല, എന്റെ വൈപാഡിൽ തന്നെയാണ് വീഡിയോയിലൂടെ ഒരാള് ഒരു എന്തോ സംസാരിക്കാനായിട്ട് എത്തിയിട്ടുണ്ട്. ഒപ്പം അദ്ദേഹത്തിന് എന്തോ ഒരു റിക്വസ്റ്റും ഉണ്ട് കേട്ടോ. ആ റിക്വസ്റ്റ് അറിയുന്ന ആളാണോന്ന് എനിക്കറിയില്ല. തരുണിന് ഒരു പക്ഷെ അറിയുമായിരിക്കാം, നോക്കാം. ഹലോ, നിന്നെ കാണാൻ ഈ ജോർജ് സാർ ഈ ഷോയില് വന്നിട്ടുണ്ടേ. നിന്റെ മുമ്പിൽ ഈ ജോർജ് സാർ ഇങ്ങനെ നിക്കുന്നുണ്ടല്ലേ. നീ ജോർജ് സാറിനെ ഇനിയും കുറെ അറിയാനുണ്ടെനിയാ. എന്തെന്നാണ് തരുൺ എന്നെ കൊണ്ട് ഇത്രയും ദുഷ്ട വർത്തമാനങ്ങൾ പറയിപ്പിച്ച ദുഷ്ടാ. ഞാൻ എന്താ പറയാ, എന്റെ ഏറ്റവും ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഫിൽം മേക്കറാണ്. ഞങ്ങളൊരു 10-80 ദിവസത്തോളം ഈ ഷൂട്ടിന്റെ ഭാഗമായി ഞാൻ തരുണിന്റെ കൂടെ ഉണ്ടായിരുന്ന പല നിമിഷങ്ങളും ഞാൻ ചെറിഷ് ചെയ്യുന്ന കാര്യമാണ് ജീവിതത്തിൽ. ഒരിക്കലും മറക്കാൻ പറ്റാത്ത ധാരാളം കാര്യങ്ങൾ ഞാനും മനസ്സിലാക്കിയ ഒരു സിനിമ കൂടെയാണിത്. അതിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഞങ്ങളുടെ സിനിമയ്ക്കപ്പുറം ഞങ്ങളുടെ ബന്ധം എന്നും ഉണ്ടാവും. അതേപോലെ ഞാൻ പെട്ടെന്ന് ഓർക്കുന്നൊരു കാര്യം, അർദ്ധരാത്രി 12 മണിക്കോ 2 മണിക്കോ ഒക്കെ എന്നെ കൊണ്ട് ശാന്തം ഈ രാത്രിയിലുള്ള പാട്ട്, അതിന്റെ സ്റ്റെപ്പ് എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ച ദുഷ്ടനാണ് 3 മണിക്ക് രാവിലെ. അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം, ഈ ഷോ നടത്തുന്നവര് പ്ലീസ് ഷോ തീർന്ന് തരുൺ പോകുന്നതിന് മുമ്പ് ഈ സ്റ്റെപ്പ് ഒന്ന് ചെയ്യിക്കണം കേട്ടോ. ഗുഡ് ലക്ക് തരുൺ, ലവ് യു. ഇദ്ദേഹത്തെ എവിടുന്ന് തപ്പിയെടുത്തു തരുൺ?
എങ്ങനെ എവിടുന്ന് ഭൂലോകത്തിൽ ഇങ്ങനെ ഒരാളെ നിങ്ങൾ തുടരുന്നുള്ളൊരു സിനിമയിലൂടെ ഞങ്ങൾക്ക് മുന്നിലേക്ക് എത്തിച്ചു തന്നത്? എങ്ങനെയാണ് ഇദ്ദേഹത്തിന് പ്ലേസ് ചെയ്ത് ആ ഒരു കഥയിൽ നിന്ന് ഇദ്ദേഹം റിക്വസ്റ്റ് കേട്ടല്ലോ, ആ ഇതെങ്ങാനും ചെയ്യിപ്പിച്ചാതെ വിട്ട പ്രകാശേട്ടൻ ഞങ്ങളെ തല്ലും. അതുകൊണ്ട് ഇതെല്ലാം ഇദ്ദേഹത്തിന്റെ ആ ഒരു കഥയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ ചെയ്യണോ അതോ അത് എങ്ങനെയാലും ചെയ്യിക്കാതെ വിട്ട പ്രകാശേട്ടൻ? ഞാൻ ഇത് പറഞ്ഞാണ്, ഞങ്ങൾ ചീത്ത വിളിക്കും പ്രകാശേട്ടൻ. പിന്നെ പറഞ്ഞിട്ടുണ്ട് ദിസ് മാൻ ഈസ് ഓസം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഇദ്ദേഹം ഒരു എന്താ പറയുക ഒരു പുതുമുഖം എന്നുള്ള രീതിയിലായിരിക്കും മിക്കവർ പറയുന്നത്. അയാളൊരു ലെജൻഡാണ്. ഈ പറയുന്ന പോലെ ഇതിൻ്റെ വാല്യൂ എന്താണെന്ന് വെച്ചാൽ ഞാൻ മുംബൈയിൽ നിന്നുള്ള പല പ്രൊഡക്ഷൻ കമ്പനികൾ ഒക്കെ നമ്മൾ വിളിക്കും. ഇപ്പം മോഹൻലാൽ സിനിമ ചെയ്യുന്നതുകൊണ്ട് തന്നെ പുതിയ സിനിമകൾക്കൊക്കെ വേണ്ടി വിളിക്കുമ്പം ഈവൻ റിലീസിന് മുന്നേ തന്നെ എനിക്ക് ഒരുപാട് കോൾസ് വന്നിരുന്നു. അപ്പം ഞാൻ ഇവരെന്നോട് ചോദിക്കും ആരാണ് ബാക്കി ആർട്ടിസ്റ്റുകൾ എന്ന് പറയുമ്പം ഞാൻ പറയും മോഹൻലാലുണ്ട്, ശോഭനയുണ്ട്, ദെൻ പ്രകാശ് വർമ്മ. വാട്ട്? ഞാൻ പ്രകാശ് വർമ്മ മാൻ. ഇവരുടെ ഒരു എക്സൈറ്റ്മെന്റ്. കാരണം പ്രകാശ് വർമ്മ എന്ന് പറയുന്നത് നമുക്ക് ചിലപ്പോൾ ഒരു സൂസു ആഡ് ചെയ്തു എന്നൊക്കെ പറയുന്നത് ഭയങ്കര നിസ്സാരവൽക്കരിച്ച ഇന്നത്തെ ജെൻസി പിള്ളേരൊക്കെ കാണുന്നത്. പക്ഷേ ലോകത്തിലെ നമ്പർ 1 ആഡ് ഫിലിം മേക്കർമാരിൽ ഒരാളാണ് ഇദ്ദേഹം. ഇദ്ദേഹം ചെയ്തിട്ടുള്ള ബ്രാൻഡുകൾ, ഇദ്ദേഹം ചെയ്തിട്ടുള്ള എന്താ പറയുക കൊളാബറേറ്റ് ചെയ്തിട്ടുള്ള നെറ്റ്ഫ്ലിക്സ് അടക്കമുള്ള ടീമുകൾക്ക് വേണ്ടിയിട്ട് ഈ മനുഷ്യൻ ചെയ്യുന്ന വർക്കുകളുടെ ക്വാളിറ്റി വെച്ച് കൊണ്ടാണ് ആ മനുഷ്യൻ പറയുന്നത് ഞാനാണ് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്യുന്നത്. വെറുതെ തള്ളുവാണ്. അപ്പം ഇനി ഞാൻ ഭയങ്കരമായിട്ട് എനിക്കൊരു അഡ്വർടൈസ്മെന്റ് ഫേം ഉണ്ട്, എലിഫന്റ് ടെയിൽസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ എൻ്റെ അസിസ്റ്റൻസും ഒക്കെയാണ് അതിൻ്റെ അത് വർക്ക് ചെയ്യുന്നത്. അപ്പം ഞാൻ അവരോട് എപ്പോഴും ഞാൻ പറഞ്ഞത് കഴിഞ്ഞൊരു 5-6 വർഷമായിട്ട് ഞാൻ അവരോട് പറഞ്ഞത് നിർവ്വാണ പോലെ ഒരു കമ്പനി ആയിട്ട് മാറുക എന്നുള്ളതാണ് എൻ്റെ വിഷൻ. അല്ലെങ്കിൽ അതേപോലത്തെ ക്വാളിറ്റിയുള്ള അഡ്വർടൈസ്മെന്റ് ചെയ്യാൻ പറ്റുക, ഇമോഷനുള്ള. നമ്മൾ ഇവിടെ കാണുന്ന അഡ്വർടൈസ്മെന്റ് എല്ലാം എന്താ, നമ്മൾ പ്രോഡക്റ്റ് കാണിക്കുന്നു പോകുന്നു. അതിനപ്പുറത്തേക്ക് ഒരു ഫിലിം മേക്കറുടെ റോൾ എന്താണ് അഡ്വർടൈസ്മെന്റിൽ എന്ന് പറയുന്നത് കാണിച്ച് ആദ്യമായിട്ട് ഇന്ത്യയിൽ കാണിച്ചു കൊടുത്ത ആളുകളിൽ ഒരാളാണ് അദ്ദേഹം. ഇമോഷൻസ് എങ്ങനെ ബിൽഡ് ചെയ്യണം, 30 സെക്കൻഡിലും 1 മിനിറ്റിലും ഒക്കെ നമുക്ക് ഒരു സിനിമ കണ്ട ഫീലിൽ തരുന്ന പരസ്യങ്ങൾ തന്ന മനുഷ്യനാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഞാൻ എപ്പോഴും ഫോളോ ചെയ്യുന്നു. ഞാൻ ഇദ്ദേഹത്തെ സിനിമയിൽ കാസ്റ്റ് ചെയ്യണ മുമ്പ് തന്നെ നിർവ്വാണയുടെ ഇൻസ്റ്റാഗ്രാമും അല്ലെ അവരുടെ ആഡ്സും ഒക്കെ നിരന്തരം എനിക്ക് നല്ല തോട്ടുകൾ ഉണ്ടാകാൻ വേണ്ടി ഞാൻ കാണുന്ന ആളാണ്. ഓക്കെ, ഒരു ആഡ് ഫിലിം മേക്കറിന്റെ രീതിയിൽ നിന്ന് നോക്കുമ്പോൾ പ്രകാശ് ചേട്ടന്റെ വർക്കുകളെല്ലാം എല്ലാം ഞാൻ ഫോളോ ചെയ്യുന്നതാണ്. എനിക്ക് പക്ഷെ പരിചയമില്ല, എനിക്ക് ഇദ്ദേഹത്തിന് മെസ്സേജ് അയച്ചിട്ടില്ല. എപ്പോഴോ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ നമ്മളെ ഇൻസ്പയർ ചെയ്യുന്ന ആളുകൾക്ക് താങ്ക് യു ഫോർ ദി ഇൻസ്പിറേഷൻ അങ്ങനെ ഒരു മെസ്സേജ് ഞാൻ പണ്ടെപ്പോഴും അയച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് പ്രകാശോടുണ്ട് എനിക്കൊരു കോണ്ടാക്റ്റും ഇല്ല. ഓക്കെ. അപ്പോൾ ഈ ജോർജ് സാർ നമ്മുടെ മനസ്സിൽ ഇപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് കൊളാബറേറ്റ് ചെയ്തിട്ട് ഒരു 1.5 വർഷമേ അല്ല 2 വർഷമേ ആയിട്ടുള്ളൂ. ഞാൻ സുനിലുമായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ജോർജ് സാറിൻ്റെ മുഖം എങ്ങൊന്നും കിട്ടുന്നില്ല. ഓഫ് കോഴ്സ് ഒരു മോഹൻലാൽ പ്രോജക്റ്റാണ് എൻ്റെ അടുക്കി വരുന്നത്. ഈവൻ ശോഭന എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വിദൂരമായ സ്വപ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും ശോഭനയെ ഒന്നും കാസ്റ്റ് ചെയ്യപ്പെടില്ല. അപ്പോൾ ഒള്ളി വിത്ത് മോഹൻലാലാണ് ചുറ്റുമുള്ള ക്യാരക്ടേഴ്സിനൊക്കെ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ബിനുവിൻ്റെ ക്യാരക്ടർ എനിക്കൊരു പേഴ്സണൽ ഇൻട്രസ്റ്റ് ബിനുവിനുള്ളതുകൊണ്ട് തന്നെ ഞാൻ ബിനു ആയിരിക്കും ബെന്നി ചെയ്യുന്നതെന്ന് ഞാൻ ഓൾറെഡി ഡിസൈഡ് ചെയ്തിരുന്നു. ബാക്കി ആരും ഡിസിഷനിലേ ഇല്ല. അപ്പോൾ ഈ ജോർജ് സാർ ജോർജ് സാർ പാളിയാൽ ഈ സിനിമയില്ല. അപ്പോൾ ജോർജ് സാറിൻ്റെ കണ്ടെത്തലുകൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പല അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. ലാൽ സാർ പ്രോജക്റ്റ് കമ്മിറ്റ് ചെയ്തു. ലാൽ സാർ കമ്മിറ്റ് ചെയ്യുന്നത് എന്താ, നെക്സ്റ്റ് മന്തിൽ ഷൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞാണ്. അപ്പോൾ നമുക്കൊരു സാർ ഞാൻ പ്രിപ്പയർ അല്ല എന്നോ ഞാൻ കാസ്റ്റിംഗ് ചെയ്തിട്ടില്ല എന്നോ നമ്മൾ പ്രിപ്പയർ ആകുക എന്നുള്ളതാണ് നമ്മുടെ ചലഞ്ച്. അപ്പോൾ അവിടെയൊക്കെയാണ് എനിക്ക് ഇപ്പം രഞ്ജിത്ത് രജപുത്ര എന്ന് പറയുന്ന ഒരു പ്രൊഡ്യൂസറിൻ്റെ വാല്യൂ ശരിക്കും പറഞ്ഞാൽ ലോകം അറിയേണ്ടത്. ശരിക്കും പറഞ്ഞാൽ എല്ലാവരും വിചാരിക്കുന്ന സിനിമ എന്ന് വെച്ചാൽ ഓക്കെ പ്രൊഡ്യൂസർ ബൈ കഴിഞ്ഞു, കാച്ചിറക്കുന്ന ആൾ അപ്പുറത്തേക്ക് പ്രൊഡ്യൂസർ എന്താണെന്ന് അറിയില്ല. ഞാൻ പ്രകാശ് വർമ്മനോട് പറയണം അതിന് മുമ്പ് ഇത് അഡ്രസ്സ് ചെയ്യണമെന്ന് തോന്നി. കാരണം ഒരു സിനിമ 40 ദിവസത്തിൽ പ്രീ പ്രൊഡക്ഷൻ ചെയ്ത് 41ാമത്തെ ദിവസത്തിൽ ഷൂട്ട് ചെയ്യാൻ പറയുമ്പോൾ ആ പ്രൊഡ്യൂസർക്ക് വേണമെങ്കിൽ പറയാം ഞാൻ ആരുടെ ഡേറ്റ് എടുത്ത് തന്നില്ലേ, ഇനി നിങ്ങൾ ചെയ്തോളൂ എന്ന് പറയുന്ന പകരമായിട്ട് ഇനി അവിടെ നിൽക്കാം. ഇവിടെ ആ ഒരു സസ്പെൻസ് നമുക്ക് അവിടെ നിൽക്കാം. രഞ്ജിത്തേട്ടന്റെ വിശേഷങ്ങളും ഇതിലൊക്കെ പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് തരുൺ മൂർത്തി, തരുൺ എന്ന് പറഞ്ഞ ഒരാളെ കാണാനായിട്ട് ഇവിടെ ഒരാൾ എത്തിയിട്ടുണ്ട്. നമുക്ക് ആരാണെന്ന് നോക്കിയാലോ? ഹലോ രമ്യ.
സർപ്രൈസ് 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 അതാണ്. ഇങ്ങനെ ഞങ്ങൾക്ക് നിങ്ങളെ സർപ്രൈസ് തരാൻ പറ്റും. എങ്ങനെ ഫർഹാൻ എന്ന് പറഞ്ഞ ഒരാള് ഈ സിനിമയിലേക്ക് എത്തി, എങ്ങനെ, എവിടുന്ന്? ഈ ഫർഹാൻ ആക്ച്വലി എന്താ പറയാ, ഡയറക്ടർ ഈ പ്രൊജക്ടിലേക്ക് എത്തുന്നതിന് മുന്നേ ഫർഹാൻ ഉണ്ടായിരുന്നോ അതോ ഇല്ല? ഓക്കെ, പറയാം. ഫർഹാൻ എനിക്ക് ഇപ്പം ഓപ്പറേഷൻ ആവ് കഴിഞ്ഞ മുതൽ ഫർഹാൻ ഇപ്പം ഒരു സിനിമ കണ്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമല്ലോ നന്നായിട്ടുണ്ട്. അങ്ങനെ എനിക്ക് ജാവ് കഴിഞ്ഞപ്പോൾ കിട്ടിയ ഒരു അപ്രീസിയേഷൻ ഫർഹാൻ എനിക്ക് ഭയങ്കരമായിട്ട് വർക്കൗട്ടായി. അപ്പോൾ എന്തെങ്കിലും എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നമുക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യാൻ പറ്റട്ടെ, ഓക്കെ ഹോപ്പ്ഫുള്ളി വർക്ക് ചെയ്യാൻ പറ്റട്ടെ എന്ന് പറഞ്ഞാൽ നമ്മളന്ന് പിന്നെ നമ്മൾ എന്താ ഇൻസ്റ്റാഗ്രാമിലെ ഫോട്ടോസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ലൈക്ക് അടിക്കും, കാണും. അതിനപ്പുറത്തേക്ക് ഒരു ബന്ധവും ഇല്ല. എനിക്ക് അറിയില്ല, അങ്ങനെ ഒരു ഫ്രീക്വൻ്റ് കോളുകളൊന്നുമില്ല. അപ്പം അങ്ങനെ നമ്മളിതിങ്ങനെ ഡിസ്കഷൻ നടന്നു. ഈ സുധീഷ് എന്ന് പറഞ്ഞ ക്യാരക്ടറുണ്ട്. അപ്പം ഒരുപാട് ഡിസ്കഷൻ നടക്കണം സുധീഷിന് വേണ്ടി ആര് ചെയ്യും, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഞാൻ പറഞ്ഞു അപ്പം എൻ്റെ മൈൻഡിൽ ഈ അതിൻ്റെ അകത്തൊരു പെർട്ടിക്കുലർ കമ്പത്തുള്ളൊരു പെർട്ടിക്കുലർ സീനിൻ്റെ അകത്തുള്ളൊരു ഒരു എലിമെൻ്റ് ഇങ്ങനെ ലാലേട്ടൻ്റെ ഒരു കൈ ഒടിക്കുന്ന ഒരു സീക്വൻസ് ഉണ്ടല്ലോ. അപ്പോൾ ആ സീക്വൻസ് എൻ്റെ മൈൻഡിൽ നിൽക്കുമ്പോൾ ഈ കണ്ണ് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അപ്പം ഞാൻ മലയാളത്തിൽ കണ്ടുള്ള ഏറ്റവും മികച്ച കണ്ണെന്ന് പറഞ്ഞാൽ ഫഹദ് ഫാസിലിൻ്റെ കണ്ണാണ്. അപ്പം ഇവൻ്റെ കണ്ണിനും ഈ പറയുന്ന പോലെ ഭയങ്കര ഭാരമുള്ള കണ്ണാണ്. അപ്പം ഞാൻ ബിനുവിനോട് പറഞ്ഞു എനിക്ക് ഫർഹാനെ കണക്ട് ചെയ്യാൻ, എനിക്ക് ഫർഹാൻ്റെ കൈൻഡ് ഓഫ് ഒരു ഐ ഉള്ളൊരു പെർഫോമറാണ് ഇത് ചെയ്യേണ്ടത്. അപ്പോൾ തന്നെ ഞാൻ രഞ്ജിത്തേട്ടനോട് പറഞ്ഞു, രഞ്ജിത്തേട്ടാ ഫർഹാൻ എങ്ങനെ ഉണ്ടാവും? അപ്പം രഞ്ജിത്തേട്ടൻ പറഞ്ഞു അവൻ കൊള്ളാം, അവൻ അങ്ങനെ എക്സ്പ്ലോർ ആയി വരുന്നല്ലേ ഉള്ളൂ. അപ്പം എക്സ്പ്ലോർ ആയി വരുന്നതുകൊണ്ട് പിന്നെ രഞ്ജിത്തേട്ടന് ഫാസിൽ സാറിനോട് ഭയങ്കരമായിട്ടൊരു ഗുരുതുല്യനായിട്ടാണ് കാണുന്നത്. അപ്പം രഞ്ജിത്തേട്ടൻ പാച്ചിക്കോട് കൊടുക്കുന്ന ഒരു വലിയ നമ്മൾ പാച്ചിക്കോട് കാണിക്കുന്ന ഒരു വലിയ റെസ്പെക്റ്റ് ആയിരിക്കും ഫർഹാനെ കാസ്റ്റ് ചെയ്താലെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഓഫ് കോഴ്സ് ഫർഹാൻ വർക്കൗട്ടാണ് എന്ന് പറഞ്ഞ് ഫർഹാന്റെ കണ്ണ് കണ്ടിട്ട് ആണ്. സൈലൻസുകളുണ്ട് ഈ പടത്ത് ഒരുപാട്. ആക്ടറിന് പെർഫോം ചെയ്യാൻ ഏറ്റവും പാട് സൈലൻസ് ആണ്. അപ്പം വെറുതെ ഡയലോഗ് പറയാൻ എല്ലാ ആക്ടേഴ്സിനും പറ്റും. അപ്പൊ അത് ഒരു സൈലൻസിൽ, നോട്ടങ്ങളിൽ, നിപ്പുകളിൽ ഒക്കെ ഒരു ഇമോഷൻ ഫീൽ ചെയ്യണമെങ്കിൽ അയാൾക്ക് നല്ല ഫീച്ചേഴ്സ് വേണം, ഇമോട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ അങ്ങനെ ദൈവം അനുഗ്രഹിച്ചു കൊടുത്തിട്ടുള്ള ഒരു കണ്ണുള്ള ഒരുത്തനാണ്. അതുകൊണ്ട് അങ്ങനെ കാസ്റ്റ് ചെയ്തു. നമ്മൾ ആക്ച്വലി ഫസ്റ്റ് കാണുന്നത് തുടരുമായിട്ട് ബന്ധപ്പെട്ടിട്ടല്ല, ടോർപീഡോയായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഞാൻ ഫഹദിന്റെ അടുക്കെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവനെ കാണുന്നത്. ഞാനപ്പോ ആ ഫ്ലാറ്റിലേക്ക് കയറി ചെന്നപ്പോഴാണ് മൈൻഡ് പോലും ചെയ്തില്ല, വന്ന് കണ്ടാ ഓക്കെ തിരിച്ചു പോയി. ഫഹദിന്റെ കണ്ണുകളിലൂടെയാണ് ഈ കണ്ണുകളിലേക്ക് എത്തിപ്പെട്ടത്. ഞാൻ എടുത്തപ്പോഴേ പറഞ്ഞായിരുന്നു അതിന്റെ കണ്ണുണ്ടെന്നേ ഉള്ളൂ, അതുപോലെ അഭിനയിക്കത്തൊന്നുമില്ല. എപ്പോഴും പറയും ഫഹദിന്റെ കണ്ണേ ഉള്ളൂ, ബാക്കിയൊന്നും നീ പ്രതീക്ഷിക്കണ്ടെന്ന് പറയാ. പക്ഷെ ഞാൻ ഏറ്റവും വലിയ സന്തോഷം വെച്ചപ്പം പടം കണ്ടു കഴിഞ്ഞിട്ട് ഫഹദും നസ്രിയയും പാച്ചിക്കൊക്കെ വിളിച്ചിരുന്നു. അപ്പൊ അവര് പറഞ്ഞത് ഭയങ്കര നന്നായിട്ട് ഫർഹാനെ യൂസ് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പൊ ആസ് ആൻ ആക്ടർ ഫഹദ് പറഞ്ഞത് ഈ വേർഡാണ്, സൈലൻസുകൾ പെർഫോം ചെയ്യാനാണ് ഒരു ആക്ടർക്ക് ഏറ്റവും പാട്, അത് അവനെ കൊണ്ട് നന്നായിട്ട് ചെയ്യിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ അത് ഞാൻ ഭയങ്കര അവനും ഹാപ്പിയാണോ അതിനകത്ത്. എന്താണ് എല്ലാവരുടെയും ഭാഗത്തുനിന്ന് കിട്ടിയിരിക്കുന്ന ആ ഒരു റെസ്പോൺസും എല്ലാവരുടെയും എന്തൊക്കെയാ? നല്ല റെസ്പോൺസ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഷാനു എന്റെ ആദ്യത്തെ പടമാണെന്ന് ഒന്ന് കാണുന്നത്. ഭീഷ്മ കണ്ടിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. ഇതിപ്പോ വാപ്പയ്ക്കും ഉമ്മയ്ക്കൊക്കെ വേണ്ടി ഒരു പ്രിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു, അങ്ങനെയാണ് അവരെല്ലാം പോയി കണ്ടത്. അപ്പൊ അത് കഴിഞ്ഞ് ഷാനു വന്നിട്ട് ഫസ്റ്റ് ടൈമാണ് എൻ്റെ ഒരു പെർഫോമൻസിനെ കുറിച്ചൊരു ഫീഡ്ബാക്ക് വരുന്നത്. ഷാനു പറഞ്ഞു നീ ആ സട്ടിലിറ്റി കറക്റ്റായിട്ട് പിടിച്ചിട്ടുണ്ട്, ത്രൂ ഔട്ട് പിടിച്ചിട്ടുണ്ട്, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഫസ്റ്റ് അപ്രിസിയേഷൻ കിട്ടിയത് ലാലേട്ടന്റെ ഡബ് കഴിഞ്ഞിട്ട് വിളിച്ചിരുന്നു. വിളിച്ചിട്ട് പറഞ്ഞു മോനെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കേട്ടപ്പോ തന്നെ ഓക്കെ ഇനി എനിക്കൊന്നും വേറെ ഒന്നും കേൾക്കണ്ട, ഒന്നും അറിയണ്ട. ആ ഒരു ധൈര്യത്തിൽ ഞാൻ തിയേറ്ററിൽ പോയത് തന്നെ. ഞാൻ ഫസ്റ്റ് ഡേക്ക് കൂടെ ചോദിക്കുമായിരുന്നു എനിക്ക് തിയേറ്ററുകാരെ ഒരു പേടിയുണ്ട്, വരണോ. അപ്പോഴാണ് അതിന് കുറച്ച് ദിവസം മുമ്പാണ് ലാലേട്ടൻ വിളിച്ചത് പറഞ്ഞത്. അപ്പൊ അത് കേട്ടപ്പോഴാണ് എനിക്ക് തിയേറ്ററിൽ പോകാനുള്ള ഒരു ധൈര്യം വന്നത്. എന്നെ ഇതുമായിട്ട് ഫസ്റ്റ് വിളിക്കുന്ന ബിനുചേട്ടനാണ്. ബിനുചേട്ടൻ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചു, നമ്പർ ചോദിച്ചു, അങ്ങനെ ബിനുചേട്ടൻ വിളിച്ചു. ബിനുചേട്ടൻ ഫസ്റ്റ് വിളിച്ച് ചോദിച്ചിട്ട് ഫർഹാനെ മീശ വെച്ചിട്ടുള്ള ഒരു ഫോട്ടോ അയച്ചു തരാമെന്ന് ചോദിച്ചു. അപ്പൊ എനിക്ക് ഈ മീശ മാത്രം വെക്കുന്ന ഭയങ്കര ദേഷ്യമാണ്. അപ്പൊ എനിക്ക് അങ്ങനത്തെ ഒരു ഫോട്ടോയേ ഇല്ല. അപ്പൊ ഞാൻ കൊറേ തപ്പി അങ്ങനെ നോക്കിയപ്പോ ഒരു ഫോട്ടോ കിട്ടി. അപ്പൊ ആ ഫോട്ടോ ആണ് അയച്ചു കൊടുത്തത്. ആ ഫോട്ടോ തന്നെയായിരുന്നു ഇനിഷ്യൽ ലുക്ക് റെഫറൻസും അത് തന്നെയായിരുന്നു. പിന്നെ കുറച്ച് ഇറക്കിയെന്നേ ഉള്ളൂ. ഡയലോഗ് കിട്ടി. ആക്ച്വലി നമ്മളുടെ ഈ പടത്തില് ഹിറ്റായ പല ഡയലോഗ്സും ഓടിവാകണ്ട ഇതൊന്നും ഷൂട്ടിലില്ല.
ഇതൊക്കെ ഡബിലിട്ട സാധനങ്ങളാ. ഡബിൽ നമുക്ക് തോന്നിയതാണ് അങ്ങനെ ചെയ്യാൻ. ഫുൾ സാധനങ്ങൾ ഡബിലിട്ടതാ. ഈ മൈത്രിയന്റെ മീശയും ഇതൊന്നും ഷൂട്ട് ചെയ്തപ്പില്ല. ഇതൊക്കെ ഡബിങ്ങിലെ ഇംപ്രൊവൈസേഷനിൽ വന്ന സാധനങ്ങളാണ്. അതേപോലെ സോഷ്യൽ മീഡിയയിൽ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്ന കുറെ വേർഡ്സും വാക്കുകളും അതൊക്കെ അതും കുറച്ചൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ ലാലേട്ടനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ ചെയ്തിരുന്നു. ഈ ജോർജ് സാറിന്റെ ഈ കൈൻഡ് ഓഫ് ഡയലോഗ് ഡെലിവറികളെല്ലാം ഡബിൽ ഉണ്ടായത്. അത് ഡബിൽ ഇപ്പം ഈ മൈത്രേയന്റെ മീശ എന്ന് പറയുന്നൊരു ഐഡിയ ഭയങ്കരമായിട്ട് വർക്കൗട്ടായി. അത് ഷൂട്ട് ചെയ്യണമെന്ന് ഇവനുണ്ട്. ഷൂട്ട് ചെയ്യുമ്പം വേറെന്തോ പറഞ്ഞു. പിന്നെ ഞാനുണ്ട് അത് പ്രകാശ് ചേട്ടൻ ഡബ് ചെയ്യുന്ന സമയത്ത് ഇവൻ ഡബ് തിയേറ്ററിൽ വന്നു. അവൻ ഞാൻ പറഞ്ഞു പ്രകാശ് ചേട്ടാ ഇവന്റെ മീശ കാണുമ്പോൾ നമ്മുടെ മൈത്രേയന്റെ മീശ പോലെ ഇല്ലേ? അടിക്കുമെന്ന് നമ്മൾ ഇടയ്ക്കുള്ള ഇങ്ങനത്തെ ഓരോ പഞ്ച് ഡയലോഗ്സ് ഇല്ലേ, അതൊക്കെയാണ് തിയേറ്ററിൽ എല്ലാവർക്കും ഭയങ്കരമായിട്ടും ഭയങ്കര അൺഎക്സ്പെക്ടഡ് ആയിട്ട് നമ്മള് അടിക്കുന്ന. ഓടിവാ കണ്ണ ചാടിവാ മണ്ണയും ഡബിൾ ഇട്ടിരിക്കണതാണ്. കറക്റ്റ് അവർ പ്ലേസ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ടായിരുന്നു. അതൊക്കെയാണ് ശരിക്കും ഭാഗ്യം എന്ന് പറയണത്. ചിലപ്പോ നമ്മൾ ചേരുമെന്ന് തോന്നിയാലും നമുക്ക് അവിടെ കയറ്റാൻ നിങ്ങൾക്ക് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല ചില സമയത്ത്. പക്ഷെ ഇത് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റി. ഇത് ഡബ് ചെയ്യണ സമയത്ത് സ്ക്രീനിൽ കണ്ടപ്പോഴേ ഈ കണ്ണിന്റെ ഭംഗി, അല്ലെങ്കിൽ പലപ്പോഴും ആ തുടക്കത്തിൽ കാറിനകത്തിരിക്കുമ്പോ പേടിക്കുന്നതും ഇതൊന്നും ഡയലോഗ്സ് ഒന്നും അങ്ങനെ പറയുന്നില്ലല്ലോ. ഫുൾ കണ്ണിലൂടെയാണ് ആ ഭയം ഞങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഇത് ഡബ് ചെയ്യുന്ന സമയത്ത് സ്ക്രീനിൽ കണ്ടപ്പോ ഫർഹാൻ എന്താ തോന്നിയത്? ഞാൻ ചോദിച്ചോണ്ടിരിക്കുന്നത് ഓക്കെ ആണോ ഓക്കെ ആണോ. എനിക്ക് അത് മിക്ക ആക്ടേഴ്സിനുള്ള കാണുമ്പോ ഒരു തൃപ്തിക്കുറവ് വരും. അപ്പൊ ഞാൻ ചോദിക്കുന്നുണ്ട് തരുണ ഓക്കെ ആണോ, ഉറപ്പാണോ? അപ്പൊ തരുണാണ് എനിക്ക് കോൺഫിഡൻസ് ഒന്നും ഓക്കെയാണ്. ഇപ്പൊ എനിക്ക് ആക്ച്വലി ഈ ക്യാരക്ടറിൽ ഏറ്റവും ഒരു ചലഞ്ച് ആയിട്ട് തോന്നിയത്, ഇനി സ്പോയിലേഴ്സ് ഒന്നും പറയാമല്ലോ, ഈ ക്യാരക്ടർ മനസ്സുകൊണ്ട് ബെൻസിന്റെ കൂടെയാണ്. പക്ഷെ അയാളുടെ ഒരു പ്രാക്ടിക്കാലിറ്റി ഒക്കെ നോക്കുമ്പോ അയാൾക്ക് ഇവരുടെ കൂടെ നിന്നേ പറ്റൂ, ഇവരെ എതിർക്കാൻ പറ്റില്ല. പക്ഷെ ഇത് കൺവേ ചെയ്യാനുള്ള ഡയലോഗ്സ് ഒന്നും ഇല്ല. അത് ഇയാളുടെ ബോഡി ലാംഗ്വേജിലും എക്സ്പ്രഷനിലും കൂടെ വേണം ഈ സാധനം കൺവേ ചെയ്യാൻ. കൺവേ ആയിട്ടുണ്ടോ? അത് ഞങ്ങള് ഡയറക്ടർ ആക്ടർ റിലേഷൻഷിപ്പ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നമ്മളിത് സ്ക്രിപ്റ്റ് ഡിസ്കസ് ചെയ്യണ മൊമെന്റിൽ ഈവൻ ഈ ഐഡിയ ഇവന്റെ തലയിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പൊ അത് ഭയങ്കര ചലഞ്ചിങ് ആണ് ഒരു ആക്ടർ പെർഫോം ചെയ്യാൻ. അതായത് ബെൻസിനെ ആണ് ഇയാൾക്ക് ഇഷ്ടം. ബെൻസ് ഇവിടെ നിന്ന് രക്ഷപ്പെടണമെന്നും ബെൻസ് ഇവരെയൊക്കെ ഇടിച്ച് കൊല്ലണമെന്നും മെന്റലി ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അയാളുടെ പ്രൊഫഷൻ വൈസ് അത് ഒരിക്കലും അയാൾ ചെയ്യാൻ പറ്റില്ല. അപ്പം ലാസ്റ്റ് മിനിറ്റിൽ ബെൻസിന്റെ അടുക്കയിൽ വന്നിട്ട് ഇത് ലോക്ക് ചെയ്യുന്ന സമയത്ത് പോലും ബെൻസെ താനിത് എന്താണ് ചെയ്യണേ എന്ന് പറയുമ്പോഴും ഇറങ്ങി പൊയ്ക്കോളൂ എന്ന് തന്നെ പറയണേ. പക്ഷെ അയാളുടെ പ്രൊഫഷൻ വൈസ് അയാൾ ഈ നീ പോകരുത്, ഇത് നിയമത്തിനെതിരാണ്, ഇത് ചെയ്യരുതെന്ന് പറയുന്നൊരു എത്തിക്കൽ വാല്യൂവും കൂടി പറയണം. അതത്ര എളുപ്പമല്ല പെർഫോം ചെയ്യാൻ. അപ്പൊ ഇവൻ ഇതിന്റെ ഇടയ്ക്കിൽ നിരന്തരമായിട്ട് പല രാത്രികളിലും ഞങ്ങളിരിക്കുന്ന പേഴ്സൺ അതെങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും? അതെനിക്ക് ഭയങ്കര നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ഒരു ആക്ടർ ആ ലെവലിൽ ചിന്തിക്കുന്നു, അപ്പൊ അതിനുവേണ്ടി അയാൾ ഒരു പ്രിപ്പറേഷൻ നടത്തുന്നു. അപ്പൊ അയാളിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഇൻപുട്ടുകൾ കിട്ടും, അതിനെ പിന്നെ നമ്മൾ ഭംഗിയാക്കിയാൽ മതി. അപ്പം അത് പിന്നെ ആ കുടുംബത്തിൽ നിന്ന് വന്നത് കൊണ്ട് അവരങ്ങനെയല്ലേ ചിന്തിക്കുള്ളൂ. പക്ഷേ തരുണമായിട്ട് വർക്ക് ചെയ്യാനും എനിക്ക് ഭയങ്കര ഫ്രീഡം തരുന്ന ഒരു ഡയറക്ടറാണ്. ഞാൻ ആദ്യമായിട്ടാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ സെറ്റിലിട്ടിട്ട് പെർഫോം ചെയ്യുന്നത്. എല്ലാ സീനിലും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉണ്ട്. എന്നുവെച്ചാൽ പടത്തില് ഉപയോഗിച്ച ബാക്ക്ഗ്രൗണ്ട് സ്കോർ അല്ല, അതിന്റെ റെഫറൻസ് വെച്ചിട്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇട്ടിട്ട് പെർഫോം ചെയ്യും. അപ്പൊ അങ്ങനത്തെ ഇതൊക്കെ ആക്ച്വലി ഒരു ആക്ടേഴ്സിനെ ഒക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും ആ ഒരു മൂഡിലേക്ക് എത്തിക്കാനും. ലാലേട്ടൻ അടക്കം അങ്ങനെ പെർഫോം ചെയ്തേക്കണേ. ഇപ്പം എല്ലാ ചെറിയ ആർട്ടിസ്റ്റ് ആണെങ്കിൽ പോലും നമ്മളൊരു ഒരു മൂഡ് സെറ്റ് ചെയ്തിട്ടായിരിക്കും ഒരു വർക്ക് ചെയ്യണേ. എല്ലാ സീനിനും ഒരു റെഫറൻസ് ഇത് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ സ്ക്രീൻ പ്ലേ ചെയ്യണ സമയം പോലെ എഴുത്തിന്റെ സമയത്തും ഒക്കെ നമ്മൾ അത് അപ്ലൈ ചെയ്യണം. അപ്പൊ നമുക്ക് നല്ല ഇമോഷണലി കുറച്ചുകൂടി ഇന്നാകാൻ പറ്റും പടത്തിലേക്ക്. ഓക്കെ. എന്നാലും ഈ ഒരു എന്താ പറയാ ആ നിസ്സഹായാവസ്ഥയുണ്ടല്ലോ, അതല്ല ത്രൂ ഔട്ട് ദ സീനിലൂടെ നമ്മൾ കാണുന്നത്. ഞാൻ വിചാരിച്ചിട്ട് ഈ ഒരു എന്താ പറയാ ക്യാരക്ടർ സംസാരിക്കുന്നില്ലല്ലോ അധികം, ഫുൾ ഇങ്ങനെ ഇമോഷനാണ്, ഇങ്ങനെ ഫുൾ എല്ലാം പറഞ്ഞു പോകുന്നത്. അപ്പൊ അവസാനത്തെ ആ നിൽക്കുന്ന നിൽപ്പിലും ഒക്കെ നമുക്കത് ശരിക്കും ഫീൽ ചെയ്യാം. വീട്ടിൽ രാത്രിക്ക് വരുന്ന സമയത്തും പിന്നെ ആ ലാലേട്ടൻ ലാസ്റ്റ് ലോക്ക് ചെയ്തിട്ട് പോകുന്ന സീനൊക്കെ ഉണ്ടല്ലോ. ആ സമയത്ത് ഇപ്പം ലാലേട്ടനായിട്ട് ഒരുമിച്ച് ഒരുപക്ഷെ നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് അല്ലാതെയൊക്കെ നല്ല പഴക്കമുണ്ട്, നല്ല പരിചയമുള്ള ആൾക്കാരാണ്. പക്ഷെ ഒരു ഷൂട്ട് ചെയ്യണു, ഇങ്ങനത്തെ ഒരു സീക്വൻസ് ചെയ്യുന്നു, ആ സമയത്ത് ലാലേട്ടൻ്റെ എഗെയിൻസ്റ്റ് ഇങ്ങനെ പറയുക, ലാലേട്ടനെ ലോക്ക് ചെയ്യുക, ലാലേട്ടനെ കൊല്ലാൻ നോക്കുന്നു, ആ സമയത്തേക്ക് അദ്ദേഹമായിട്ടുള്ള ആ ഒരു ഫീൽ അതെങ്ങനെയായിരുന്നു ഫർഹാൻ? ഇല്ല, അത് ആക്ച്വലി നമ്മൾ അത്രയൊന്നും ആലോചിക്കില്ല. ലാലേട്ടനെ ഭയങ്കര ഇഷ്ടമാണ്, അതെല്ലാം ഉണ്ട്. പക്ഷെ ലാലേട്ടൻ നമ്മൾ അങ്ങനെ കംഫർട്ട് ചെയ്ത് തരും. നീ എന്റെ മുമ്പിലാ പെർഫോം ചെയ്യുന്നുള്ള ചിന്തയൊന്നും വേണ്ട, അങ്ങനത്തെ ഒരു ഇത് തരത്തില്ല. ഒരു സ്റ്റാറിന്റെയോ ഒന്നും തരത്തില്ല.
ലാലേട്ടനായിട്ട് ഇങ്ങോട്ട് പറയും മോനെ ഇങ്ങനെ ചെയ്ത് നോക്കൂ എന്നൊക്കെ ഇങ്ങോട്ട് പറയും. പിന്നെ ഓരോ ഷോട്ടിന് മുമ്പേ ലാലേട്ടൻ വന്ന് ചോദിക്കും. ഇപ്പൊ കോമ്പിനേഷൻ സീൻ ആണെങ്കിൽ എന്നോടല്ല എല്ലാ ആക്ടേഴ്സിനോടും ചോദിക്കും എന്താണ് മോനെ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മളെന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ടാണ് ലാലേട്ടൻ ഓക്കെ ഇതൊക്കെയാണ് ഇവർ ചെയ്യാൻ പോകുന്നത്, ഇങ്ങനെയൊക്കെ ആയിരിക്കണം ഞാൻ റിയാക്ട് ചെയ്യണം. അങ്ങനെയാണ് പുള്ളിയുടെ ഒരു സ്പേസ് കൊടുക്കും ഭയങ്കരമായിട്ട്. ഓക്കെ. പിന്നെ ചില ഷോട്ടൊക്കെ കണ്ടിട്ട് നെറ്റിപ്പോയിട്ടുണ്ട്. ഇപ്പൊ ഭയങ്കര വൈറലായിട്ടൊരു സാധനം എന്റെ വിരൽ ഒടിച്ചിട്ടുള്ള ഒരു ചിരിയുണ്ട്, അത് ഭയങ്കര വൈറലായിട്ട് പോകുന്നുണ്ട്. അപ്പൊ ഏറ്റവും ക്ലോസിൽ ഇത് കണ്ടത് ഞാനാണ്. ഷൂട്ട് ചെയ്തോണ്ടിരിക്കുമ്പോ ഞാനിവിടെ ഇരിക്കുമ്പോ ഏറ്റവും ക്ലോസിൽ ഞാനാ കാണുന്നത്. ഇത് ഞാൻ കണ്ടിട്ട് അപ്പൊ ഞാനില്ല അതില്, ലാലേട്ടന്റെ ക്ലോസ് ആണ്, പക്ഷെ ഞാൻ ഉണ്ട് അവിടെ. ഞാനിത് കണ്ട് ഇങ്ങനെ ത്രില്ലടിച്ചിരിക്കുക. തരുൺ കട്ടെന്ന് പറഞ്ഞതും ഞാൻ എഴുന്നേറ്റ് ഒറ്റ ഓട്ടോ ഓടി. അപ്പോഴത്തേക്കും ലാലേട്ടൻ ചോദിച്ചു എന്ത് പറ്റി. അപ്പൊ ഞാൻ തരുണേ പ്ലേ ബാക്ക് ഒന്ന് കാണിക്കും, പ്ലേ ബാക്ക് ഓടിപ്പോയിട്ട് ഫസ്റ്റ് ഇടാ പ്ലേ ബാക്കാ. അത് കണ്ടപ്പോ തന്നെ ലൊക്കേഷൻ എല്ലാരും അത് കണ്ടിട്ട് ഇങ്ങനെ, അതും അപ്പൊ പറഞ്ഞ സാധനമല്ല, ഓൺ സ്പോട്ടിൽ പറഞ്ഞതാ. ലാലേട്ടൻ എല്ലാ ഷോട്ടിനും എന്താ സാറേ ഞാൻ ചെയ്യേണ്ടതെന്ന് ചോദിക്കും. അപ്പൊ പറഞ്ഞതാ ലാലേട്ടൻ, അല്ല തരുൺ പറഞ്ഞതാ, ലാലേട്ട ഇത് കണ്ടിട്ടൊന്ന് ആസ്വദിക്കണം, അവന്റെ പെയിൻ കണ്ടിട്ടൊന്ന് എൻജോയ് ചെയ്യണം, അതാണ് ഇപ്പൊ വേണ്ടത്. അത് നേരത്തെ പറഞ്ഞതല്ല, അപ്പം ഓൺ ദ സ്പോട്ടിൽ പറഞ്ഞ സാധനത്തിന് അപ്പൊ ഇട്ട റിയാക്ഷനാണ്. അങ്ങനത്തെ സാധനങ്ങളൊക്കെ സൂപ്പർ. ഇനി എന്തൊക്കെയാണ് ഫർഹാൻ അടുത്ത വിശേഷങ്ങൾ എന്തൊക്കെയാണ്? വേറെ ഇല്ല, ഞാൻ ഒന്നും കമ്മിറ്റ് ചെയ്തിട്ടില്ല. ഞാൻ ഇത് ഇറങ്ങിയിട്ടുമല്ലോ ഒക്കെ കമ്മിറ്റ് ചെയ്യാന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു. ഓക്കെ. അപ്പൊ സിനിമയിൽ ഇനി ഈ കണ്ണുകളുടെ മാജിക് ഇതുമായിട്ട് സിനിമയിൽ തന്നെ സജീവമായിട്ട് അറിയില്ല, സജീവമാവേണ്ട ആളാണ്. തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞ ഒരു കംപ്ലീറ്റ് ആളുകൾക്ക് ഇഷ്ടമുള്ള ഒരു ഈ സിനിമ കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് ലാലേട്ടനൊപ്പം നിന്നൊരു ക്യാരക്ടറാണ്. അപ്പൊ ആളുകൾക്ക് അതിന്റെ ഒരു സ്നേഹം നിന്നോട് ഭയങ്കരമായിട്ട് ഉണ്ടാവും. അപ്പൊ അത് ആ സ്നേഹം കൃത്യമായിട്ട് നിനക്ക് കൊണ്ടുപോകാൻ പറ്റി കഴിഞ്ഞാൽ ഭയങ്കര ബെനിഫിറ്റ് ആയിരിക്കും എന്ന് പറയാണ്ട് അവനത് ഹീറോ ആയിട്ടൊക്കെ വരും. അല്ല, വേറെ ആരെക്കാട്ടിലും നമുക്ക് അറിയേണ്ടത് പാച്ചിക്ക് അദ്ദേഹവും അമ്മയും എന്താ അവര് പാപ്പ ആക്ച്വലി ഭയങ്കര ഹാപ്പി ആയിരുന്നു പടം കണ്ടിട്ട്. ഇവരെല്ലാം വിളിച്ച് സെറ്റിൽ വന്നിരുന്നോ? ഇല്ല, സെറ്റിൽ വന്നില്ല. ഇവര് കുറെ വിളിച്ചിരുന്നു, വന്നില്ല. അപ്പൊ ഷാനുവൊക്കെ ആയിട്ട് തന്നെയാണ് പടം കണ്ടത്. അപ്പൊ കണ്ടു കഴിഞ്ഞ് ഭയങ്കര ഹാപ്പി ആയിരുന്നു, നീ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. വാപ്പയ്ക്ക് പടം ഭയങ്കര ഇഷ്ടമായി. വാപ്പയ്ക്ക് ഭയങ്കര പാടാണ് ഒരു പടം ഇഷ്ടപ്പെടാൻ ഭയങ്കര പാടാണ്. അപ്പൊ വാപ്പ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പൊ പടം എൻഡ് ചെയ്യുന്നവരെ നമുക്കൊരു പുതിയ ഇൻഫർമേഷൻസ് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പടം തീരുന്നതിന് മുമ്പ് വരെ ഒരു ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട്, എന്തിനാണ് ഇത് ചെയ്തതെന്നൊക്കെ ഇൻഫർമേഷൻ ഒക്കെ അവസാനമാണ് കിട്ടുന്നത്. അപ്പൊ അങ്ങനത്തെ പടത്തിൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പെർഫോമൻസ് നല്ല കാര്യമാണ് പറഞ്ഞത്. പിന്നെ അത് കഴിഞ്ഞ് തരുണിനെ വിളിച്ചു, രഞ്ജിത്തേട്ടനെ വിളിച്ചു, പ്രകാശ് ചേട്ടനെ വിളിച്ചു, സുനിലേട്ടനെ വിളിച്ചു, ബിനിച്ചേട്ടനെ വിളിച്ചു, എല്ലാരെയും വിളിച്ചു. അച്ഛനായിട്ട് എന്തെങ്കിലും ഒരു കറക്ഷൻ ഫർഹാന് പറഞ്ഞു തന്നോ? ഇല്ല, വാപ്പ അങ്ങനെ ഒന്നും പറഞ്ഞില്ല. സർപ്രൈസിംഗ്ലി ഒന്നും പറഞ്ഞില്ല. അപ്പൊ അത്രയും തൃപ്തിയായി അല്ലേ? ഹാപ്പി ആയിരുന്നു. ഓക്കെ. എന്തായാലും ഫർഹാൻ താങ്ക് യു സോ മച്ച് ഞങ്ങളുടെ തരുണിന്റെ ഈ ഒരു സെഗ്മെന്റിലേക്ക് എത്തിയല്ലോ. താങ്ക് യു, ഒരുപാട് സന്തോഷം. ഓക്കെ, താങ്ക് യു. രഞ്ജിത്തേട്ടന്റെ വിശേഷം. അപ്പൊ ഈ ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെ ഒരു 40 ഡേയ്സിൽ ഒരു സിനിമ തട്ടിൽ കയറാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞത് രഞ്ജിത്തേട്ടനാണ്. ഒരു ടെൻഷനും ഇല്ലാണ്ട് പ്രൊഡക്ഷൻ സൈഡിലുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ തരുണടിപ്പിച്ച് തന്നോളാം. നമ്മൾ എപ്പോഴും എല്ലാ സിനിമകളിലും പ്രൊഡ്യൂസ്ഡ് ബൈ എന്നൊരു കാർഡ് കാണുമ്പം എല്ലാവരും വിചാരിക്കുന്നത് കുറേ പൈസ ഉള്ള ഒരാൾ പൈസ ഇറക്കുന്നു അപ്പുറത്തേക്ക്. അതങ്ങനെയല്ല, അങ്ങനെ ആവരുത് പ്രൊഡ്യൂസേഴ്സ് എന്ന് തെളിയിക്കുന്ന ഒരാളാണ് ഞാൻ, ഈ രഞ്ജിത്തേട്ടൻ. അപ്പം അതിൻ്റെ ഒരു ഭയങ്കരമായ സന്തോഷവും ഭയങ്കര എന്താ പറയുക എക്സൈറ്റ്മെൻറ്റും, എനിക്ക് ഭയങ്കര കംഫർട്ടും, പുറകെ വന്നിരുന്ന് നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യലോ അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ടെൻഷനോ പ്രഷറോ തീർന്നില്ലെങ്കിൽ തീർന്നില്ല, ഏറ്റവും ബെറ്റർ ഔട്ട്പുട്ട്, പ്രൊഡക്ഷൻ ക്വാളിറ്റി, ഇതിനൊക്കെ വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരു പ്രൊഡ്യൂസർ. അപ്പം അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇപ്പം പ്രകാശ് വർമ്മയുടെ കേസിലാണെങ്കിൽ പോലും നമ്മൾ അങ്ങനെ ഒരു ഡിസിഷനോട് എത്തുമ്പോൾ പുള്ളിക്ക് സെൻസ് ചെയ്യാൻ പറ്റും. ബിക്കോസ് പുള്ളിയൊരു ഡയറക്ടറാണ്, പുള്ളി ഒരുപാട് ഷോസ് ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ആളാണ്, 35 വർഷമായിട്ട് ഈ ഇൻഡസ്ട്രിയിൽ ജയവും പരാജയവും കണ്ടു നിന്നിട്ടുള്ള ആളാണ്. അപ്പോൾ ആ മനുഷ്യന് കൃത്യമായിട്ട് തന്നെ അളക്കാൻ പറ്റി. ഓക്കെ, ഈ പ്രകാശ് വർമ്മ എന്ന് ഞാൻ പറയുകയാണ്, ചേട്ടാ എനിക്കൊരു അൺപ്രഡിക്റ്റബിൾ ആയിട്ടൊരു ആക്ടർ വേണം. ഒരു പ്രഡിക്റ്റബിൾ ആയിട്ടൊരു ആക്ടർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇൻ്റർവെൽ നിൽക്കില്ല. കാരണം അത് അയാളെ പ്രേക്ഷകന് മനസ്സിലാവരുത്, അയാൾ നല്ലവനാണോ കെട്ടവനാണോ, അയാൾ ഗ്രേ ആണോ വൈറ്റ് ആണോ ബ്ലാക്ക് ആണോ എന്നൊന്നും മനസ്സിലാകരുത്. അപ്പം അങ്ങനെ ഒരു അൺപ്രഡിക്റ്റബിലിറ്റി ഉണ്ടെങ്കിൽ ഈ സിനിമയ്ക്ക് ഭയങ്കരമായിട്ടൊരു ഇന്റർവൽ ബ്ലോക്ക് കിട്ടും എന്ന് പറഞ്ഞതിനെ കൃത്യമായിട്ട് സെൻസ് ചെയ്തു. രഞ്ജിത്തേട്ടൻ ഈ കാസ്റ്റിംഗിന്റെ കാര്യത്തിലായിക്കോട്ടെ, സീനിന്റെ കാര്യത്തിലൊക്കെ ആയിട്ട് ഇൻവോൾവ് ചെയ്യോ, അതിനകത്തൊരു ഒപ്പീനിയൻ പറയോ? നമ്മൾ ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ഞാനത് രഞ്ജിത്തേട്ടനായിട്ട് ഡിസ്കസ് ചെയ്യും. ഇപ്പം ഞാൻ ഡിസിഷൻ എടുത്തിട്ട് ഇതാണെങ്കിൽ ഡിസിഷൻ എന്ന് ഒരിക്കലും ഞാൻ പറയാറില്ല. കാരണം
ഈ സിനിമ 12 വർഷമായിട്ട് കൊണ്ടു നടന്ന ഒരാളാണ്. അതെ. അപ്പം അതുകൊണ്ട് തന്നെ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളിലും ആ മനുഷ്യന് കൃത്യമായിട്ട് ഒരു മനസ്സിൻ്റെ ഉള്ളിൽ ഇപ്പം എൻ്റെ ഡ്യൂട്ടി എന്ന് ഒന്നല്ലെങ്കിൽ ആ മനുഷ്യൻ ചിന്തിച്ച് വെച്ചിങ്ങനെ മുകളിൽ കൊടുക്കുക, അല്ലെങ്കിൽ മിനിമം ആ മനുഷ്യൻ ചിന്തിച്ചതിൻ്റെ ഒപ്പം കൊടുക്കുക. അതിന് താഴെ പോകാൻ പാടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുക. അപ്പം ഞാൻ എന്ത് ഡിസ്കഷൻ വന്നാലും ഒരു സീനിൽ ഒരു ചെറിയ മാറ്റങ്ങൾ വന്നാൽ പോലും ഞാൻ ഡിസ്കസ് ചെയ്യുന്ന 2 ആളുകൾ എന്ന് പറഞ്ഞാൽ സുനിലും രഞ്ജിത്തേട്ടനുമാണ്. കാരണം അവരാണത് 12 വർഷമായിട്ട് ഇത് മനസ്സിൽ കൊണ്ടു നടക്കുന്നത്. അപ്പൊ ഇതിന്റെ അങ്ങനെയാണെങ്കിൽ ഈ കാറിനകത്ത് പേഴ്സ് പോയത് അതിലൂടെയാണല്ലോ ലാലേട്ടൻ അറിയുന്നത് തന്നെ. അങ്ങനത്തെ ഒരു പേഴ്സിന്റെ സീക്വൻസും ഇതൊക്കെ നിങ്ങളപ്പോ ഭയങ്കരമായിട്ട് സംസാരിച്ചിട്ടുണ്ടാവും അല്ലേ? പിന്നെ ഇത് ആ സീക്വൻസ് ഒക്കെ സുനിൽ എഴുതുന്ന സമയം പോലെ തന്നെ ഞാൻ പറഞ്ഞില്ല, ഇത് സുനില് ഇതൊരു 10 വർഷം മുമ്പേ സുനിലിന്റെ ഒരു കൊടുങ്ങല്ലൂർ ഒരു ഗസ്റ്റ് ഹൗസിൽ എവിടെയോ ഇരുന്ന് ഒരു 3-4 മാസം കൊണ്ട് സുനിൽ ഇത് വർക്ക് ചെയ്തതാണ്. അത് എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ പറഞ്ഞത്തോളം അതിനെ കുറിച്ച് സംസാരിക്കാനായിട്ടും തരുണിനെ കാണാനായിട്ടും മറ്റൊരാൾ ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് അദ്ദേഹം ആരാണ്? എന്റെ ദൈവമേ, ഞാൻ ഗസ് ചെയ്തു സുനിലേട്ടനായിരിക്കും. കറക്റ്റ് ആയിട്ടും രമ്യ ഇരിക്കാം, ഇവിടെ ഇരിക്കാം. ഞങ്ങൾ ഒരുമിച്ചിരുന്നാണ് സ്ക്രിപ്റ്റ് ചെയ്യാറും എല്ലാം. ഇല്ല, അവിടെ ഇരുത്തൂല. നിങ്ങൾ ഒരുമിച്ചിരുന്ന് ചെയ്ത് തുടരും. ഇനി അതിനൊരു ബ്രേക്ക് കൊടുത്തിട്ട് അതുകൊണ്ട് നിങ്ങളെ കുറച്ച് കറക്റ്റ് സമയത്താണ് ഞാൻ കൊടുങ്ങല്ലൂർ ഗസ്റ്റ് ഹൗസിൽ നിന്ന് സ്ക്രിപ്റ്റ് എഴുതുന്ന കഥ പറഞ്ഞപ്പോൾ കറക്റ്റ് എൻട്രി. ഓഫ് കോഴ്സ് നമ്മൾ ചിന്തിക്കുമല്ലോ സുനിലേട്ടനായിരിക്കും. കറക്റ്റ് ആയിട്ട് ഗസ് ചെയ്തു കേട്ടോ. സുനിലേട്ടൻ തന്നെ ആയിരിക്കും എന്നുള്ളത്. പക്ഷെ സുനിലേട്ട ആ ഒരു സീൻ അദ്ദേഹം പറഞ്ഞു വരികയായിരുന്നു. ആ ഒരു സീൻ ഉണ്ടാക്കിയതും ഇതൊക്കെ ആ ഒരു നമുക്ക് അതിന്റെ കണ്ടിന്യൂഷനിലേക്ക് പോവാം. സുനിലേട്ടന്റെ ഭാഗത്തു നിന്ന് കേൾക്കട്ടെ. ആ പേഴ്സൺ കണ്ടുപിടിക്കുന്നത് അതിങ്ങനെ ഉണ്ടായി വരല്ലേ. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ എല്ലാരും ശ്രദ്ധിക്കുന്നതും ഇപ്പൊ എല്ലാരും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സീൻ ഉണ്ട് അത് വെച്ചിട്ട്. കാരണം ഈ പയ്യനെ ട്രൗസർ ഇട്ടിട്ടാണ് അവനെ കാറിലേക്ക് കയറ്റി കിടത്തുന്നത്. അങ്ങനെ ട്രൗസറിനുള്ളിൽ എവിടെ എങ്ങനെ വോളറ്റ് വന്നു? ആ ഒരു സാധനം ഇപ്പൊ ആൾക്കാരെ ഇങ്ങനെ ചിന്തിക്കുമല്ലോ. അപ്പൊ ആ ഒരു ഭാഗം ചേട്ടൻ അത് കഥ എഴുതിയപ്പം അത് കൃത്യമായിട്ട് അത് വലിച്ചു കൊണ്ടുപോകുന്നതും ആ സമയത്ത് എല്ലാരും കയ്യിൽ പിടിച്ചിട്ടാണ് വലിച്ചത്. യൂണിഫോം അടക്കമുള്ള എല്ലാം ഉണ്ട്. പിന്നെ സിനിമയിലെല്ലാം കൃത്യമായിട്ട് കാണിക്കണ്ടല്ലോ, എല്ലാം ഗസ്റ്റ് തീർക്കാലോ. അത് സിനിമയുടെ ഒരു പർട്ടിക്കുലർ സീനിന്റെ അകത്ത് ന്യൂസിൽ നിന്ന് പറയുന്നുണ്ട്, ചാക്കിൽ നിന്ന് കിട്ടിയ യൂണിഫോമിന്റെ പേരിൽ അന്വേഷണം പോലീസ് തുടങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഓഫ് കോഴ്സ് അതിന്റെ അകത്ത് അപ്പൊ അതങ്ങനെ ആ ലാസ്റ്റ് സിനിമയുടെ അത്രയും ക്രക്സ് ആയിട്ട് ഏരിയ പോയിക്കൊണ്ടിരിക്കുമ്പോൾ സ്പൂൺ ഫീഡ് വേണ്ട എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾ കഥ എഴുതുമ്പോഴും സ്ക്രിപ്റ്റിങ്ങിന്റെ ഓരോ ഭാഗത്തും ഇങ്ങനെയും വരാം ആൾക്കാർ മറ്റേ മറുഭാഗവും നിങ്ങൾ ചിന്തിച്ചു തന്നെയാണോ ഓരോ വരി എഴുതുമ്പോഴും? പലപ്പോഴും ചിന്തിക്കാറുണ്ട്, പലപ്പോഴും ഞാൻ ഡിസ്കസ് ചെയ്യാറുണ്ട്. ഞങ്ങളുടെ എഴുത്തിന്റെ അകത്ത് എല്ലാ സീനിലും 5 കഥാപാത്രങ്ങൾ ഉണ്ടെങ്കിൽ ഒരു കഥാപാത്രം എക്സ്ട്രാ ഉണ്ടാവാറുണ്ട്. അത് പ്രേക്ഷകനാണ്. നമ്മൾ ചിന്തിച്ചില്ലെങ്കിൽ ഇപ്പൊ 2 പേര് എഴുതുമ്പോൾ ഉള്ള ഗുണം അതാണ്. ഈ പറയുന്ന അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഗീവ് ആൻഡ് ടേക്കുകളും ചിന്തകളും അങ്ങനെ ലോജിക് ഇഷ്യൂ വരൂലേ, ഇങ്ങനെ ആ ഒരു പരിപാടി ഞങ്ങൾക്കിടയിലുണ്ട്. അപ്പം എഴുത്തിലെപ്പോഴും ഒരു 3 ക്യാരക്ടേഴ്സിന്റെ സീനാണെങ്കിൽ 4ാമതൊരാൾ ഇൻവിസിബിൾ ആയിട്ടുണ്ട്. ഇനി സുനിലേട്ടൻ്റെ അടുത്ത് ചോദിക്കട്ടെ. സുനിലേട്ടൻ 10-12 വർഷമായിട്ട് ഈ ബേബിനെ കൂടെ വെച്ചിരിക്കുകയാണ്. എത്രയോ ഉറക്കമില്ലാത്ത രാത്രികൾ, പകലുകളും എല്ലാം ഇരുന്ന് ചിന്തിച്ചെഴുതിയതാണ്. അന്നേരമൊക്കെ ഈ മനുഷ്യൻ പാലയിലൂടെ കോട്ടയം, കിടങ്ങൂർ, എറണാകുളം ഇതൊന്നും അറിയാതെ വേറൊരു ലോകത്ത് നിന്നൊരാളാണ്. പല ഡയറക്ടേഴ്സിന്റെ അടുത്ത് നിങ്ങൾ പോയിട്ട് എങ്ങനെയാണ് ഒരു 12ാമത്തെ ആളോ 10 ആണോ? ഞാൻ ഈ 12 എന്നൊക്കെ കേട്ടത് ഫേക്ക് ആണ്. 12 വർഷം ഞാൻ കേട്ടത് 12ാമത്തെ ആളെന്നാണ് കേട്ടത്. 6ഓളം പേരായിട്ട് ഭയങ്കരമായിട്ട് ഇതിനെ കുറിച്ച് ചർച്ചയൊന്നുമില്ല. ചില ആൾക്കാർ വന്നു പോയി, ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു വന്നു, അങ്ങനെയൊക്കെ തന്നെയാണ്. അല്ലാതെ തരുണ്ട പോലെ ഇരുന്ന് കണ്ടിന്യൂസ് ഞങ്ങൾ ഇത്ര കാലം ഒന്നും വർക്കൊന്നും ചെയ്തില്ല. അപ്പൊ എങ്ങനെ നിങ്ങള് ഈ സ്ക്രിപ്റ്റ് നമുക്ക് ധൈര്യമായിട്ട് ഈ ഇദ്ദേഹത്തിന് ഏൽപ്പിക്കാം എന്നുള്ളത് തോന്നിയത്? അതെന്താന്ന് വെച്ചാല് ഞാൻ തരുണിന്റെ സിനിമ ഞാൻ മുമ്പ് എന്റെ എക്സിബിഷൻ, എന്റെ ബിനാലെ സമയത്തുള്ള എക്സിബിഷൻ, ചവിട്ടുകാരെ കുറിച്ചുള്ള എക്സിബിഷൻ ഉണ്ടായിരുന്നു. അതിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ തരുണിന്റെ സൗദി വിളക്കാണ്ട്. അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട സിനിമയായിരുന്നു. അത് ഞാൻ ഒട്ടും പ്രതീക്ഷയില്ലാതെ പോയി, ഞാൻ തരുണിന്റെ അതിന് മുമ്പ് സിനിമ അന്ന് കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ ഒട്ടും പ്രതീക്ഷയില്ലാതെ പോയി കണ്ട സിനിമയാണത്. പ്രത്യേകിച്ച് വലിയ ആർട്ടിസ്റ്റുകളൊന്നുമില്ല.
എന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുത്തിയ സിനിമയാണ്. പ്രത്യേകിച്ച് അതിലെ ഭയങ്കര സീനുകൾ അല്ലെങ്കിൽ ഭയങ്കര ടച്ചിങ് ആയിട്ടുള്ള മനുഷ്യന്റെ ജീവിതം പറയുന്ന സിനിമയാണ്. ഞാൻ ഫോട്ടോഗ്രാഫിയിലൂടെ അന്വേഷിക്കുന്ന സംഭവം തന്നെയാണ് തരുൺ ആ സിനിമയിലൂടെ പറഞ്ഞത്. പ്രത്യേകിച്ച് ഈ കാലത്ത് ഇമോഷൻസ്, മനുഷ്യന്റെ ജീവിതമായിട്ട് അതിന്റെ ഇമോഷൻസിനൊന്നും അത്ര വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാത്തൊരു കാലമാണത്. എന്തുകൊണ്ടാണെന്ന് അറിയില്ല, പല സിനിമകളും നിർഭാഗ്യവശാൽ അങ്ങനെയാണ്. പക്ഷെ തരുൺ അങ്ങനെയല്ല. അപ്പൊ ഞാൻ തരുണിന്റെ കുറച്ച് ഇന്റർവ്യൂകളൊക്കെ ഞാൻ ആ സമയത്ത് എനിക്ക് ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ ഞാൻ അവരെ തെരഞ്ഞു പിടിക്കും. പിന്നെ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ അത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, പടത്തിന്റെ ഒരു സ്റ്റോറിയൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനും സുനിലേട്ടനെ പറ്റി അറിയുന്നു. അപ്പൊ ഞാൻ അങ്ങോട്ട് ഫോളോ ചെയ്തു, പുള്ളിയുടെ ഫോട്ടോഗ്രാഫ്സ് ഒക്കെ കണ്ടു. അപ്പോഴും എനിക്കറിയില്ല ഇങ്ങനെ ഒരു സ്റ്റോറി എഴുതിയിരിക്കുന്നത് ഇദ്ദേഹമാണെന്നും അറിയില്ല. പണ്ടിങ്ങനെ അനൗൺസ്മെന്റ് ചെയ്ത്, അപ്പം അത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്. അപ്പൊ ഒരു സുനിൽ ഒന്ന് കണ്ടിട്ടൊക്കെ കൊണ്ട് കേട്ടിട്ടുണ്ട്, ഇദ്ദേഹമാണെന്ന് എനിക്കറിയില്ല. അപ്പൊ അങ്ങനെ നോക്കുമ്പോ എന്റെ എക്സിബിഷൻ സ്ഥലത്തേക്ക് ആ സമയത്ത് രഞ്ജിത്തേന്റെ കോള്, നമ്മളെ പ്രൊഡ്യൂസർ, ഇങ്ങനെ തരുൺ ഈ കഥ കേട്ടു, തരുൺ ഇഷ്ടമായിട്ട്, തരുൺ സുനിലിനെ കാണാൻ വേണ്ടി വരുന്നു പറഞ്ഞു. അങ്ങനെ തരുണും തരുണിന്റെ ഫ്രണ്ട്സും അസിസ്റ്റൻസ് ആണ്. അപ്പൊ അവർ എന്നെ കാണാൻ വേണ്ടിയിട്ട് മട്ടാഞ്ചേരിയിൽ എന്റെ ഷോ നടക്കുന്ന സ്ഥലത്തേക്ക് വരും. ഞങ്ങൾ ഒരുമിച്ചിരുന്ന് സംസാരിക്കുകയും ചെയ്തു. അപ്പൊ തരുണായിട്ട് ആദ്യം കണ്ടപ്പോ സംസാരിച്ചപ്പോ പ്രത്യേകിച്ച് ആ സിനിമ എന്നെ ഇഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല തരുൺ എന്ന വ്യക്തിയെ ആ കണ്ടുമുട്ടൽ എനിക്ക് ഭയങ്കര താല്പര്യമായി. കൊടുക്കൽ വാങ്ങലുകൾ, ഇങ്ങനെ ഒരുമിച്ചിരിക്കാൻ പറ്റിയ ആള്, അല്ലെങ്കിൽ ആ സംസാരത്തിന് ഒക്കെയാണ് ഇത് ചെയ്യാൻ ഒക്കെ ആയിട്ടുള്ള ഒരാളെന്ന് എനിക്ക് തോന്നി. അതല്ല സുനിലേട്ടാ, തരുൺ ഇപ്പൊ ഇരുന്ന് തരുണിന്റെ ഈ തുടരും സിനിമയ്ക്ക് ശേഷം തരുണിന്റെ ഇന്റർവ്യൂസ് കുറെ ഞാൻ കണ്ടിട്ടുണ്ട്. അതിനകത്ത് നിന്നൊക്കെ പറഞ്ഞ് നമ്മൾ കാര്യങ്ങളെല്ലാം കേൾക്കുന്നുണ്ട്. പക്ഷെ എന്നിട്ട് ഞാൻ ഇവിടെ വീണ്ടും ചോദിക്കണം, നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ചോദിക്കുമ്പോൾ തരുൺ പറയുന്നത് കേൾക്കുമ്പോൾ എനിക്കുണ്ടല്ലോ തരുൺ നറേറ്റ് ചെയ്യുന്ന രീതിയുണ്ട്. എനിക്ക് ഫീൽ ചെയ്യാണ് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്ന പോലെ. എനിക്ക് ആ വിഷ്വലൈസ് ചെയ്യാൻ കറക്റ്റ് ആയിട്ട് എനിക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നു. എനിക്ക് ഫീൽ അടിക്കുക, കേട്ട കാര്യമാണെ പോലും ഭയങ്കര നല്ലൊരു നറേറ്റർ ആണ് ഇദ്ദേഹം. അത് പ്രകാശ് വർമ്മയാണ് ഏറ്റവും കൂടുതൽ പറയാറ്. എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ട്, അതൊരു പ്രത്യേക കഴിവ് തന്നെയാണ് അല്ലേ? കാരണം കഥ ഉണ്ടാക്കിയതും കഥ എഴുതി ഒക്കെ ആക്കിയത് ഇദ്ദേഹമാണെങ്കിലും അത് പഠിച്ച് അത് കറക്റ്റ് ആയിട്ട് കൺസീവ് ചെയ്ത് അത് മറ്റൊരാളിലേക്ക് എത്തിക്കുക. ഞങ്ങളുടെ അങ്ങനത്തെ ഒരു മൊമെന്റ് പറയുമ്പോൾ സുനിലേട്ടൻ ഓർക്കുന്നുണ്ടോന്ന് അറിയില്ല. ഞങ്ങള് ശോഭന മാമിനെ കാസ്റ്റ് ചെയ്യുന്ന മുന്നേ ഞങ്ങൾ ജ്യോതിക മാമിനെ കാസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ രണ്ടും കൂടിയാണ് മുംബൈക്ക് പോകുന്നത്. ഞങ്ങൾ രാവിലെ ഫ്ലൈറ്റിൽ കയറി ഞങ്ങൾ ഇങ്ങനെ പോയി. അപ്പം ജ്യോതികാവിന്റെ ഇടയ്ക്ക് ഒന്നല്ലെങ്കിൽ ഇംഗ്ലീഷ് പറയണം, അല്ലെങ്കിൽ തമിഴ് പറയണം. അപ്പൊ അത് നമ്മൾ പ്രിപ്പയർ അല്ലായിരുന്നു. കാരണം നമ്മൾ എല്ലാവരുടെയും മലയാളത്തിൽ പറയാറുണ്ട്. പിന്നെ ഇത്രയും ലെങ്തിൽ ഇതെങ്ങനെ ഇംഗ്ലീഷിൽ നറേറ്റ് ചെയ്യുമെന്ന് നമുക്കറിയില്ല. ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ ഫുൾ സ്റ്റോറി എങ്ങനെ. അപ്പൊ ഈ അവിടെ ചെന്നപ്പോഴത്തേക്കാണ് മനസ്സിലായത് തമിഴിൽ പറയേണ്ടി വരും. അപ്പൊ എനിക്ക് മുറിത്തമിഴൊക്കെ അറിയാവുള്ളൂ. അപ്പൊ സുനിലേട്ടൻ എന്റെ അടുത്തിരിപ്പുണ്ട്. അപ്പൊ ഞാനാണ് നറേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഞങ്ങളിങ്ങനെ ഞാൻ തമിഴിൽ എനിക്കറിയാവുന്ന മുറിത്തമിഴും നമ്മളൊക്കെ വെച്ചിട്ട് ഞാൻ പടം നറേറ്റ് ചെയ്യണം. അങ്ങനെയാണ് ഇങ്ങനെയാണ് മാം, അപ്പടി ഇരുങ്ങ ഇപ്പടി ഇരുങ്ങ, ഇമോഷൻസ് ഒക്കെ പറയുകയാണ്. എൻ്റെ ഉള്ളിലുള്ളതൊക്കെ അറിയാവുന്ന ഭാഷയിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സുനിലേട്ടൻ ഇടക്കിടങ്ങ് ഭയങ്കരമായിട്ട് സന്തോഷം കാണിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് അറിയില്ല. അപ്പം ജ്യോതിക മാമും ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയി, ഭയങ്കര വിഷ്വൽസ് കിട്ടണമെന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങളൊരു ബ്രേക്കിൽ ഇന്റർവെൽ ആയപ്പോഴത്തേക്കും ഞങ്ങൾ വാഷ്റൂമിൽ പോകുമ്പോൾ ഞാൻ സുനിലേട്ടൻ പോയപ്പോഴത്തേക്കും സുനിലേട്ടൻ നിങ്ങളാണ് ഈ സിനിമ ചെയ്യേണ്ടത്, അത് നിങ്ങൾ ഈ ഭാഷയിൽ ഈ സിനിമ നറേറ്റ് ചെയ്യുന്നുണ്ട്. അവൻ എനിക്കറിയില്ല ഞാൻ എങ്ങനെ നറേറ്റ് ചെയ്യാം. കാരണം അതെനിക്ക് ഭയങ്കര, കാരണം ഒരു റൈറ്റർ കുഞ്ഞിനെ പോലെ കൊണ്ടുവരുന്നൊരു സിനിമ ഒരു വേറൊരു ആക്ട്രസിന്റെ ഇടയ്ക്ക് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്റർവെൽ സമയം കറക്റ്റ് സ്ഥലത്താണ് ഈ സിനിമ എത്തിയിരിക്കുന്നത്, നിങ്ങൾ തന്നെയാണ് ഈ സിനിമ ചെയ്യേണ്ടത്. ഞാൻ ഭയങ്കര ഹാപ്പിയാന്ന് പറഞ്ഞാൽ അത് എനിക്ക് ഭയങ്കര ക്ലോസ് ടു തരുൺ പറയും. ഞാനായാലും അല്ലെങ്കിൽ തരുണായാലും മറ്റു പല ഡയറക്ടർ കമൽ സാറായാലും പാച്ചിക്ക അല്ലെങ്കിൽ പലരും നന്നായിട്ട് കഥ പറയും. അപ്പോ ഇത് പറയുന്ന സമയത്ത് നമുക്ക് നമ്മളെ മുഴുവനായിട്ട് അതിൽ തന്നെ ആയിരിക്കുമല്ലോ. അപ്പൊ പുതിയ ചില ഐറ്റംസ്, പുതിയ സംഭവങ്ങൾ ആ സമയത്ത് വരും. അങ്ങനെ തരും ചില സംഭവങ്ങൾ ആ സമയത്ത് ഇട്ടു. അതന്നെ അങ്ങനെയാണ് നമ്മൾ കഥ വലുതാകുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും കഥകൾ പറയുമ്പോഴാണ്. നമ്മൾ എഴുതി വെച്ചതിനൊക്കെ അപ്പുറത്ത് നമ്മൾ ഓരോ ആക്ടേഴ്സിൻ്റെയും കഥ നറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഓൺ സ്പോട്ട് ചില ഇൻപുട്ടുകൾ കിട്ടും. അപ്പം തന്നെ നമുക്ക് കൊള്ളാലോ എന്ന് തോന്നുന്നു. അപ്പം തന്നെ നമ്മൾ നമ്മുടെ എഡീസിന്റെ ഇടയ്ക്കിലേക്ക് നമ്മൾ ഇത് നോട്ട് ചെയ്ത് വെക്കുന്ന അപ്പം തന്നെ കൊടുക്കും. അങ്ങനെ കഥ എനിക്ക് തോന്നുന്നു ഈ ഫിലിം ഡയറക്റ്റ് ചെയ്യാൻ നടക്കുന്ന എല്ലാ ഡയറക്ടർ പുതിയ പിള്ളേരും പറയണത് നിങ്ങൾ കഥ നറേറ്റ് ചെയ്യണം. നിങ്ങൾ പറഞ്ഞ് ശീലിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടുള്ളൂ. ക്ലാരിറ്റി കിട്ടുമ്പോഴാണ് നിങ്ങൾക്ക് പുതിയ കണ്ടന്റുകൾ അതിൽ കിട്ടുള്ളൂ. തീർച്ചയായിട്ടും അതിൽ വലിയൊരു ഇമ്പോർട്ടന്റ് ഫാക്ടർ തന്നെയാണ് അത്. അതേപോലെ തന്നെ സുനിലേട്ടാ, ഇതിനകത്ത് അർജുനെ പ്ലേസ് ചെയ്തിരുന്നുണ്ട്. അത് ഒരു ട്വിസ്റ്റിന് വേണ്ടി തന്നെ കോൺഷ്യസ് ആയിട്ട് അങ്ങനെ ഒരു അർജുനെ അവിടെ പ്ലേസ് ചെയ്തതാണോ? ആ ഫോണിൽ വിളിച്ചോണ്ട് നിൽക്കുക, പെട്ടെന്ന് പറയുന്നത് അർജുനെയാണോ അത് നമ്മൾ മലയാളി ഓഡിയൻസ് എന്നുള്ളത് നമ്മുടെ ഓഡിയൻസിന്റെ ഒരു അതിബുദ്ധി ഉണ്ടല്ലോ. നമ്മുടെ ഓഡിയൻസിന് എപ്പോഴും ഒരു അതിബുദ്ധി ഉണ്ട്. ഇവൻ അങ്ങനെ ആയിരിക്കും. ആ അതിബുദ്ധിനെ കൃത്യമായിട്ട് ചോദ്യം ഇനി രണ്ടാമത് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഒന്നുമില്ല.
ഓക്കെ. ആദ്യത്തെ കാഴ്ചയിൽ മാത്രമേ ഉള്ളൂ അതിൻ്റെ അത് അർജുൻ അശോകനെ പറ്റിക്കാൻ. പക്ഷെ രണ്ടാമത് കണ്ടു എൻ്റെ അർജുനെ പറ്റിക്കാൻ വേണ്ടിയിട്ടല്ല, അതൊരു നോർമൽ നാട്ടുംപുറം കാഴ്ചയിൽ ആരോ കാറിൽ ചവിട്ടുന്നതിനപ്പുറത്തേക്ക് നമ്മളുടെ മലയാളികളുടെ അല്ലെങ്കിൽ സിനിമ കണ്ട് ശീലിച്ചു വന്നിരിക്കുന്ന പ്രേക്ഷകന്റെ ഒരു ബുദ്ധിയുണ്ടല്ലോ, അർജുന അശോകൻ അവിടെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതെന്തെങ്കിലും ഉണ്ടാവും. ചിലർ വിചാരിക്കും അവൻ ചുമ്മാ നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ടേക്കാണ്, ഇത് മറ്റത് തന്നെയാണെന്ന് ഞങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കും. അപ്പം അത് ആ ഒരു ചിന്ത മാത്രമേ എൻ്റെ അടുത്തുള്ളൂ. എന്റെ മോളും ഞാനിവിടെ മോളപ്പം അമ്മ അങ്ങനെ ചിന്തിച്ചൊരു വലിയ പെർസെന്റേജ് ഉണ്ട്. പക്ഷെ അപ്പം എനിക്ക് ഇടിയാതല്ല സിനിമ നമുക്കറിയാലോ, ട്വിസ്റ്റ് ആയിരിക്കുമല്ലോ, അങ്ങനെ ഒരു തോന്നി. പക്ഷെ എന്നാലും അതിന്റെ ആ ഒരു ചെറിയൊരു അപ്പിയറൻസിന് വേണ്ടിയിട്ടാണെങ്കിലും അർജുനെ നിങ്ങൾ പ്ലേസ് ചെയ്യാൻ തീരുമാനിച്ചത് അത് ആരുടെ ഒരു ഡിസിഷൻ ആയിരുന്നു? അല്ല, നമുക്ക് അവിടെ ഒരു ക്യാമിയോ വേണം എന്നുണ്ടായിരുന്നു. നമ്മൾ ഒരുപാട് ആർട്ടിസ്റ്റുകൾ വരണം എന്ന രീതിയിലൊക്കെ പ്ലാൻ ചെയ്തു. നമ്മൾ ഒരുപാട് ആർട്ടിസ്റ്റുകൾ പല ഓപ്ഷൻസും നോക്കി. ആ സമയത്ത് അർജുനാണ് എനിക്ക് അർജുനോട് ഭയങ്കര, അർജുനെ ഇപ്പൊ എല്ലാരും പറയും എന്തിനൊരു സീൻ വന്ന് അഭിനയിച്ചു, നിങ്ങളൊരു ഹീറോ മെറ്റീരിയൽ അല്ലേ, നിങ്ങൾ എന്തിനൊരു ചുമ്മാ ഒരു പാസിംഗ് സീനിൽ വന്ന് അഭിനയിച്ചു എന്നൊക്കെ ചില ട്രോളുകളും പരിപാടികളൊക്കെ ഞാൻ കാണുന്നുണ്ട്. പക്ഷെ അവിടെയൊക്കെയാണ് നമ്മൾ ഒരു ആർട്ടിസ്റ്റിനെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ മനസ്സിലാക്കേണ്ടത്, അർജുനെ കൃത്യമായിട്ട് അടയാളപ്പെടുത്തേണ്ടത്. അർജുൻ ഇപ്പോഴും ഉണ്ട്. ആ സെറ്റിൽ വരുന്ന സമയത്ത് ശാന്തമി രാത്രിയിൽ ചെയ്യണം ഓടിപ്പിടിച്ചാൽ വന്നത്. ഓടിപ്പിടിച്ചത് ഭയങ്കര നെർവസ്ഡായിരുന്നു. കാരണം അവനൊരു ലാലേട്ടനൊപ്പം ഒരു കോമ്പിനേഷൻ സീൻ ചെയ്യാൻ പോകുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റും. അപ്പം അന്ന് അവൻ വന്നപ്പം പറഞ്ഞു, എന്നോട് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, ഹരിശ്രേഷവൻ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്, എത്ര സിനിമ നീ മലയാള സിനിമയിൽ ചെയ്താലും നിനക്കൊരു സീനെങ്കിലും ഒരു സീൻ മോഹൻലാലിനൊപ്പം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നീ വേസ്റ്റ് ആണത്. കാരണം അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിന്റെ ലൈഫോ നിന്റെ ആക്ടിങ് കരിയറോ പൂർണ്ണമാവില്ല. അപ്പം നീ ലാലേട്ടനൊപ്പം എവിടെയെങ്കിലും എങ്ങനെയെങ്കിലും ഒരു കൂട്ടുകാരനായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ വേഷത്തിനാണെങ്കിലും വിളിച്ചാൽ പോലും നീ അത് പോയി ചെയ്തേക്കണമേ എന്ന് പണ്ടെപ്പോഴോ പറഞ്ഞത് അവൻ്റെ തലയിൽ കിടന്നുകൊണ്ടാണ് ഇങ്ങനെ ഒരു കോള് വന്നപ്പോഴത്തേക്ക് അവൻ അതിൻ്റെ ഒരു പൈസയോ കാര്യങ്ങളോ ഒന്നും നോക്കിയിട്ടൊന്നുമല്ല, ഇപ്പം എൻ്റെ പടമൊന്നും നോക്കിയിട്ടില്ല, അവന് ലാലേട്ടനൊപ്പം ഒരു സ്ക്രീൻ സ്പേസ് കിട്ടാൻ വേണ്ടിയുള്ള ഒരു നടൻ്റെ കൊതിയിലാണ് അവനത് വന്ന് ചെയ്തത്. അപ്പൊ അത് ആ ത്രൂ ഔട്ട് ചെയ്യുന്ന സമയത്തും ഒക്കെ എൻ്റെ എക്സൈറ്റ്മെന്റ്. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം അശോകൻ ചേട്ടൻ എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അർജുൻ വന്നത് അതുകൊണ്ടാണ്. ഒരുപാട് പേര് ഞാൻ 2-3 എന്താ പറയാ ഇൻസ്റ്റാ റീലൊക്കെ കണ്ടു, ഇങ്ങനൊരു ഇത്രയും ഹീറോ ആയിട്ട് ചെയ്യുന്ന ഒരാൾ എന്തിനു പോയി ഒരു ചെയ്തു. പക്ഷെ അത് അവനെ സംബന്ധിച്ചോളം പേഴ്സണലാണ്, ഞങ്ങളെ സംബന്ധിച്ചോളം പേഴ്സണലാണ്. അത് തരുണിന്റെ ഒരു ചോയ്സ് ആയിരുന്നു. അവിടെ ഒരു ക്യാമിയോ വേണം എന്നുള്ളത്. അപ്പൊ ആ സമയത്ത് അർജുനാണ് നമുക്ക് അവൈലബിൾ ആയത്. അപ്പൊ പിന്നെ ഓഫ് കോഴ്സ് അർജുൻ ഒരു ബാഡ് ഓപ്ഷൻ അല്ല അർജുനിലേക്ക് പോകാൻ. അങ്ങനെ ഓക്കെ. സുനിലേട്ടൻ ഇത്ര വർഷമായിട്ട് പൊന്നുപോലെ വെച്ച് ആ ബേബിനെ വളരെ അതിനെക്കാട്ടിലും ഭംഗിയായിട്ട് അദ്ദേഹം കൈകാര്യം ചെയ്ത് ഇന്ന് ഈ എന്തായാലും അദ്ദേഹം പറയായിരുന്നു ഇന്റർനാഷണൽ ലെവലിൽ ഇങ്ങനെ അപ്രീസിയേഷൻ കിട്ടുകയാണ്. സുനിലേട്ടൻ ശരിക്കും ഹാപ്പി അല്ലേ? വളരെ ഹാപ്പിയാണ്. വിചാരിച്ചതിനെക്കാട്ടിലേറെ അദ്ദേഹം ആ പൊന്നുകുട്ടീനെ നോക്കി. തീർച്ചയായിട്ടും അത് എനിക്ക് തോന്നുന്നു. ഞാൻ തരുണോട് പലവട്ടം ഷൂട്ട് ചെയ്യുമ്പോഴും പറഞ്ഞു, ആ സമയത്തും പറഞ്ഞു, പലവട്ടം ഞാനൊക്കെ ആലോചിച്ചതിനേക്കാൾ മേലേക്ക് തരുണ അതിന്റെ പല ലെയറുകൾ കൊണ്ടുപോയിട്ടുണ്ട്. ഒരു നല്ല ഡയറക്ടർ എന്നുള്ള രീതിയിൽ എന്നെയൊക്കെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. എനിക്ക് അതിൻ്റെ അകത്ത് തരുണായിട്ടുള്ള ഈ സമയങ്ങളിൽ എനിക്ക് തരുണെന്ന് പറഞ്ഞാൽ പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. അത് അപ്പൊ അടുത്ത സ്ക്രിപ്റ്റിംഗ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇതേപോലെ കയ്യിൽ ഓൾറെഡി സ്റ്റോക്കിലുണ്ടോ? അല്ല, അങ്ങനെ ചർച്ചകളുണ്ട്. ചർച്ചകളുണ്ട്. ഭയങ്കര ലൈഫുള്ള സ്റ്റോറി ടെല്ലറാണ് പറയുന്ന പോലെ. ഞാൻ പറഞ്ഞ ഈ സിനിമയുടെ ഇപ്പം കൊടുങ്ങല്ലൂർകാരനാണ്, പക്കാ കൊടുങ്ങല്ലൂർകാരനാണ്, നാട്ടുമ്പുറംകാരനാണ്. അപ്പം ഈ പറയുന്ന പുള്ളി പണ്ടെപ്പോഴോ ഒരു പോലീസ് സ്റ്റേഷന്റെ വാതിക്കെ കൂടി ബസ്സിലോ അങ്ങനെ നടന്നു പോകുന്ന വഴിക്ക് ഒരാൾ ഒരു മതിലുമേൽ ചാരി നിന്ന് പോലീസ് സ്റ്റേഷനിലുള്ള യാർഡിലേക്ക് നോക്കി നിൽക്കുന്ന ഒരു കാഴ്ചയുടെ മുൻപും പിൻപും ഇയാൾ ആലോചിച്ചെടുത്താണ് ഈ സിനിമ. അത് അയാൾ ഫോട്ടോഗ്രാഫർ ആയതുകൊണ്ടാണോ സംഭവിച്ചത്? അയാൾക്ക് ഒരു ഫോട്ടോഗ്രാഫിക് ക്ലിക്ക് കിട്ടി, ഒരു പോലീസ് സ്റ്റേഷനിൽ യാർഡിലോട്ട് നോക്കി നിൽക്കുന്ന ഒരു മനുഷ്യൻ. അയാളുടെ കഥ എന്താ, എന്തിനായിരിക്കും അയാൾ നോക്കി നിൽക്കുന്നത്, അയാൾ എന്തായിരിക്കും നോക്കി നിൽക്കുന്നത്, അയാൾ ആരായിരിക്കും, എന്തായിരിക്കും എന്നൊക്കെ പറയുന്ന പുള്ളിയുടെ ഭാവനകളാണ് ഈ സിനിമ. ഇപ്പൊ ഞാൻ എപ്പോഴും എനിക്കൊരു സിനിമ ചെയ്യണമെങ്കിൽ എനിക്കത് ബിലീവബിൾ ആണ്. ഞാൻ വേറെ ഇന്റർവ്യൂലൊക്കെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് വിശ്വസിക്കാൻ പറ്റണം ഇങ്ങനെ ഒരു സിനിമ സംഭവിക്കും എന്ന്. ഇപ്പൊ ജാവ ആണെങ്കിൽ അതിൻ്റെ അകത്ത് നടന്ന കാര്യങ്ങൾ നടന്നിട്ടുള്ളത് കൊണ്ട് എനിക്കറിയാം, ഓക്കെ ഇത് പ്രേക്ഷകനോട് പറയുന്നതിന് എനിക്ക് പ്രശ്നങ്ങളില്ല. ഇപ്പൊ സൗദി ആണെങ്കിൽ അതൊരു പത്രവാർത്ത ആയതുകൊണ്ട് അത് നടക്കുമെന്ന് എനിക്കറിയാം. ഇത് എനിക്കൊരു പുതിയ അനുഭവമാണല്ലോ, ഒരു പുതിയ റൈറ്ററിന്റെ അല്ലെങ്കിൽ കൂടെ വർക്ക് ചെയ്യേണ്ടി വരിക എന്ന് പറഞ്ഞ ഒരു പുതിയ. അപ്പം ഞാൻ സുനിലേട്ടനോട് ചോദിച്ചു, സുനിലേട്ട എന്തുകൊണ്ടാണ് ഈ സിനിമ ഉണ്ടായത്? അപ്പൊ എനിക്ക് വിശ്വസിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സിനിമ സംഭവിക്കും, ഇത് എനിക്ക് ഈ ക്യാരക്ടേഴ്സൊക്കെ ബിലീവ് ആകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. അന്നാണ് എൻ്റെ അടുത്ത് ഈ കഥ പറയണത്.
ഞാൻ കൊടുങ്ങല്ലൂർ കണ്ട ഒരു കാഴ്ചയിൽ നിന്നാണ്. ഓക്കെ. അപ്പൊ എനിക്ക് കൊടുങ്ങല്ലൂർ അങ്ങനെ ഒരു മനുഷ്യൻ പോലീസിന്റെ സ്റ്റേഷന്റെ യാർഡിലോട്ട് നോക്കി നിന്നിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യന്റെ കഥ ഇതായിരിക്കുമെന്ന് ഞാൻ ബിലീവ് ചെയ്തു. അതെന്നെ ഇദ്ദേഹം ബിലീവ് ചെയ്യിച്ചു. അതുകൊണ്ടാണ് നമുക്ക് ആ സിനിമ ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് ഈ പറയുന്ന ലെയറുകളും ഒക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നത്. ഞാനന്ന് എന്റെ ഫസ്റ്റ് സ്ക്രിപ്റ്റ്, എന്റെ ഫസ്റ്റ് ഡ്രാഫ്റ്റിൽ ഇല്ലാത്തൊരു സീൻ തരുൺ ആഡ് ചെയ്യുകയും ചെയ്തു. അതായത് ഈ കൊടുങ്ങല്ലൂർ സ്റ്റേഷന്റെ വാതിക്കൽ നോക്കി നിൽക്കുന്ന സീൻ സ്ക്രിപ്റ്റിനകത്ത് ഇല്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഈ സീൻ നമുക്ക് ഷൂട്ട് ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മളിപ്പോ ട്രെയിലറിലൊക്കെ കാണുന്ന മണിയമ്പിള്ള രാജൻ. എന്നാലും അവൻ നമ്മളോട് ഇത് ചെയ്തല്ലോ എന്ന് പറയുമ്പം, ഞാൻ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞ ലാലേട്ടൻ്റെ ഒരു ഡയലോഗ് ഉണ്ട്. അത് ആക്ച്വലി സുനിലേട്ടൻ കണ്ട കാഴ്ചയുടെ ഞങ്ങളുടെ എക്സാജറേറ്റഡ് വേർഷനാണ്. അതേപോലെ തന്നെ ഈ സിനിമയില് തുടക്കത്തിൽ കാണിക്കുന്ന ആനകൾ കിടക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതൊരു ഇത് പറയുന്ന പോലെ ഒരു ഫോട്ടോഗ്രാഫിക് ആ ഒരു വ്യൂവിൽ ചിന്തിച്ചിട്ടാണോ? അല്ല, എന്നോട് പലരും ചോദിക്കാറുണ്ട്. പക്ഷെ അത് തരുണായിട്ടുള്ള ഡിസ്കഷനിൽ വന്നിട്ടുള്ള സംഭവമാണ്. അത് എന്റെ ഒരു ഫോട്ടോഗ്രാഫി, സത്യം പറഞ്ഞാൽ ഞാനൊരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ കാട്, പ്രകൃതി, അതല്ല എന്റെ സബ്ജക്ട്. എപ്പോഴും ആളുകളാണ്. എന്തുകൊണ്ട് അങ്ങനെ? അത് ഞങ്ങൾ ഡിസ്കഷനിൽ തരുണ്ട സജഷനാണ്. എനിക്ക് ആന എന്ന് പറയുന്നതിന് മോഹൻലാൽ ആസ് ആൻ എലിഫന്റ് എന്നുള്ളത്, അതാണ് എനിക്ക് ഈ സിനിമയുടെ ആദ്യത്തെ എൻ്റെ. ഇപ്പം സുനിലേട്ടൻ അതൊരു സാധാരണക്കാരൻ എന്ന് പറഞ്ഞാലും എനിക്ക് ഈ സിനിമയിൽ എവിടെയോ മോഹൻലാൽ ഒരു ആനയാണ് എന്നാണ് എനിക്ക് തോന്നിയത്. നമ്മൾ അല്ലെങ്കിൽ ലാലേട്ടൻ ചെയ്യാൻ വന്ന ക്യാരക്ടർ ഒരു ആനയാണ്, ഒരു ഒറ്റക്കൊമ്പനാണെന്നുള്ളതാണ് എനിക്ക് കിട്ടിയൊരു റെഫറൻസ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ശബരിമലയിൽ പോലത്തെ ഇൻട്രോ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നു. അപ്പം ശബരിമല ഭാഗത്ത് കാടുകളിലൊക്കെ ഒരു ആനക്കൂട്ടം ഉണ്ടാവൂലേ എന്നൊക്കെ പറയുന്ന ഞങ്ങളുടെ ഡിസ്കഷനിൽ നിന്നാണ് ഈ ഒരു ആനയും ആനക്കൂട്ടവും കിടന്നുറങ്ങിയാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. അപ്പൊ അങ്ങനെ ഒരു ഫേമസ് ഫോട്ടോഗ്രാഫ് ഉണ്ട്. അപ്പൊ ആ ഫോട്ടോഗ്രാഫ്സ് വെച്ചിട്ട് ഞങ്ങൾ അതിന് ഒരു CG സപ്പോർട്ടോട് കൂടി ആനക്കൂട്ടത്തെ ഉണ്ടാക്കി. അപ്പൊ അത് ഞാൻ പറഞ്ഞ അത് വേണമെങ്കിൽ അത് അവോയ്ഡ് ചെയ്ത് കളയാവുന്ന ഒരു സീനാണ്. പക്ഷെ അങ്ങനെയുള്ള സീനുകളുടെ കൂടിച്ചേരലും കൂടിയാണ് ഈ സിനിമയെ കുറച്ച് സ്പെഷ്യൽ ആക്കുന്നത്. ഓക്കെ. അതേപോലെ ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു കൂട്ടം ആൾക്കാർക്ക് പെട്ടെന്ന് ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ദൃശ്യം ഓർമ്മ വന്നു, കുറെ പേർക്ക് ഒപ്പം, ചിലർക്ക് ഭ്രമരം, അങ്ങനെ ലാലേട്ടന്റെ തന്നെ പല സിനിമകളും ഇതില്. അതപ്പോ ഈ എഴുതിപ്പോയപ്പോഴോ നിങ്ങളുടെ ഇടയിലോ ആൾക്കാർക്ക് ഇങ്ങനെ ഒരു തോന്നലുണ്ടാവും എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെയൊന്നും ചർച്ച ചെയ്തില്ല. അങ്ങനെയുള്ള ഭയം, ദൃശ്യം കമ്പാരിസൺ വരുമോ എന്നുള്ളൊരു ഭയം. പോലീസ് സ്റ്റേഷനിലെ കുട്ടികള് കുട്ടീനെ അമ്മേനെയൊക്കെ പറയുന്ന സമയത്ത് ഒരു ദൃശ്യം കമ്പാരിസൺ വരുമോ എന്നുള്ളൊരു ഭയം സുനിലിനും എനിക്കും അത് പലവട്ടം നമ്മൾ മേക്ക് ചെയ്യുമ്പോൾ പോലും അത് അങ്ങനെ ആവരുത് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആവാതിരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതെ, കാരണം ഈ ചാക്കില് കെട്ടുക, പോലീസ് സ്റ്റേഷൻ, ഇതൊക്കെ കൂടെ വന്നപ്പോഴേ അപ്പൊ നിങ്ങൾ അതിനു വേണ്ടിയിട്ട് ആവാതിരിക്കാനായിട്ട് തിരുത്തലുകൾ പലതവണ ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ദൃശ്യം അതിൻ്റെ അത് ഒരു ഹസ്ബൻഡ്, വൈഫ്, 2 മക്കൾ, ഒരു കുടുംബം. ആ കുടുംബത്തിലേക്ക് ഒരു ഇഷ്യൂ ഉണ്ടാവുന്നു, ആ ഇഷ്യൂ സോർട്ട് ചെയ്യുന്നു. അല്ലെങ്കിൽ അതാണ് അത് വെച്ച് നോക്കുവാണെങ്കിൽ ഇത് രണ്ടും ദൃശ്യവും തുടരും ഒക്കെ സെയിം ആണ്. പക്ഷെ ദൃശ്യം ഒരു മിസ്റ്ററി ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്. ഇതൊരു ഫാമിലി റിവഞ്ച് ഡ്രാമയാണ്. ഫൈറ്റും കാര്യങ്ങളൊക്കെ പക്കാ കൊമേഴ്ഷ്യൽ എലിമെന്റുകൾ വന്ന് ചേരുന്ന ഒരു രണ്ടിന്റെയും ജോണർ വൈസ് ആനയും ആടും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. പക്ഷെ ഈ കുടുംബവും ഒറ്റ വരിയിൽ പറയുവാണെങ്കിൽ രണ്ടും സെയിം കഥയാണ്. പല പല കോമൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വന്നപ്പോൾ പെട്ടെന്ന് അതൊരു ഓർമ്മപ്പെടുത്തൽ പോലെ അത് വന്നു എന്ന് മാത്രം. എന്തായാലും സുനിലേട്ട ഇത്രയും നല്ലൊരു ബ്യൂട്ടിഫുൾ സ്ക്രിപ്റ്റ് ചെയ്ത് ഇങ്ങനെ ഒന്ന് എത്തിച്ചു തന്നതിന് ഒരുപാട് സന്തോഷമുണ്ട്, ഒരുപാട് നന്ദിയുണ്ട്. ആൻഡ് ഇങ്ങനെ ഈ ഒരു തരുൺ മൂർത്തിയുടെ ഈ ഒരു ഷോയിലേക്കും ഞങ്ങൾ വിളിച്ചപ്പോൾ എത്തിയതിലും ഒരുപാട് സന്തോഷം. താങ്ക് യു സുനിലേട്ട. ഒരു ഫോട്ടോ എടുക്കാം. നിങ്ങൾ ഒരുമിച്ചൊക്കെ ഫോട്ടോ പലതും എടുത്തിട്ടുണ്ടാവും, പക്ഷെ ഞങ്ങളുടെ ആൽബത്തിലേക്കും കൂടെ വേണ്ടിയിട്ട് ഒരു ഫോട്ടോ. ഇപ്പൊ ഈ പറഞ്ഞ സീനുകളൊക്കെ പറഞ്ഞു വെച്ച് ചോദിക്കട്ടെ, ലാലേട്ടൻ കരയണ ഒരു സീനുണ്ട്. ലാലേട്ടൻ കരഞ്ഞ അത് തരുൺ അറിയാം, നമ്മൾ മലയാളികൾക്ക് നമ്മുടെ അറിയാതെ ഞാനൊക്കെ ഇരുന്ന് കരഞ്ഞിട്ടുണ്ട്. നമുക്കത് എങ്ങനെയോ നമുക്കത് ടച്ച് ചെയ്യും. അപ്പൊ ഇത് സ്ക്രീനിൽ കണ്ടത് മോണിറ്ററിൽ കാണുമ്പോഴേ തരുണിന് അത് എത്രത്തോളാണ് ഒരു ക്യാപ്റ്റന് ഒരു ഇത് കാണുമ്പോൾ ആ ഒരു ഫീൽ, ഫാൻ ബോയ്, ഇതെല്ലാം ആണല്ലോ നിങ്ങള്. ഞാൻ നേരത്തെ ക്യൂവിൻ്റെ ഒരു ഇന്റർവ്യൂവിൽ ഞാൻ പറയാൻ പാടില്ലായിരുന്നത്, പക്ഷെ എൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് പുറത്ത് ഞാൻ അറിയാണ്ട് പറഞ്ഞു പോയി. ഞാനൊരു സീനിൽ കട്ട് വിളിക്കാൻ കൺഫ്യൂസ്ഡ് ആയിപ്പോയി എന്ന് പറഞ്ഞു. അപ്പം നോർമലി ഒരു സിനിമ ഇറങ്ങുന്നതിന് മുന്നേ അങ്ങനത്തെ പരാമർശങ്ങൾ ഏറി കയറാനാണ്, അല്ലെങ്കിൽ അങ്ങനെ പറയാൻ പാടില്ല ഞാൻ. കാരണം എൻ്റെ പ്രൊമോഷൻ സമയത്തൊക്കെ ഞാൻ വളരെ അത്രയും കൺസേൺഡ് ആയിരുന്നു, നമ്മുടെ വായിൽ നിന്നൊന്നും വീഴാൻ പാടില്ല. പക്ഷെ എൻ്റെ കയ്യിൽ നിന്ന് പോയ ഒരു വിശേഷണമായിരുന്നു ആക്ച്വലി ആ സീനാണിത്. കട്ട് വിളിക്കാൻ അല്ലെങ്കിൽ ഈ പറയുന്ന കൺഫ്യൂസ്ഡ് ആയി പോയി എന്ന് പറയുന്ന ഒരു സീക്വൻസ് ആണിത്. അപ്പം ഞാൻ ലാലേട്ടൻ്റെ അടുക്കൽ സീൻ ഡിസ്ക്രിപ്ഷൻ ഭയങ്കര എളുപ്പമാണ്. ഈ സീൻ പറഞ്ഞപ്പോൾ ഞാൻ ആകെ പോയി പറഞ്ഞത് ലാലേട്ടൻ അവിടെ വന്ന് നിന്നു, നനഞ്ഞ്
മറ്റേ നേരെ വന്ന ഉടനെ തന്നെ ഷവർ ഓണാക്കി കുളിക്കുകയാണ്. അതിൻ്റെ അടിയിലേക്ക് വന്ന് നിന്നിട്ട് പുള്ളി മൊത്തത്തിൽ അങ്ങോട്ട് നനഞ്ഞിട്ടാണ് പിന്നെ ആ സീൻ ചെയ്യാൻ പറ്റുന്നത്. ഞാൻ അതിൻ്റെ ആകെ പറഞ്ഞ എൻ്റെ ഡിസ്കഷൻ വളരെ ചെറുതായിരുന്നു. ചേട്ടാ മുഖം പൊത്താതെ കരയണം, ഒരു മുഖം മറച്ചുകൊണ്ട് ഒരിക്കലും കരയരുത്. എനിക്ക് ആ കരച്ചിൽ ലാലേട്ടൻ്റെ കണ്ണിൽ നിന്നുള്ള എല്ലാ ഇമോഷൻസും ക്യാപ്ചർ ചെയ്യാൻ പറ്റണം. പിന്നെ ഏറ്റവും വൾഗറായിട്ട് കരഞ്ഞാലും കുഴപ്പമില്ല. അതിൻ്റെ അപ്പം വായിൽ നിന്ന് ഉമ്മിനീര് പുറത്തേക്ക് വന്നാലോ അല്ലെങ്കിൽ മൂക്കിനീര് പുറത്തേക്ക് വന്നാലോ ഒന്നും നോക്കണ്ട. ഗീവ് ദ റോ കൈൻഡ് ഓഫ് പെർഫോമൻസ് എന്നാണ് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തത്. പിന്നെ പറഞ്ഞൊരു പോയിന്റ് കൊളാപ്സ് എന്നാണ് പറഞ്ഞത്. അപ്പം ഓക്കെ, ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ കഴിഞ്ഞു, ഞാൻ അവിടെ പോകുന്നു. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ മ്യൂസിക് പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വരത്തനിലെ ഒരു മ്യൂസിക്കാണ് അന്നേരം പ്ലേ ചെയ്തത്. അപ്പം ഞാൻ ഇത് ഏത് സിനിമയിലെ മ്യൂസിക്കാ മോനെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വരത്തനിലെ ഫഹദ് ചെയ്ത വരത്തനല്ലേ. ഞാൻ പറഞ്ഞു അതെ അതെ. അപ്പോൾ ആ മ്യൂസിക് ഉറക്കെ പ്ലേ ചെയ്യുന്നുണ്ട്. അത് ആ റൂം ഈ പറഞ്ഞ ബാത്റൂമിൽ മൊത്തം ഭയങ്കരമായിട്ട് കേൾക്കാം. അപ്പം ഞാൻ ഓൾറെഡി സ്റ്റില്ല് ചെയ്യാൻ വന്ന ആൾക്കാരെയും മേക്കിംഗ് ചെയ്യാൻ വന്ന ആൾക്കാരൊക്കെ പുറത്തേക്ക് ഇറക്കി. കാരണം ഒരു കുറച്ച് ആക്ടറിന് കുറച്ചും കൂടി ഫ്രീഡം കൊടുക്കേണ്ട സ്ഥലമാണ്. അപ്പോൾ ഷാജി ചേട്ടൻ ഓൾറെഡി ക്യാമറയായിട്ട് റൈറ്റ് സൈഡിൽ നിൽക്കുന്നുണ്ട്. മുകളിൽ സ്ലൈഡറിലൊരു ക്യാമറ വെച്ചിട്ടുണ്ട്. മൊത്തം ഈ വെള്ളം തുറന്നു വെച്ച് മൊത്തം ഏതാണ്ട് തളം കെട്ടി കിടക്കുകയാണ് വെള്ളം മൊത്തം. ഫസ്റ്റ് ടേക്കിൽ വന്ന് ലാലേട്ടൻ കരയുന്നപ്പോൾ ഇത് ഭയങ്കര ട്രിക്കി സിറ്റുവേഷനാണ്. കാരണം ഫുൾ കരച്ചിലല്ല, കരച്ചിൽ പുറത്ത് കേൾക്കാനും പാടില്ല. കാരണം അമ്മ പുറത്തുണ്ട്, അമ്മ അറിയാൻ പാടില്ല. അപ്പം അതിൻ്റെതായ ഒരു ഒളിപ്പിക്കൽ സ്വഭാവം വേണം. അപ്പം അത് ആക്ടറിന്. അപ്പം ഞാനാണ് ശോഭന മാമിൻ്റെ ശബ്ദം മൊത്തം ബാക്കിൽ നിന്ന് വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം മാമില്ല, മാമിന് പറഞ്ഞാൽ ഞാൻ മാം ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ സാറിനോട് മൈക്കിൽ കൂടി ഞാനാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇവിടെ നിന്ന് കരഞ്ഞ് സാർ വന്ന് ഭിത്തിയിലേക്ക് വന്നിങ്ങനെ നിൽക്കുന്ന സമയത്ത് അവനെ കണ്ടായിരുന്നോ, അവനെ വിളിച്ചായിരുന്നോ എന്ന് ഞാൻ ഇങ്ങനെ വിളിക്കുമ്പോൾ സാറിങ്ങനെ തിരിഞ്ഞ് അത് ഉറക്കെ കരയണ സാറിങ്ങനെ വാ പൊത്തി പിടിച്ചിട്ട്. ഇപ്പം എനിക്കറിയാം കൊളാപ്സ് എന്ന് പറഞ്ഞാൽ സാർ അവിടെ ഇരിക്കും എന്നുള്ളതാണ്. ഞാൻ അപ്പം ഈ സീൻ വളരെ സ്പെഷ്യൽ ആയതുകൊണ്ട് ഈ പ്രകാശേട്ടൻ കുറച്ച് മുമ്പ് പറഞ്ഞ പ്രകാശേട്ടൻ എൻ്റെ അടുക്കൽ വന്ന് ഇരിക്കുന്നുണ്ട്. കാരണം പുള്ളിക്ക് വിറ്റ്നസ് ചെയ്യണത് എന്താണ് ഈ നിനക്ക് തരാൻ പോകുന്നതെന്ന് പുള്ളിക്ക് അറിയണം. ബിനു എൻ്റെ പുറയിൽ നിൽക്കുന്നുണ്ട്. കാരണം ബിനു ആണ് ഇതെല്ലാം ഒരുക്കിയിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പം ബിനു നിൽക്കുന്നുണ്ട്. ബാക്കി എൻ്റെ സൗണ്ടിൻ്റെ ടീമും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ നിൽക്കുന്നു. അപ്പം ഞാനിങ്ങനെ മൈക്ക് വെച്ച് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ലാൽ സാറിൻ്റെ റൈറ്റ് ലെഗ് സ്ലിപ്പ് ആവുന്നുണ്ട്. ചെക്ക് എന്ന് പറഞ്ഞ് സ്ലിപ്പ് ആവുന്നുണ്ട്. അല്ല, സ്ലിപ്പ് ആവുന്നുണ്ട്. സ്ലിപ്പായിട്ടൊക്കെയെന്ന് പറഞ്ഞ് ഈ മനുഷ്യൻ വീഴണം. അപ്പം ഞാൻ, കാരണം നമ്മൾ വെറ്റാണോ ഈ പറയുന്ന ഇത്രയും വെള്ളം കയറുകൊണ്ട് ഈ ലാൽ സാർ എന്ന് പറഞ്ഞ ആൾക്ക് സ്ലിപ്പായി പോയതാണോ എന്നൊന്നും അറിയില്ല. അപ്പം ഞാൻ പെട്ടെന്ന് നെർവസ്ഡായി. ടേക്കിൻ്റെ ഇടയിൽ തന്നെ നെർവസ്ഡായി. അപ്പം ഞാൻ നേരെ മൈക്ക് എടുത്ത് കട്ട് വിളിക്കാനായിട്ട് ഇങ്ങനെ എടുത്തിട്ട് എനിക്ക് പക്ഷെ വീണിട്ടും ലാൽ സാർ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഞാനിത് കട്ട് വിളിക്കണമോ വേണ്ടയോ അതാണ് എൻ്റെ കൺഫ്യൂഷൻ. ഇത് അറിഞ്ഞുകൊണ്ട് വീണതാണോ അറിയാണ്ട് വീണതാണോ, പുള്ളി ഇൻജോയ്ഡ് ആയിട്ടുണ്ടോ? കാരണം 65 ഏജ് ഉള്ളൊരു ആക്ടറാണ്. ഇപ്പം ഇങ്ങനെ ചെയ്ത് ഹെൽത്തി ഏഴ്സ് നമ്മളെ എന്നേക്കാളും ഹെൽത്തിയാണ് ലാൽ സാർ. എന്നാൽ പോലും എന്തെങ്കിലും പറ്റിക്കാണോ എന്നുള്ള എൻ്റെ ഒരു കൺസേൺ. അപ്പം ഞാനൊന്ന് കട്ട് വിളിക്കാന്ന് പറഞ്ഞ് മൈക്ക് ഇങ്ങനെ പുറത്തേക്ക് വന്നപ്പോൾ പ്രകാശ് വർമ്മ എൻ്റെ തുടയിൽ ഇങ്ങനെ പിടിച്ചിട്ട് അമുക്കി, നോ മാൻ, ദിസ് ഈസ് ദ മാജിക് ഹീസ് ഗിവിങ് ഫോർ യു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു യെസ്. അപ്പം ബിനു എൻ്റെ പുറകിൽ, ബിനു എൻ്റെ തോളത്ത്, ബിനുവിൻ്റെ ഇത് സഹിക്കാൻ പറ്റാതെ ബിനു എടാ ഇത് അങ്ങേര് പൊളിക്കുവാണെന്ന് പറയുന്ന രീതിയിൽ ഒരു അമുക്കൽ എനിക്കും കിട്ടുന്നുണ്ട്. ദെൻ ഞാൻ കട്ട് വിളിക്കണില്ല. ഞാൻ ആ മ്യൂസിക് ഇട്ട് ലാൽ സാർ പെർഫോം. അപ്പം ലാൽ സാറെ ഞാൻ കട്ട് വിളിക്കാനൊന്നും നിർത്തില്ല. പെർഫോം ചെയ്തപ്പോൾ ലാൽ സാർ ഇങ്ങനെ ഏങ്ങി കൂടി അവിടെ നിന്ന് വലിഞ്ഞിരുന്ന് ആ പേഴ്സ് എടുത്ത് വീണ്ടും കരയുന്നുണ്ട്. ഞാനൊരു ഫുൾ ലെങ്ത് ഷോട്ട് 2 ക്യാമറ വെച്ച് ഞാൻ ഷൂട്ട് ചെയ്തേക്കുക. കട്ട് വിളിച്ച് ഉടൻ തന്നെ ഞാൻ ഓടിച്ചെന്നിട്ട് സാറിൻ്റെ ചോദിച്ചു, സാർ ഓക്കെ അല്ലേ, മോൻ ഓക്കെ അല്ലേ? ഞാൻ ഓക്കെയാണ്. സാർ ഓക്കെ അല്ലേ? എനിക്കെന്താ കുഴപ്പം? ഓക്കെയാണ് സാർ. ഇഞ്ചുറി മോനെ ഞാൻ ഓക്കെയാണ്, മോൻ ഓക്കെ ആണോ? ഞാൻ ഓക്കെയാണ് സാർ. അപ്പം സാർ അവിടെ നിന്ന് നേരെ എണീറ്റ് നിന്ന് അവിടെ നിന്ന് ഷാജി ചേട്ടൻ അവിടെ സൈഡിൽ നിൽക്കുന്ന ഷാജി ചേട്ടൻ്റെ ചെറിയ മോണിറ്ററിൽ പോയിട്ട് ലാൽ സാർ കണ്ടു. ഓക്കെ അല്ലേ? ഓക്കെയാണോ? സാറ് നടന്ന് പുറത്തേക്ക് പോകാൻ തന്നെ ഞാൻ ഷാജി ഷാജിച്ചേട്ടാ ഇത് ഇപ്പം എന്താ സംഭവിച്ചത്? ഇപ്പം പറഞ്ഞു നിനക്ക് അയാൾ തന്നതാടാ. ഓക്കെ. ഞാൻ പിന്നെ എനിക്ക് ഭയങ്കര കുറ്റബോധമാണ്. കാരണം ഞാൻ വീഴാൻ പറഞ്ഞിട്ടില്ല. കാരണം അത് ചിലപ്പോൾ ആ ആക്ടറിന് ആ സമയത്ത് അയാൾ വീണ് പോകുമായിരിക്കും എന്ന് പറയുന്ന ഇത് നമ്മൾ നേരത്തെ ചാട്ടം പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഒരു ത്രഷോൾഡ് സെറ്റ് ചെയ്യുന്നു.
അതിന് മേളിൽ തരുമ്പോഴാണല്ലോ നമ്മൾ സാറ്റിസ്ഫൈഡ് ആവണം. സത്യം. അതാണ് ശരിക്കും പറഞ്ഞാൽ ആക്ടേഴ്സ് തരേണ്ടത്. അതെ, അവിടെ അറിയാതെ വീണ് പോയതോ അറിയാതെ വീണതാണേ പോലും അതിന് അവിടെ അത് കണ്ടിന്യൂറ്റിയില് ഒരു രീതിയിലും ഒരു എനിക്ക് തോന്നുന്നു സാർ അത് പെർഫോമൻസിൽ അത് പ്ലാൻ ചെയ്തിരുന്നു. കാരണം അത് നമുക്ക് മേക്കിംഗ് ഒന്നും ഇല്ല നമ്മുടെ ഉള്ളത്. കാരണം അത് അത്രയും ക്രൂഷ്യൽ സീൻ ആയതുകൊണ്ട് ഒരാളും ആ പ്രിപ്പറേഷൻ എടുത്തിട്ടില്ല. പക്ഷേ ഷാജി ചേട്ടൻ ഇടയ്ക്ക് പറയുന്നുണ്ട്, ആ സീൻ എടുക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് സാർ ഇങ്ങനെ തോള് കൊണ്ട് ഓരോ അളവുകളും എടുക്കുന്നുണ്ടായിരുന്നു എന്ന് പറയുന്നു. ഇങ്ങനെ ആ ഭിത്തിയിൽ പോയി തോളിങ്ങനെ വെച്ച് നോക്കുന്നുണ്ട്, ഇരിക്കണതിൻ്റെ പൊസിഷനൊക്കെ കൃത്യമായിട്ട് നോക്കുന്നുണ്ട്. സോ അത് വളരെ പ്ലാൻഡ് ആയിട്ട് സാർ വീണതാണ്. ഭയങ്കര മാജിക് ഉള്ള. പക്ഷേ അന്ന് അവിടെ പ്രകാശേട്ടൻ ലോക്ക് ചെയ്തില്ലായിരുന്നെങ്കിൽ തരുൺ അപ്പൊ അവിടെ കട്ടു പറഞ്ഞേനെ. കൺഫ്യൂസ്ഡ് ആയിരുന്നു. കാരണം എനിക്ക് ആ സ്റ്റേജിൽ എന്ത് ചെയ്യണം എന്നറിയാൻ മേലാത്തൊരു സിറ്റുവേഷൻ. കാരണം എൻ്റെ ലൈഫിൽ ഞാൻ ഇതുവരെ എൻ്റെ 3 സിനിമകളിൽ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് വിറ്റ്നസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൽ ഒരു കാരണം എൻ്റെ ഷൺമുഖനേക്കാൾ അപ്പുറത്തേക്ക് അല്ല ബെൻസിനേക്കാൾ അപ്പുറത്തേക്ക് അത് മോഹൻലാൽ എന്ന് പറഞ്ഞ ആൾക്ക് എന്തെങ്കിലും ഇഞ്ചുറി പറ്റിയിട്ടുണ്ടാവും എന്നുള്ളതാണ് എൻ്റെ കൺസേൺ. പക്ഷെ അത് കൃത്യമായിട്ട് അതാണ് ഈ പ്രകാശേട്ടൻ്റെ ഒക്കെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അത്രയും എക്സ്പീരിയൻസ് ആണ്. ഞാനത് കട്ട് വിളിച്ചേക്കുമെന്ന് തോന്നിയപ്പോൾ ഇവൻ ഷാജി ചേട്ടൻ പറഞ്ഞു, എടാ നീ വീണപ്പോ നീ കട്ട് വിളിക്കുമെന്ന് ഞാൻ പേടിച്ചു. പാനിക്കായി പോയി. അത് എന്നെ കൃത്യമായിട്ട് വിളിച്ചിട്ട് ലോക്ക് ചെയ്തു. ബിനു ബാക്കിൽ നിന്ന് ലോക്ക് ചെയ്തു. അതാണ് പറഞ്ഞത്. അപ്പൊ ഇത്തരത്തിലുള്ള ഓരോന്ന് നോക്കിക്കഴിഞ്ഞാൽ ഓരോ ഇൻസിഡന്റിലും ഇതേപോലെ തരുണിനെ ഞെട്ടിപ്പിച്ച് അമ്പരിപ്പിച്ച് പല സീൻസും ഉണ്ടായിട്ടുണ്ട്. അതിന്റെയൊക്കെ ഇതിലാണോ ഏറ്റവും ലാസ്റ്റ് മോഹൻലാൽ തുടരും എന്ന് പറഞ്ഞ് എഴുതി കാണിച്ച ആ ഒരു ഗട്ട്സ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ അതൊക്കെ എങ്ങനെ, അതൊക്കെ പ്ലാൻഡ് ആണോ? അല്ല, തുടരും എന്ന് പറയുന്ന ടൈറ്റില് നമ്മൾ ഇട്ടു. തുടരും ഫസ്റ്റ് ഇടാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷൺമുഖന്റെ യാത്ര തുടരും എന്നുള്ളതാണ് എൻ്റെ ഐഡിയ. അപ്പം അത് കണ്ട് പിന്നെ ഐഡിയ തുടരും. നമ്മൾ ഫസ്റ്റ് ആനക്കൂട്ടത്തിന്റെ കൂട്ടത്തിൽ കാണിക്കുമ്പോൾ തുടരണത്തിൽ വൂണ്ടുകളൊന്നുമില്ല. വെരി പ്ലെയിൻ ടെക്സ്റ്റ്, ഭയങ്കര ഭംഗിയുള്ള ആനക്കൂട്ടത്തിനുള്ളിൽ കാണിക്കുന്ന തുടരുമാണ്. പക്ഷേ ഇന്റർവെല്ലിൽ കാണിക്കുന്ന തുടരുന്നതിൽ ബ്ലഡ് മുറിവുകളുണ്ട്. അവസാനം കാണിക്കുന്ന ആ തുടരുമിൽ ആ മുറിവുകളൊക്കെ തുന്നിക്കെട്ടിയിട്ടുണ്ട്. അപ്പം അതായിരുന്നു എൻ്റെ എക്സൈറ്റ്മെന്റ്. ഒരു മേക്കർ എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു ടൈറ്റിൽ കാർഡ് പ്ലേസ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതായിരുന്നു എൻ്റെ എക്സൈറ്റ്മെന്റുകൾ മൊത്തം. അല്ലെങ്കിൽ ടൈറ്റിലിനുള്ളിൽ ഈ തുന്നിക്കെട്ട് എന്താണെന്നൊക്കെ ആളുകൾ ചോദ്യം ചെയ്യുമ്പോൾ ആ മുറിവ് നമ്മൾ തുന്നിക്കെട്ടിയതാണ്, അല്ലെങ്കിൽ ആ കുടുംബത്തിലുണ്ടായ ഒരു വലിയ മുറിവ് നമ്മൾ തുന്നിക്കെട്ടി അവർ മുന്നോട്ട് പോവുകയാണെന്ന് പറയുന്നൊരു പോസിറ്റീവ് നോട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ പ്രകാശേട്ടൻ എൻ്റെ അടുക്കൽ എപ്പോഴും തുടരും ഭയങ്കര ബ്രാൻഡിങ് നെയിം ആയിരിക്കും കേട്ടോ. കാരണം അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് ആണ് തുടരും. കാരണം തുടരും അനൗൺസ് ചെയ്തതിനും ശേഷം ഈ ഒരുമാതിരിപ്പെട്ട മിക്ക ബ്രാൻഡുകളും തുടരുമാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈവൻ പൊളിറ്റിക്കൽ പാർട്ടികളാണെങ്കിലും അല്ലെങ്കിൽ ഈ പറയുന്ന എല്ലാ ടെക്സ്റ്റൈൽസും എല്ലാം തുടരും യൂസ് ചെയ്യുന്നത്. അത് ഭയങ്കര പോസിറ്റീവ് ആണല്ലോ. അപ്പം ഇത് എന്നോട് ആദ്യം ഇതിനെപ്പറ്റി എന്നെ അവെയർ ആക്കുന്നത് പ്രകാശ് വർമ്മയാണ്. കാരണം ബിക്കോസ് പുള്ളിയുടെ എക്സ്പീരിയൻസ് ഇതൊരു ഭയങ്കര ബ്രാൻഡിങ് വേർഡ് ആവാൻ സാധ്യതയുണ്ട് എന്നാദ്യം പ്രകാശ് ചേട്ടൻ പറയണം. അപ്പം ഞാനത് അന്ന് അങ്ങനെ ഒരു സീരിയസ്, പക്ഷേ ഫ്രം ദ അനൗൺസ്മെന്റ് ഇറ്റ് സെൽഫ് അതൊരു ഭയങ്കര ബ്രാൻഡിങ് വേർഡായിട്ട് മാറി. തുടരും എല്ലാം നോക്കുമ്പോഴും നമ്മൾ പത്രങ്ങളിലും ഒക്കെ ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. മോഹൻലാൽ തുടരും എന്ന് പറയുന്നത് നമ്മൾ എഡിറ്റ് ചെയ്ത് വന്നുകൊണ്ട് നമ്മൾ ഇതൊക്കെ വിറ്റ്നസ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. ഈ പെർഫോമൻസുകളും എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം ഇതൊരു എന്തായാലും ഒരു ഹിറ്റ് അല്ലെങ്കിൽ ഇതൊരു നല്ല സിനിമ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ വരാൻ പോകുന്ന സിനിമയാണെന്ന് നമുക്കൊരു സെൽഫ് ജഡ്ജ്മെന്റ് ഉണ്ട്. നമ്മളൊരു ഓഡിയൻ്റ് ആയിട്ട് തന്നെയാണ് ഈ പടം കാണുന്നത്. അല്ല ഡയറക്ടർ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് നമ്മൾ പ്രേക്ഷകനായിട്ടിരുന്നാണ് സിനിമ കാണുന്നത്. അപ്പം നമുക്ക് അതിൻ്റെ അത് ഹൈയും ലാലേട്ടൻ കരയുമ്പോൾ ഇമോഷൻസും. അപ്പം ഷഫീഖ് എന്ന് പറഞ്ഞ എഡിറ്റർ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഷഫീഖ് കരയുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഈ പറയുന്ന പെർട്ടിക്കുലർ ബാത്റൂം സീൻ കട്ട് ചെയ്യണ സമയത്ത് ഷഫീഖ് കരഞ്ഞുകൊണ്ട് എഡിറ്റ് ചെയ്യണ കണ്ടിട്ടുണ്ട്. അപ്പൊ പല ആളുകൾക്ക് നോക്കുമ്പോൾ ഇത് ഇച്ചിരി തള്ളല്ലേ എന്ന് നോക്കും, പക്ഷെ അത് അവൻ ഇമോഷൻ ഫീൽ ചെയ്ത് എഡിറ്റ് ചെയ്യുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അപ്പോഴാണ് നമുക്ക് വർക്കൗട്ട് ആകുന്നത്. ഓക്കെ, നമ്മൾ വിചാരിക്കുന്ന പോലെ ഈ സീൻ വർക്കൗട്ടായെന്ന് കിട്ടുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഫുൾ ലെങ്ത് സിനിമ കട്ട് ചെയ്ത് അവസാന നിമിഷം വരുമ്പോൾ തുടക്കത്തിൽ തുടരും മോഹൻലാൽ, തരുൺമൂർത്തി, എം രഞ്ജിത്ത്, സുനിൽ എന്ന് എഴുതി കാണിച്ച് പോവുക എന്നുള്ളതായിരുന്നു. അപ്പം ഞാൻ ഷഫീഖിനോട് പറഞ്ഞു, ഷഫീഖെ നീ മോഹൻലാൽ എടുത്ത് ഇപ്പുറത്തിട്ടെ. അപ്പം ഷഫീഖ് അപ്പം തന്നെ എടുത്ത് അപ്പുറത്തേക്ക് ഇട്ട് കട്ട് ചെയ്ത് നോക്കുമ്പോൾ ആ ലാലേട്ടൻ ബാക്ക് ഷോട്ട് നടന്നു പോകുമ്പോൾ മോഹൻലാൽ തുടരുന്നു. ഇവൻ എന്നോട് നോക്കി, എടാ കാലമാടാ, താൻ ഒടുക്കത്ത തലയാണല്ലോ എനിക്ക്. പക്ഷെ അന്നേരം അങ്ങനെ സിനിമ മൊത്തത്തിൽ കണ്ട് വർക്ക് ചെയ്തപ്പം തോന്നിയതാണ് മോഹൻലാൽ ആദ്യം ഇട്ടിട്ട് തുടരും അപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ. എപ്പോഴോ ഞാൻ ലാലേട്ടൻ്റെ കൂടെയുള്ള സജീവിൻ്റെ അടുക്കയിൽ ഈ പടത്തിൻ്റെ ടൈറ്റിൽ ആലോചിക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴോ പറഞ്ഞിട്ടുണ്ട്,
ചിലപ്പം ഇത് കഴിയുമ്പോഴത്തേക്ക് ഈ തുടരും വെച്ചിട്ട് ആളുകൾ മോഹൻലാൽ തുടരും എന്ന് വെച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബ്രാൻഡിങ് അല്ലേ ബ്രോ എന്ന്. അപ്പൊ അതൊക്കെ തലയിൽ കിടന്നുകൊണ്ടായിരിക്കാം ഈ ഒരു മൊമെന്റിൽ അങ്ങനെ ചിന്തിക്കാൻ തോന്നിയത്. ഓക്കെ ഓക്കെ. ഇതിനകത്ത് ലാലേട്ടനെ വെച്ച് ഇപ്പൊ മുന്നേ പറഞ്ഞു ആന എന്നുള്ളത് കാണിച്ചത് ലാലേട്ടന്റെ ആ ഒരു അങ്ങനെയാണ് മാച്ച് ചെയ്ത് കാണിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ പപ്പുവിന്റെ ബിനു പപ്പുവിന്റെ ആണെങ്കിലും എന്താ പ്രകാശ് ചേട്ടന്റെ ആണെങ്കിലും ഈ ഓരോ കഥാപാത്രത്തിനും ഓരോ ആനിമൽസിനെ വെച്ച് ജെയ്ക്സ് മ്യൂസിക് ചെയ്യുമ്പോഴും അവരെയൊക്കെ ഓരോരുത്തരുടെയും ഇത് വരും എൻട്രി വരുമ്പോ ഓരോ ആനിമലുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? അതൊക്കെ കോൺഷ്യസ് ആയിട്ട് നിങ്ങൾ എടുത്ത ഒരു ആന ഓൾറെഡി കിട്ടി. ഈ പറയുന്ന പ്രകാശ് ചേട്ടനെ വർക്ക് ചെയ്ത് വന്നപ്പം ഈസ് കൈൻഡ് ഓഫ് എ സ്നേക്ക് കിട്ടി. വർക്ക് ചെയ്ത് വന്നപ്പോഴാണ് നമുക്ക് ബിനുവിന്റെ ഏതാണ്ടൊരു സ്വഭാവം ഒരു വൂൾഫിനെ പോലെയാണ്. കാരണം ആളുകൾ പറയുന്നതനുസരിച്ച് ചതിക്കുകയും എന്നാൽ അങ്ങനത്തെ ഒരു വൂൾഫിനെ പോലെ എനിക്ക് തോന്നി. ബിനുവിന്റെ ആ മേക്കപ്പും മറ്റേറും ബിനുവിന്റെ നോട്ടവും കൂർത്തൊരു മുഖവും ഒക്കെ കണ്ടപ്പം ഒരു കുറുക്കനെ പോലെ ഉണ്ടല്ലോ എന്ന് തോന്നിയോണ്ടാണ് വൂൾഫ് എന്നുള്ള ഇതിലോട്ട് എത്തിയത്. പിന്നെ ഈ കാടായിരുന്നു ഇതിന്റെ മെറ്റഫർ മൊത്തം. അതായത് നാട്ടിലൊരു കഥ നടക്കുന്നു, കാട്ടിലൊരു കഥ നടക്കുന്നു. അതായത് നാട്ടിൽ ലാലേട്ടൻ കരയുമ്പോൾ കാടും കരയണം. അതാണ് പിന്നീട് അങ്ങോട്ട് മൊത്തം മഴയായത്. ലാലേട്ടന്റെ മനസ്സ് അല്ലെങ്കിൽ ബെൻസിന്റെ ഷൺമുഖന്റെ മനസ്സ് പൊട്ടിത്തകരുമ്പോൾ കാടും പൊട്ടിത്തകരണം. അപ്പൊ അങ്ങനെയുള്ള ചിന്തകളിൽ നിന്നൊക്കെയാണ് ഇതൊക്കെ വന്നിരിക്കുന്നത്. ഇനി തരുണിനെ കാണാണ്ട് വേറൊരാൾ എത്തിയിട്ടുണ്ട്. തരുൺ എന്ന് പറയുന്ന ആള് ഒരു വിളിക്കപ്പുറം എന്താ പറയാ, വലിയ നല്ലൊരു സുഹൃത്താണ്, നല്ലൊരു ഫ്രണ്ടാണ്. എല്ലാ ആവശ്യങ്ങളിലും നമ്മുടെ കൂടെ നിൽക്കും. ബിനു പപ്പു ആണോ ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ജഡ്ജ് ചെയ്യില്ല കേട്ടോ. ഞാൻ നിങ്ങളെ മിസ്ഗൈഡ് ചെയ്യും. നമുക്ക് നോക്കാം ആരാ വന്നിരിക്കുന്നതെന്ന്. ശങ്കർ Congratulations. Thank you. Yes. Hi, Hi, Jessy. Hi. Long time. Hi. Yeah. ഇരിക്കൂ. സൗമ്യ ചേച്ചിയുടെ അനിയത്തിയല്ല അല്ല. ചേച്ചി. ചേച്ചി. ഓ സൗമ്യയുടെ പരിചയമുണ്ടല്ലേ? സൗമ്യ ചേച്ചി എന്റെ ഒരു സ്റ്റൈലിസ്റ്റ് ഉണ്ട്, SK സൂരജ് എന്ന് പറഞ്ഞ. ഓക്കെ. സൂരജും ഭയങ്കര ക്ലോസ്. അപ്പൊ ഞങ്ങളൊരു ഫംഗ്ഷൻ വെച്ച് എന്റെ എന്റെ പറഞ്ഞു എന്റെ സ്വന്തം ചേച്ചിയാണ്. അതെ. ഭയങ്കര അഭിമാനത്തോടെ. ഓക്കെ ശങ്കർ, ഒരു കാഴ്ചക്കാർ ഞങ്ങൾക്ക് പറ്റിച്ചില്ലേ? ഞാൻ ബിനു പപ്പു അതെ. എന്താണെന്നറിയോ അങ്ങനെയായിരുന്നു ഇൻട്രോഡക്ഷൻ. ഓരോ രീതിയിലും ഓരോ ഗസ്റ്റിനെ ആള് പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കുന്നുണ്ട്. അപ്പൊ ഒന്ന് റീറൂട്ട് ചെയ്ത് അങ്ങനെ അങ്ങ് എല്ലാം ജഡ്ജ് ചെയ്ത് കേട്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു കാഴ്ചക്കാരൻ, നമ്മൾ എല്ലാവരും സിനിമ കാണുന്ന ആൾക്കാരെന്നുള്ള രീതിയിൽ ഈ തുടരും കണ്ടപ്പോ എന്താണ് ശങ്കറിനെ ഫീൽ ചെയ്യിപ്പിച്ചത്? എനിക്ക് അഭിമാനമാണ് തോന്നിയത്. ഞാൻ ചേട്ടനൊരു വോയിസ് അയക്കുകയും ചെയ്തിരുന്നു. ഞങ്ങൾ തമ്മിൽ 2017 തൊട്ടുള്ള പരിചയമുണ്ട്. ഒരു പരസ്യം ചേട്ടൻ അന്ന് എനിക്ക് തോന്നുന്നു ടൈൽസ് എന്ന് പറഞ്ഞ അദ്ദേഹത്തിന് ഇപ്പോഴുള്ള ഒരു സ്ഥാപനമാണ്. അപ്പൊ അദ്ദേഹം പരസ്യം സിനിമ തുടങ്ങിയിട്ടില്ല ചേട്ടൻ. അപ്പൊ അന്ന് ഒരു കമ്പനി തുടങ്ങി അങ്ങനെ ഒരു സംഭവമാണ്. അപ്പൊ ചേട്ടന്റെ ഒരു സുഹൃത്ത് വഴി എന്റെ നമ്പർ നമ്മളാകുമ്പോൾ എനിക്ക് ഒന്ന് രണ്ട് സിനിമ കഴിഞ്ഞു, രക്ഷാധികാരിയും ഓട്ടോറിക്ഷ അങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്ത്. അപ്പൊ ഞാൻ നാട്ടിലേക്ക് വരുന്ന ഒരു സമയമാണ്. അപ്പൊ പെട്ടെന്ന് ഇങ്ങനെ ഒരു തരുൺ മൂർത്തി എന്ന് പറയുന്ന ഒരു സംവിധായകൻ വിളിക്കും, ഒരു പരസ്യം ഉണ്ടെന്ന് പറഞ്ഞു. പരസ്യത്തിന്റെയാണ്. അപ്പൊ ചേട്ടൻ സംസാരിച്ചു. അപ്പൊ ഞാനിങ്ങനെ ആദ്യം ഫേസ്ബുക്കിൽ തരുൺ മൂർത്തി പേര് കേൾക്കുമ്പോൾ തന്നെ നോക്കുള്ളൂ, ഇതൊരു ഭാവിയിൽ ഒരു ലെജൻഡ് അല്ല, ഒരു ലെജൻഡറി നെയിമാണ്. കേൾക്കുമ്പോൾ തന്നെ അങ്കിൾ അറിഞ്ഞിട്ടതായിരിക്കും. അങ്കിളാണ് ഇപ്പൊ എനിക്ക് ചേട്ടനെക്കാളും കൂടുതൽ പരിചയം ചേട്ടന്റെ അച്ഛൻ മധുവങ്കിളിനോടാണ്. അച്ഛൻ അങ്കിൾ മധുവങ്കിൾ ചേട്ടന്റെ അച്ഛൻ. അപ്പൊ അന്ന് ഇത് കേട്ട് ഞാൻ എടുത്ത് നോക്കുമ്പോൾ ഞാൻ കാണുന്ന ഒരു ആക്ടറായിരുന്നു. ലിറ്ററലി ഭയങ്കര ഒരു ചേട്ടനൊരു ആക്ടറാണ്. എനിക്കൊന്നു കഥകളി ആർട്ടിസ്റ്റാണ്. അദ്ദേഹം ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം അഭിനയിക്കാൻ വളരെയധികം താല്പര്യമുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ മ്യൂച്വൽസ് നമുക്ക് ഒരുപാടധികം സിനിമ കണക്ഷൻസ് ഉണ്ട്. അതിനകത്ത് മ്യൂച്വൽസ് നോക്കുമ്പോൾ ഫേസ്ബുക്കിൽ. അപ്പൊ അങ്ങനെ കാണുന്നു. പിന്നെ അത് നടന്നില്ല. പക്ഷെ അന്ന് തൊട്ട് എനിക്കറിയാം. അപ്പൊ എനിക്ക് ആദ്യത്തെ സിനിമ ലോക്ക്ഡൌൺ, ഞാനപ്പോൾ ഒരു വക്കീലും കൂടിയാണ്. അപ്പൊ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ചേട്ടനോടുള്ള ഒരു ബന്ധം. അപ്പൊ എൻറോൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുന്ന സമയത്താണ് ഈ ഫസ്റ്റ് ഫിലിം ഇറങ്ങുന്നത്. അപ്പം എനിക്കതൊരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വിഷയമായിരുന്നു സൈബർ ലോ. ഞാൻ എൻ്റെ മാസ്റ്റേഴ്സ് എടുത്തത് സൈബർ ലോയിൽ. അപ്പോൾ ഞാനത് ഹൈക്കോർട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, എനിക്ക് അറിയുന്ന ചേട്ടനാ, എന്നെ പണ്ട് വിളിച്ചിട്ടുള്ള ചേട്ടനാണ്, അറിയാം, വി ആർ ഇൻ ടച്ച്, വി ടോക്ക്. ഞാൻ എൻ്റെ വർക്ക് ചേട്ടൻ ഷെയർ ചെയ്യും. ചേട്ടൻ അതിനെ പറ്റി നമ്മൾ എൻ്റെ പരസ്യങ്ങളോ എൻ്റെ സിനിമകളോ ചേട്ടൻ നമ്മൾ തമ്മിൽ കോൺവെർസേഷൻ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈച്ച് ലെവൽ ഈച്ച് പ്രോസസ്സിലും നമ്മളെ ഞെട്ടിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എനിക്കൊരു പ്രൗഡ് മൂവ്മെന്റ് ആണ്. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ ഞാനൊരു പ്യൂപ്പ ഇദ്ദേഹത്തിൻ്റെ ഒരു ക്യൂറേറ്റഡ് പ്രോഗ്രാം ഉണ്ട്. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആസ് എൻ ആക്ടർ എനിക്ക് എപ്പോഴും ഓരോ ദിവസവും ട്രെയിനിങ് പ്രോഗ്രാം അദ്ദേഹം ക്യൂറേറ്റ് ചെയ്യുന്ന ഇറ്റ്സ് ലൈക്ക് എ ഫാമിലി അല്ലേ. അപ്പൊ എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പ്രോസസ്. അപ്പൊ ഞാനത് വിശ്വസിക്കുന്നു. എനിക്ക് എപ്പോഴും ഒരു സിനിമ നമുക്കൊരു പരിപാടി ഉണ്ട്, നമ്മുടെ ഒരു പ്രോസസ് ഉണ്ട്. അത് ചിലപ്പോൾ ഇങ്ങനത്തെ പരിപാടിയൊക്കെ അവൻ ബ്രേക്ക് ചെയ്യും. ലൈക്ക് ഇറ്റ്സ് മോർ ലൈക്ക് എ തെറപ്പി വേണമെങ്കിൽ പറയാം. അതിൻ്റെ ഒരു വേറൊരു വശമാണ് ഇദ്ദേഹം അവിടെ ചെയ്തത്.
ഹീസ് ക്യൂറേറ്റിംഗ് അച്ഛൻ അങ്കിളുണ്ട്, അദ്ദേഹത്തിന്റെ ഒരു ബിഗ് ടീം, അത് വലിയൊരു ബാക്ക് ബോൺ ആണ് അദ്ദേഹത്തിന്റെ. നമ്മളിനി വെയിറ്റ് ചെയ്യണ തരുൺമൂർത്തി അല്ല, ഇത് കഴിഞ്ഞിട്ട് കുറെ പേര് പുള്ളിയുടെ അണ്ടറിലുണ്ട്. പക്ഷെ ഇത്രയ്ക്ക് അധികം തരുണിനെ അറിയാവുന്ന ഒരാളെന്നുള്ളത് ശങ്കർ പ്രതീക്ഷ തുടരും കണ്ടപ്പം ഇത്ര വലിയ സംഭവമായിട്ട് തരുൺ ചെയ്യുന്ന ഉറപ്പായിരുന്നു. എനിക്കറിയായിരുന്നു, കാരണം മോഹൻലാൽ, ലാൽ സാർ എന്ന് പറഞ്ഞൊരു ആളെ കിട്ടിക്കഴിഞ്ഞാൽ ഇതിനപ്പുറം അല്ല, ഇത് ഹീസ് പ്യൂർലി ഒരു ഫിലിം മേക്കറാണ്. ഒരു എനിക്കത് കൊതിയാണ് ഇങ്ങനത്തെ ഫിലിം മേക്കേഴ്സ്. കാരണം ഒരു ആക്ടറിനെ യൂസ് ചെയ്യുക എന്നൊക്കെ. ഇപ്പൊ ജിത്തു സാറിൻ്റെ എനിക്ക് എൻ്റെ കാരിയർ സിനിമാഗ്രാഫിയിൽ 14 പടം ചെയ്തെങ്കിലും എനിക്കതിൽ ഏറ്റവും ഓർമ്മപ്പെടുത്തുന്ന സിനിമകളെല്ലാം ഈ ഡയറക്ടേഴ്സ് ഹൂ മേക്ക് യൂസ് ഓഫ് ദ ആക്ടർ. ലൈക്ക് ആക്ടറിന്റെ സംഭവം അങ്ങോട്ട് എടുക്കുക, അവനെ ഒരു കറക്റ്റ് ക്യാരക്ടർ. ഇപ്പൊ എന്നെ ഇപ്പോഴും മൈക്കിളെന്നും രക്ഷാധികാരില്ല ഹരിക്കുമ്പളം എന്നൊക്കെ വിളിക്കണമെങ്കിൽ ഞാനത് സംവിധായകൻ എഴുത്തുകാരൻ്റെ തലയിൽ അത് ക്രെഡിറ്റ് കൊടുക്കുള്ളൂ. ബിക്കോസ് ഐ നോ അതേപോലത്തെ അതിന്റെ ഒരു വേറെ ലെവൽ ഫിലിം മേക്കറാണ് തരുൺ ചേട്ടൻ. ഐ നോ ഫ്രം ദ ഫസ്റ്റ് ഫിലിം. ശങ്കറിന്റെ കേസ് പറയാനല്ലേ, ശങ്കറിനെ ഞാൻ ഈ പറയുന്ന പോലെ ആദ്യകാലങ്ങളിൽ നമ്മൾ വളരെ സ്ട്രഗിളിങ് സ്റ്റേജാണ്. ഇപ്പം അഡ്വർടൈസ്മെന്റ്സ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര സ്ട്രഗിൾസിലാണ്. നമ്മൾ ഒരു ആക്ടറിനെ വിളിച്ചാൽ പോലും നമുക്ക് കൊടുക്കാൻ പ്രോപ്പർ റെമ്യൂണറേഷൻ പോലും നമുക്ക് ക്ലയന്റുകൾ തരാറില്ല. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിലൊക്കെയാണ് ഇപ്പം വിളിക്കുന്നത്. അപ്പം നമുക്ക് തന്നെ അവൻ 2-3 സിനിമകളൊക്കെ അഭിനയിച്ച ഒരാളുടെ കയ്യിൽ റെമ്യൂണറേഷൻ പറയാൻ പോലും, കാരണം അന്നൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളിലും അസിസ്റ്റന്റ് ഡയറക്ടറും അസോസിയേറ്റ് ഡയറക്ടറും എല്ലാം എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറും ഡയറക്ടറും ഒക്കെ ഞാൻ. അപ്പം മൾട്ടിപ്പിൾ അങ്ങനെ ചെയ്ത് വന്നോണ്ടാട്ടോ എനിക്ക് കുറച്ചും കൂടി ഇപ്പം ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നത്. അങ്ങനെ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളിലും കയറി വർക്ക് ചെയ്തുകൊണ്ടാണ്. അപ്പം ഞാൻ പറഞ്ഞത്, എനിക്ക് അന്ന് ഒരു പ്രോപ്പർ റെമ്യൂണറേഷൻ ഒന്നും ഇതിന് ഓഫർ ചെയ്യാൻ പറ്റാഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ഈ പറയുന്ന പോലെ അവൻ്റെ ഗ്രോത്ത്, എന്താ പറയുക, ഓരോ ലൈഫിൽ പെർട്ടിക്കുലറായിട്ട് ഓരോ മൂവ്മെൻറ്റ് നടക്കുമ്പോഴും നമ്മളോട് ഷെയർ ചെയ്യും, മെസ്സേജ് അയച്ച് പറയും, ചേട്ടാ ഞാനിങ്ങനെ പോവുകയാണ്, ചേട്ടാ ഇങ്ങനെ ചെയ്യുവാണ്. അപ്പം ഇപ്പം നേരിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട്, അപ്പം നേര് നടക്കുന്ന സമയത്താണ് നമ്മൾ ഈ സബ്ജക്റ്റ് നറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലാൽ സാറിൻ്റെ ടൈം നോക്കി നിൽക്കുന്നത്. അപ്പം ഒന്നല്ലെങ്കിൽ ട്രിവാൻഡ്രത്ത് നേരിൻ്റെ സമയത്ത് പോയി പറയാം, അല്ലെങ്കിൽ നേര് കഴിഞ്ഞിട്ടുള്ള ഒരു ഏതെങ്കിലും പെർട്ടിക്കുലർ മൂവ്മെൻറ്റിൽ നമുക്ക് ഈ കഥ നറേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ എന്തെങ്കിലും തീരുമാനിച്ചിരുന്നത്. അപ്പം ഈ ലാൽ സാറിന്റെ മൂവ്മെന്റുകൾ അറിയണമല്ലോ. ലാൽ സാർ ഇപ്പൊ എന്ത് ചെയ്യുന്നു, ലാൽ സാർ ഇപ്പം കൊച്ചിയിലോട്ട് വരാറായോ, ലാൽ സാർ ആ സിനിമയില് ഏറ്റവും കൂടുതൽ ദിവസം പ്രവർത്തിച്ച് പ്രതിയാണല്ലോ, അപ്പൊ അവിടെ ഇങ്ങനെ നിൽക്കണല്ലോ. ഇപ്പൊ ലാലേട്ടൻ അവിടെ അനങ്ങുന്നതും പോകുന്നതൊക്കെ ഫാൻ ബോയാണ്. ഞാൻ ശങ്കറിന് മെസ്സേജ് അയക്കും, ലാൽ സാർ ഇപ്പൊ ഞാൻ പറഞ്ഞു, ലാൽ സാർ ഇപ്പൊ ഇന്ന് MS ധോണിയുടെ പരസ്യത്തിന് വേണ്ടി കൊച്ചി വരും, ലാൽ സാർ ഈ സമയത്ത് ഫ്രീ ആയിരിക്കും എന്നൊക്കെ പറയുന്ന കമന്ററി എനിക്ക് അവിടെ തന്നോണ്ടിരിക്കും. അപ്പോൾ ഇതേപോലെ തന്നെ രഞ്ജിത്തേട്ടൻ വളരെ കൃത്യമായിട്ട് ആനിച്ചേട്ടൻ വഴി ലാൽ സാറിന്റെ പ്ലാനുകൾ അറിയാൻ എൻ്റെ ഒരു കൺസേണും എൻ്റെ ഒരു ടെൻഷനും. കാരണം ഒരു ഭയങ്കര ഇമ്പോർട്ടൻറ്റ് പ്രോജക്റ്റാണിത് ലൈഫിൽ, അത്രയേറെ അങ്ങനെ എടുത്ത് പ്രോജക്റ്റ് ആയതുകൊണ്ട് ഇത് നടക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ ഇത് കൃത്യമായിട്ട് ഈ സംഭവം എത്തിക്കുക എന്നുള്ളത് എൻ്റെയും കൂടി ആവശ്യമാണ്. അപ്പം ഞാൻ എൻ്റെ ടെൻഷൻസ് അറിയിക്കാത്ത രീതിയിൽ വെറുതെ രഞ്ജിത്തേട്ടനെ എപ്പോഴും വിളിച്ചിട്ട് ചേട്ടാ എന്തായി, ലാലേട്ടൻ കേൾക്കാറായോ എന്ന് പറയുന്നത് എപ്പോഴും ചോദിക്കുന്നത് മോശമല്ലേ. അപ്പം എൻ്റെ ഒരു ആശ്വാസമായിരുന്നു ഇവനെ ഞാൻ മെസ്സേജ് ചോദിക്കാം, ഇന്ന് ലാലേട്ടൻ ഇവിടെ ഉണ്ട്, ലാലേട്ടൻ എപ്പോഴാണ് കൊച്ചിക്ക് എത്തുന്നത്, ഇനി നിങ്ങൾക്ക് ബ്രേക്ക് ഉണ്ടോ. അപ്പം അങ്ങനെയൊക്കെ ബ്രേക്ക് ഉണ്ടെന്നൊക്കെ പറയുകയാണെങ്കിൽ ചേട്ടാ ഞാൻ എന്താണ് ചേട്ടാ ലാലേട്ടൻ അടുത്ത ദിവസം കൊച്ചിയിലുണ്ടെന്ന് എനിക്കൊരു ഇൻഫർമേഷൻ കിട്ടി. ലാൽ സാറിന്റെ ടീം മൊത്തം നമുക്ക് അറിയാം, എന്ത് ഇൻസൈറ്റ്സ് കിട്ടിയാലും ലാൽ സാറിനെ പറ്റി മേ ബി അതിന്റെ ഒരു ഭാഗമാകുന്നത് ഇങ്ങനെയെങ്കിലും ഒരു ഭാഗമാകും. അത് നേരെ റിലീസ് ചെയ്യുന്നതിന് ഒരു 5 ദിവസം മുന്നെയാണ്, റിലീസ് ചെയ്യുന്നതിന് 5 ദിവസം മുന്നെയാണ് ഞാൻ കഥ നറേറ്റ് ചെയ്യുന്നത്. അപ്പം കണക്ഷൻ ഉണ്ട്. ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പം ഇത്രയും സിനിമ തന്നെ എല്ലാം അഭിനയിച്ച ഒരാളെന്തെങ്കിലും കൊതി തോന്നില്ലേ, ഇതിൽ എന്തെങ്കിലും ഒരു സ്പേസ് എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തൊരു മൂവിയിലൊക്കെ. ഇന്നലെയും എന്നെ 2-3 പേര് വിളിച്ചു പറഞ്ഞു, ലാലേട്ടന്റെ മകന്റെ ക്യാരക്ടർ നീ ചെയ്യുന്ന എനിക്ക് നന്നായിരുന്നു. പക്ഷെ എനിക്കറിയാം അതൊരു കാസ്റ്റിംഗ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ട് ഒരു സിനിമയെ സംബന്ധിച്ചോളം. ആ കാസ്റ്റിംഗ് എങ്ങനെയാ, ഇപ്പൊ ശോഭന മാമിനെ പോലെ ഇരിക്കുന്ന ഒരു ക്യാരക്ടറാണ്, നന്നായിട്ട് ചെയ്തിട്ടുണ്ട് തോമസ് മാത്യു. എന്റെ കാസ്റ്റിംഗ് വൈസ് എന്ന് വെച്ചാൽ ഞാൻ 2 ഡിസ്ക്രിപ്ഷനാണ് ടീമിനോട് പറഞ്ഞത്. ശോഭന മാമിനെ പോലെ ഇരിക്കുന്ന മകൻ, ലാലേട്ടനെ പോലെ ഇരിക്കുന്ന മകൾ, അതായിരുന്നു ഞങ്ങളുടെ ചിന്ത. അപ്പം ബിനു ആണ് ഈ അമൃത വർഷണി എന്ന് പറഞ്ഞ പെൺകുട്ടിനെ എനിക്ക് കാണിച്ചിരുന്നു. അപ്പം കാണുമ്പോൾ തന്നെ ലാലേട്ടൻ്റെ ഒരു ഫീച്ചർ ഉണ്ടാവും, പെൺകുട്ടിയുടെ വലിപ്പവും മുഖത്തിന്റെ ഫേസും ഒക്കെ നോക്കുവാണെങ്കിൽ ലാലേട്ടൻ്റെ ഫീച്ചറിലാണുള്ളത്. ഈ തോമസിനെ നമ്മൾ കാസ്റ്റ് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞതും ഈ പറയുന്ന പോലെ ശോഭന മാമിനെ ഒപ്പം നിർത്തി കഴിഞ്ഞാൽ ശോഭന മാമിന്റെ ഫീച്ചേഴ്സ് ആണ്, ഫീച്ചേഴ്സ് വെച്ചിട്ടാണ് കാസ്റ്റ് ചെയ്തത്. അപ്പൊ അത് ഇവൻ ഈ പ്യൂപ്പയൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഇവന് വളരെ കൃത്യമായിട്ട് അറിയാം. ഞാൻ അല്ല എനിക്ക് ഇവര് രണ്ടുപേരും അറിയാം, ബിനിചേട്ടനും വളരെ അടുപ്പുള്ള ഒരാളാണ് ചേട്ടനും, അപ്പൊ എനിക്കറിയാം ഒബ്വിയസ്ലി ഉണ്ടെങ്കിൽ ഇവർക്ക് വിളിക്കും, ഇതൊക്കെ ചെയ്തിട്ട് ഇവരെ വിളിക്കാൻ. അല്ലെ പക്ഷെ എന്നാലും ഒരു കൊതി നമുക്ക് തോന്നും അല്ലേ.
ആക്ടറിനെ ഞാൻ മകനെന്നല്ല, എന്തെങ്കിലും ഒരു എന്തെങ്കിലും space ഞാൻ ല് പറഞ്ഞ് കുറെ പേര് വിളിച്ച് പറഞ്ഞ കാര്യം മകനെന്നല്ല ഞാൻ പറഞ്ഞു അതിൽ കുറെ കഥാപാത്രങ്ങളുണ്ട്. ശരി, നമ്മൾ കുറച്ച് മുമ്പ് അർജുൻ്റെ കാര്യം ചോദിച്ചില്ലേ, അപ്പം ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ആലോചിച്ച് ഇവനെ കൊണ്ടുവന്ന് അവിടെ ഇട്ടാലോ എന്ന് ആലോചിച്ചു. കാരണം ഇവൻ നേരിൻ്റെ ഒരു ബാക്കപ്പ് ഉണ്ടാവുമല്ലോ. അതെ. അപ്പം പിന്നെ അത് ഭയങ്കര ബാധ്യതയാവും. കാരണം നേരിൻ്റെ അകത്ത് അഭിനയിച്ചത് കൊണ്ട് ഇവൻ വന്ന് നിൽക്കുമ്പോഴത്തേക്ക് അത് മിസ്ലീഡിങ്ങിന് വേണ്ടി മനഃപൂർവ്വം വെച്ചാണെന്ന് തോന്നുന്നു. ചുമ്മാ നമ്മളെ ട്വിസ്റ്റ് ചെയ്ത്. അപ്പൊ അങ്ങനെയൊക്കെ ചിന്തകളിലൊക്കെ വരാറുണ്ട്, എപ്പോഴും വരാറുണ്ട്. ഓക്കെ. പക്ഷെ എനിക്ക് പറയേണ്ട ഒരു കാര്യമുണ്ട്, അത് വളരെ ചേട്ടൻ അറിയേണ്ട കാര്യം, ഞാൻ പറഞ്ഞിട്ടില്ല. ഒരു ദിവസം ഞാൻ ഈ നേര് കഴിഞ്ഞിട്ട് ഈ അടുത്ത് തന്നെ ഏതോ ലൊക്കേഷനിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് എന്ന് വിളിക്കുന്ന ആർട്ടിസ്റ്റ്, ഒരു ചേട്ടൻ, വളരെ പ്രായം ഉള്ളൊരു അദ്ദേഹമാണ്. ആ ചേട്ടൻ ഇങ്ങനെ എൻ്റെ അടുത്ത് വളരെ ഇങ്ങനെ നമ്മളിങ്ങനെ സംസാരിക്കുക, എൻ്റെ അടുത്ത് ഓരോന്നൊക്കെ എനിക്ക് കുറേ പഠിപ്പിച്ചൊക്കെ തന്നിട്ടുണ്ട് ചേട്ടന്മാർ. അപ്പോൾ ഈ ചേട്ടൻ ഇങ്ങനെ എൻ്റെ അടുത്ത് വന്നിങ്ങനെ ഭയങ്കര പേഴ്സണലായിട്ട് എൻ്റെ മോനെ ഇങ്ങനെ ഒരു സിനിമ ചെയ്തിരുന്നു മോനെ. അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ പറയുമല്ലോ അവരുടെ ലൈഫിൽ ഓരോ സിനിമകളും മൈൽ സ്റ്റോൺസ് ആണ്. ഒരു സിനിമ സൗദി വെള്ളക്ക നമുക്ക് കണ്ടിട്ടുണ്ടോന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സിനിമ, ഒരു ഇൻ്റർനാഷണൽ സിനിമയാണ്. അവിടെ ഒരു പുള്ളി ഉണ്ടായില്ല, സംവിധായകൻ തരുൺ മൂർത്തി. ഞാൻ അറിയുന്നൊന്നും പറഞ്ഞു, തരുൺ മൂർത്തി രക്ഷയില്ല. ആദ്യമായിട്ടാണ് ഒരു സംവിധായകൻ എൻ്റെ അടുത്ത് വന്നിട്ട് ഇതിന് മുമ്പത്തെ സീൻ ചേട്ടാ ഇതിന് മുമ്പ് ഇങ്ങനെയാണ്, ഇത് കഴിഞ്ഞിട്ട് ഇങ്ങനെയാണ്. എനിക്ക് പൊതുവേ നമ്മൾ കാണാറുള്ള എല്ലാവരും അവിടേക്ക് നിൽക്കും, അവിടെ നോക്കും, നായകൻ ഇങ്ങനെ നടന്നു വരുമ്പോൾ എല്ലാവരും അങ്ങോട്ട് നോക്കി അങ്ങനെ നിന്നാൽ മതി, ഓക്കെ. ചിലപ്പോൾ വിഷമം വരാറുണ്ട്. നമ്മൾ ആ പൊസിഷനിൽ ഞാനും ചിന്തിക്കും, അയ്യോ ഞാൻ അവിടെ നിൽക്കുമ്പോൾ എനിക്കും വിഷമം ഉണ്ടാവും. നമ്മളെടുത്ത് ആരെങ്കിലും അങ്ങനെ ട്രീറ്റ് ചെയ്യും. ഇപ്പം നമ്മൾ ഇവിടെ ഇരിക്കുമ്പോഴാണെങ്കിലും ഒരു ഡയറക്ടർ ആരെങ്കിലും നമ്മുടെ അടുത്തുനിന്ന്, കാരണം നമ്മളൊരു പെർഫോമൻസ്, എല്ലാവരും പെർഫോമൻസ്. ഇപ്പോൾ ചേട്ടൻ ഇവരെ വിളിക്കുന്ന പോലെ പ്യൂപ്പാസ് എന്നൊക്കെ വിളിക്കുന്ന പോലെ എല്ലാവരും പറക്കാൻ വേണ്ടി നിൽക്കുക. ഏത് നായകനായാലും വില്ലനായാലും ഹീറോസ് എല്ലാ ക്യാരക്ടേഴ്സും. അപ്പോൾ ആ ഡെലിക്കേറ്റ് മൂവ്മെന്റിൽ പെട്ടെന്ന് ഒരാളിങ്ങനെ പറയുമ്പോൾ നമ്മളിങ്ങനെ അവിടെ നിന്ന് പെർഫോം ചെയ്യണം. അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ആ ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞ അങ്ങനത്തെ ഒരു ട്രീറ്റ്മെന്റ്, ആ ഒരു ഐ വാസ് റെഡി ടു. എനിക്ക് ഏറ്റവും നല്ല പെർഫോമൻസ് കൊടുക്കാൻ പറ്റും. അപ്പം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, ഈ പറഞ്ഞ സൗദി വെള്ളക്ക എന്ന് പറഞ്ഞ സിനിമയിൽ കോടതി രംഗമാണ്. ഒരുപാട് പേര് അവിടെ ഉണ്ട്, ഒരുപാട് പേര് ഇങ്ങനെ പോകുന്നുണ്ട്, അവിടെ വരുന്നുണ്ട്, അവരൊക്കെ പെർഫോം ചെയ്യുന്നുണ്ട്. അവരാരും ഇങ്ങനെ ചുമ്മാ നീ നേരെ റൈറ്റിലേക്ക് പോകുന്ന പറഞ്ഞാൽ മറ്റേ ഇങ്ങനെ, ഞാൻ ആരെയും കുറ്റം പറയല്ല, ബട്ട് ഓൾ ആർ ആക്ടേഴ്സ്. അങ്ങനെ അവിടെ ഒരു ഡിഗ്രി കയറി താഴ്ന്നൊരു സുപ്പീരിയോറിറ്റി, ദാറ്റ് ഇസ് എ പ്യുവർ മാജിക്. ദാറ്റ്സ് ഒരു ഫിൽം മേക്കറിന് അത് ചെയ്യാൻ പറ്റുള്ളൂ. അത് അവർ പറയാം എൻ്റെ അടുത്ത്. അത് പറയുമ്പോൾ ഹി വാസ് ഒരു ഇമോഷണൽ നോട്ടിലാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ജീവിതത്തിലൊരു അതൊരു സംവിധായകം എന്ന് പറയാന്ന് പറഞ്ഞാൽ വലിയ കാര്യം. അത് തീർച്ചയായിട്ടും അത് പാസിംഗ് എന്ന് പറഞ്ഞൊരു ആർട്ടാണ് ഈ പറയുന്നത്. നമ്മൾ വെറുതെ ഇപ്പം ഒരു ഫ്രെയിമിലൂടെ നടന്നു പോകുന്ന എല്ലാവർക്കും കഥകളുണ്ട്. അപ്പം ഞാൻ എൻ്റെ ഡയറക്ഷൻ ടീമിനോട് പറയാറുണ്ട്, ഏത് ആർട്ടിസ്റ്റിനുണ്ട്, ജൂനിയർ ആർട്ടിസ്റ്റ് എന്നുള്ള ലേബലിലാണ് അറിയപ്പെടുന്നതെങ്കിൽ പോലും അങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് ആർട്ടിസ്റ്റുകൾ നമ്മുടെ സിനിമയുടെ സീനിൻ്റെ കോറിയോഗ്രാഫി ഭംഗിയാക്കാൻ വരുന്നവരെ. അപ്പം നിങ്ങൾ പറഞ്ഞോ, എൻ്റെ ഇപ്പം നമ്മൾ ആദ്യത്തെ 2-3 ലെയറുകളിലെ കാര്യങ്ങളായിരിക്കും നമ്മൾ മാനേജ് ചെയ്യുന്നത്. അതിന് ബാക്കിലുള്ള കാര്യങ്ങൾ പ്രേക്ഷകന് ശ്രദ്ധിക്കണം എന്നൊന്നുമില്ല. പക്ഷെ ആ നടന്നു പോകുന്ന ഓരോ കഥാപാത്രങ്ങൾക്കും ഓരോ കഥകളുണ്ടെന്നും അവർ വരുന്ന, ഇപ്പോൾ കോടതിയിലാണെങ്കിൽ പോലും ഒരു കേസ് വാദിക്കാനാണ് അവർ വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ കേസിൻ്റെ ഒരു 8 വർഷത്തെ കാത്തിരിപ്പാണ്. ഇപ്പം അവിടെ സൗദി വെള്ളക്കയിൽ ഉമ്മ നിൽക്കുന്ന പോലെ തന്നെ പല വർഷങ്ങളുടെ കാത്തിരിപ്പുകളുണ്ട് ആ പാസിങ്ങുകൾക്കൊക്കെ. അത് നിങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും, അവരത് പെർഫോം ചെയ്യും എന്ന് പറയുന്നൊരു പാസിംഗ് എന്ന് പറയുന്ന സിനിമയിലത്തെ മറ്റൊരു ഫിലിം മേക്കിംഗ് ആണ്. അത് ശരിക്കും പലപ്പോഴും സെറ്റ് ചെയ്യുന്നത് ഡയറക്ഷൻ ടീമാണ്. ഇപ്പം ബിനു അടക്കമുള്ള എൻ്റെ ഇപ്പം എന്താണ് ഡയറക്ഷൻ ടീം ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഡയറക്ടർ കാണുന്ന വിഷന് ലൈഫ് ഉണ്ടാക്കി കൊടുക്കലാണ് ഇവരൊക്കെ. അത് അത്ര ഈസി പ്രോസസ്സും അല്ല, അതിന് പിന്നിൽ ഒരുപാട് പണിയുണ്ട്. അപ്പോൾ താങ്ക് യു ശങ്കർ, താങ്ക് യു സോ മച്ച്. നമുക്കൊരു ഫോട്ടോ എടുക്കണം. ആദ്യം നമുക്കൊരു നിങ്ങൾ